അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ വൈജ്ഞാനിക ചർച്ചയുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ടേമിൽ ഇവിടെ നിങ്ങളുടെ തെറ്റായ ആശയവുമായി ബന്ധപ്പെട്ട് പരാമർശ വിധേയമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാനുള്ളത്. ഒന്നാമത്തെ എൻ്റെ ചോദ്യം, നമ്മുടെ നാട്ടിൽ ഇവിടെ ഖുറാഫികളായ സമസ്തക്കാരായ ആളുകൾ എല്ലാ സിഹറും എല്ലാ കണ്ണേറും എന്ന മറവിൽ അതിനെയൊക്കെ കറാമത്തും സിദ്ധിയും ബർക്കത്തുമെല്ലാമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അസുര പൊളിക്കൽ തന്നെയാണ് ഈ ചർച്ച കൊണ്ട് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്. അതൊന്നും മഹത്വമല്ല, അത് ബർക്കത്തല്ല, അത് കറാമത്തല്ല, അതൊക്കെ തട്ടിപ്പാണ്. അതിൽ അവരെ സഹായിക്കുന്നത് ശൈത്വാനാണ്, അല്ലാതെ റബ്ബിന് സഹായമല്ല. അവിടെ നിങ്ങൾ ദിവ്യത്വം കാണേണ്ടതില്ല എന്ന് ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുക വഴി അത്തരം സിദ്ധ കേന്ദ്രങ്ങളിൽ നിന്ന്, അത്തരം ബഹുദൈവങ്ങളായി സ്ഥാപിക്കപ്പെടുന്ന ആളുകളിൽ നിന്നെല്ലാം ആളുകളെ രക്ഷപ്പെടുത്തി തൗഹീദിലേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ് നമ്മളിതിൽ ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം അവിടെ ചർച്ചയ്ക്ക് വന്നും അതുകൊണ്ടാണല്ലോ. ഇവിടെ ഈ കൊടിയ പാപമായ സിഹർ, സബുൽ മുബിഖാത്തിൽപ്പെട്ട രണ്ടാം തിന്മയായി പറഞ്ഞ സിഹർ ചെയ്താൽ കാഫിറായി പോകുമെന്നും സാഹിറിനെ കൊല്ലണമെന്നും ഒക്കെ തർക്കമില്ലാത്ത വിധം പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നു. ആ സിഹറിന് പിശാച്ച് ഇടപെടുമെന്നും പിശാച്ച് സാഹിറിനെ സഹായിക്കുമെന്നും അതുവഴി ചില പണികളൊക്കെ ശൈത്താനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന പണികൾ അഭൗതികമായി ചെയ്യാൻ കഴിയില്ല, അവൻ്റെ വ്യവസ്ഥക്കുള്ളിൽ അവൻ്റെ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സംഗതികളൊക്കെ അവൻ ചെയ്യും. അതുവഴിയാണ് സിഹിർ ഇവിടെ യാഥാർത്ഥ്യമുണ്ടാകുന്നത്. ആ സിഹിറിന് ഹക്കീക്കത്തുണ്ട്, തഹ്സീറുണ്ട്, തഖീലുമുണ്ട് എന്നതൊക്കെ നേരത്തെ വിശദമായി നമ്മളിവിടെ കിതാബുകളിൽ നിന്ന് വായിച്ച് പറഞ്ഞു പോയതാണ്. താങ്കളുടെ വാദം അങ്ങനെ ഒരു ശൈത്താൻ ഇടപെട്ടുകൊണ്ട് സിഹറിൽ വല്ലതും ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശൈത്താന സഹായം കിട്ടും, അങ്ങനെ അതുവഴി സിഹറിന് യാഥാർത്ഥ്യം ഉണ്ടാകും എന്ന് വിശ്വസിച്ചാൽ തന്നെ അത് കുഫ്റാണ്, വിശ്വസിക്കുന്ന ആൾ കാഫിറാണ്, മുസ്ലിക്കാണ് എന്നാണല്ലോ താങ്കളുടെ വാദം. അതിന് 4 പ്രമാണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇജ്മാഉം ഖിയാസും നമുക്ക് തെളിവായി ഇവിടെ നമ്മുടെ വാദത്തിൽ രേഖപ്പെടുത്തി പോയതുമാണ്. എങ്കിൽ ഇത്തരം സിഹറുകൾ അതിന് ഹഖീഖത്തും തഫ്സീറും ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറും മുസ്ലിക്കുമാകും എന്ന് പറയാൻ ഏത് ആയത്താണ് നിങ്ങൾക്ക് തെളിവ്? ഏത് ഹദീസാണ് നിങ്ങൾക്ക് തെളിവ്? ആ ആയത്തും ഹദീസും നിങ്ങൾ ഓതുകയാണെങ്കിൽ ആ ആയത്തിനും ആ ഹദീസും നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥം ലോകത്ത് ആരാണ് പറഞ്ഞത്? ഒരു ആയത്ത് ഓതിയാൽ പോരാ. ബിൽ ജിബ്തി വത്തോഖത്ത് ഓതിയിട്ട് അവിടെ സിഹിറിന് അർത്ഥം വെച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ നേരത്തെ വിശദമായി പറഞ്ഞു അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. അതേപോലെ മുസദ്ദിഖും ബി സിഹിർ എന്ന ഹദീസ് നിങ്ങളവ അർത്ഥം വെച്ച് പോയിട്ട് കാര്യമില്ല, ശരിയായ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു. അതേസമയം ഇത് ആയത്ത് ഏതാണ്, ഹദീസ് ഏതാണ്? ആ ആയത്ത് ഹദീസ് ഓതുമ്പോൾ തന്നെ അഹ്ലുസുന്നയുടെ 1400 കൊല്ലങ്ങൾക്കിടയിൽ ജീവിച്ചു പോയ ഏതു പണ്ഡിതനാണ് ആ ആയത്ത് അടിസ്ഥാനമാക്കി, ആ ഹദീസ് അടിസ്ഥാനമാക്കി ഇത്തരം സിഹറുകൾക്ക് യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിക്കൽ അത് കുഫറാണ്, അത് ശിർക്കാണ്, ആ വിശ്വസിക്കുന്ന കാഫിറാണ്, മുസ്ലിക്കാണ് എന്ന് രേഖപ്പെടുത്തിയത് ആരാണ് എന്ന് കൂടി പറയണം. അതിന് കൂടെ ഉപചോദ്യമായി അല്ലെങ്കിലും ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താണ്, ഉപചോദ്യം തന്നെ കൂട്ടിക്കൂടി. താങ്കൾ നേരത്തെ സംസാരത്തിൽ പറഞ്ഞു പോയ 3 കാര്യം നിങ്ങളിവിടെ വായിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, ഹിഷാമിനെ കുറിച്ച് ഇമാം ദഹബി അദ്ദേഹം കല്ലാബാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. അത് ഇമാം ദഹബിയുടെ കിതാബില്ലെന്ന് നിങ്ങളൊന്ന് പൂർണ്ണമായും വായിക്കണം. അതേപോലെ സിഹിറിന് ഹഖീഖത്തില്ല എന്ന് ഇമാം തൊബരി പറഞ്ഞു എന്ന രൂപത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ വായിക്കാൻ നിങ്ങൾ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ വായിക്കണം. അതുപോലെ ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ജിന്ന് ഹാദറാകലും സാഹിറിനെ സഹായിക്കലും എല്ലാം വ്യക്തമായി ഫതാബയിൽ നേരത്തെ പറഞ്ഞിരുന്നു, നേരത്തെ തന്നു. നിങ്ങൾ പറഞ്ഞ ആവശ്യമുള്ള ചോദിക്കാം, അതും നിങ്ങളൊന്ന് വായിക്കണമെന്ന് സ്നേഹബുദ്ധിയെ ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യങ്ങൾ ചോദിക്കലാണ്, ചോദ്യം ചോദിക്കാനുള്ള കഴിവ് അത് കുട്ടികളിൽ ഉണ്ടാക്കലാണ് ഒരു അധ്യാപകൻ്റെ ഏറ്റവും നല്ല ലക്ഷ്യം. നല്ല നല്ല ചോദ്യങ്ങൾ, ഇഷ്കാലിയാത്ത്, അത് നല്ലൊരു കഴിവാണ്. അതുകൊണ്ട് ഞങ്ങളെ ചോദ്യത്തെ സ്വാഗതം ചെയ്യാണ്, ഉഷാറുണ്ട് കേട്ടോ. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഒന്ന്, നബിക്കന്നെ സിഹിർ വലിച്ചു എന്ന് പറയുമ്പോൾ അത് മാരണാണെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ നിങ്ങളോട് ചോദിച്ചത് എന്താണ് നബി ഇത് ചെയ്തത്? നിങ്ങൾ പറഞ്ഞു സേവ നടത്തി, പൂജ നടത്തി. നിങ്ങൾ ഓരോന്നിനും ഞാൻ ഗണ്ണിക്കാണ് സർ. സേവ നടത്തിയാലും പൂജ നടത്തിയാലും ശൈത്താൻ ഹാളിറാകുകയോ ചോദ്യങ്ങൾക്കോ സഹായതേട്ടത്തിനോ ഉത്തരം ചെയ്യില്ല എന്ന് വിശുദ്ധ ഖുർആൻ്റെ നസ്സാണ്. ഒന്നല്ല, ഒരുപാട്. മുജാഹിദുകൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല, സംശയമില്ല. ഒരായത്ത് ഓതിയിട്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? എല്ലാവർക്കും ഒരു ശൈത്താനോട് സഹായം തേടിയാൽ
ശൈത്താൻ സഹായിട്ട് വരുമോ? ഇനി രണ്ടാമത്തെ കാര്യം, നബി വെല്ലുവിളിച്ച കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. നിങ്ങൾ ശൈത്താനെ വിളിച്ചോളൂ, നിങ്ങളെ മുശ്രിക്കുകളായ ശിർക്ക് ചെയ്യുന്ന എല്ലാവരും നിങ്ങൾ വിളിച്ചോളൂ, എന്നിട്ട് അവരെ ഹാജരാവട്ടെ, വരട്ടെ, വല്ല സഹായത്തോടു കൂടി നിങ്ങൾ എന്നെ കഷ്ടപ്പെടുത്തു. സാധിക്കുമോ? സാധിക്കൂല എന്ന് വെല്ലുവിളിയുണ്ട്. ആ ആയത്താണ് ഞങ്ങൾക്ക് പറഞ്ഞത്, അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞ തന്നെ ഖുർആന്റെ വെല്ലുവിളി. ഇനി വേണമെങ്കിൽ വജഅലൂ ലില്ലാഹി ശുറക്കാഅൽ ജിന്ന എന്നുള്ള ആയത്ത് ഒന്നെടുക്കുക, കുട്ടികളോട് വായിക്കാൻ പറയാം, അമാനുവേലിൻ്റെ തഫ്സീറിനൊന്ന് നോക്കാൻ പറയാം. അവിടെ പറയണ്ടേ സേവ, പൂജ, ദേവി, ദേവന്മാർ, ഭൂതങ്ങൾ, ഈ പറയുന്ന സാധനമൊക്കെ എങ്ങനെയൊക്കെ പഠിപ്പിച്ചാലും പറഞ്ഞാലും വേററ്റ് പോകുന്നതല്ല. എന്നിട്ട് അമാനുവേലോടെ എഴുതുകയാണ്, മുസ്ലിങ്ങളെ കൂട്ടത്തിൽ വിഡ്ഢികളായ മതത്തിൻ്റെ ബാലപാഠം അറിയാത്ത ചില ആളുകളുണ്ട്. അവരൊക്കെ ഇത്തരം വിശ്വാസം എപ്പോഴും വെച്ച് പുലർത്തുകയാണ്. അതുകൊണ്ട് ഇനി ആരാ പറയേണ്ടത്? മലയാളത്തിൽ ഇനി നോക്കൂ, ഇവിടെ ജിബിത്ത് അല്ലദീന യുഅ്മിനൂന ബിൽ ജിബിത്തി വത്താഊത്ത് എന്ന അലിമദനി ആളുകൾക്ക് കേൾക്കാൻ വേണ്ടി മൻസൂർക്കയും രണ്ടുപേരും കൂടെ കൂടിയിട്ട് വ്യൂ പോയിന്റിൽ പഠിപ്പിച്ച സാധനം ഉണ്ടല്ലോ, വളരെ കൃത്യമാണ്. അവിടെ ഞാൻ അപ്പോഴും പറഞ്ഞ വാക്ക് ഞാൻ ഉദ്ധരിച്ചു, ഇനിയും വേണമെങ്കിൽ വായിച്ചുതരാം. എന്താ പറഞ്ഞേ? അവർ ലം യലുഫർ ഇന്നമ സ്വനഉ കൈദു സാഹിർ എന്നൊക്കെ പറഞ്ഞ് വലാ യുഫ്ലി സാഹിർ ഹൈസ് അത്താന്നുള്ളിടത്തുള്ള നോക്കിക്കോളൂ, തൊബരിയിലുള്ളതാണ്. എന്താ പറഞ്ഞേ? വായിച്ചോളൂ, ഞാൻ അതാ പറയുന്നു, ഇതാ കേട്ടോളൂ. എന്താ പറഞ്ഞേ? ലാ യലുഫറു വലാ യലുഫറു, അവൻ വിജയിക്കൂല എന്നാണ്. വലാ യഫ്ലറു ബിമാ ത്വലബ, അല്ലല്ല ഇതേ പറഞ്ഞേ, ബിമാ ത്വലബ, അവൻ എന്താണോ തേടുന്നത്, അയിന കാന, എവിടെയാണെങ്കിലും സാഹിർ എന്ത് കുതന്ത്രം ചെയ്താലും എന്ത് ചെയ്താലും അവൻ വിജയിക്കൂല. എവിടെ ഈ പറയണറിയോ? സിഹ്റുൻ ജാഊ ബിസിഹ്രിൻ അലീം വജാഊ ബിസിഹ്രിൻ അലീം. സാദി ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക, അവിടെ ഉണ്ടാവുമല്ലോ, സാദി ഉണ്ടാവണ്ട. അദ്ദേഹം പറയണേ സിഹ്റുൻ അലീം എന്നാ പറഞ്ഞത്. അതിനേക്കാൾ വലിയൊരു സിഹ്റ് ഈ ദുനിയാവിലില്ല എന്നാ. ഒരാനനെ നമുക്ക് ഇവിടെ വാനിഷ് നടത്താം, അതിൻ്റെ ട്രിക്ക് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. നാളെയും മറ്റന്നാളൊക്കെ ഇറങ്ങുന്ന പത്രങ്ങളിൽ വരാനിരിക്കുന്ന വാർത്തകൾ ഇവിടുന്ന് ഇപ്പം എനിക്ക് എഴുതി അദ്ദേഹത്തിൻ്റെ പോക്കലിട്ട് കൊടുക്കാം. ഒരു കണ്ടീഷൻ, തുറക്കരുത്. 4 ദിവസം കഴിഞ്ഞാൽ അതിൽ അതേ വാർത്ത ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കാം. പക്ഷേ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അന്ന് മൂസ നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ അവർ ചെയ്ത മാജിക് ഉണ്ടല്ലോ, അതാണ് ഈ ഇനത്തിലെ ഏറ്റവും കഠിനമായത്. സാദി പറയാം, അതിന് തുല്യമായ മറ്റൊന്നില്ല. അതാണ് ശരി. ഖുർആനാണ് പറയുന്നത്. കയ്യിലുള്ളൊരു സാധനം അതിനെ മറ്റൊന്നാക്കി മാറ്റാൻ ഒരാൾക്കും കഴിയൂല. അതാണ് അവർ കാണിച്ചു കൊടുത്തത്. പാമ്പുകളെ പോലെ തോന്നിപ്പിച്ചു എന്ന്, അവിടെയും തോന്നിപ്പിച്ചതാണ്. അല്ല, നിങ്ങൾ കണ്ട പാമ്പല്ല, കല്ലെടുത്ത് എറിയാൻ തുടങ്ങിയ ആളുകൾ എന്നൊക്കെ തഫ്സീറുണ്ട്. അപ്പോൾ അതിന് ഹക്കീക്കത്തില്ല, അത് ഹക്കല്ല, ഹക്കീക്കത്തില്ല എന്ന് ഖുർആനാണ്. ഏറ്റവും വലിയ സിഹർ, അതിലും വലിയ സിഹർ ഇല്ല. പിന്നുള്ള മരുന്ന് കൊടുക്കുന്നതാണ്, നമീമത്താണ്, തംബീഹാണ്, നഫാസാത്ത് ഫിൽ ഉഖദൊക്കെ എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഷറഹ് സാഹിറാത്ത് അല്ലദീ അൻഫുസ്ന ഫിൽ ഉഖദി, കെട്ടുകളിൽ ഊതുന്ന സാഹിറാത്ത് എന്ന് പറയുന്നതിൻ്റെ വിശദീകരണം എടുത്ത് വായിച്ചാൽ മതി. അവിടെ കട്ട് ചെയ്ത് കുട്ടിയാൾക്ക് കൊടുക്കരുത്. ഞാൻ തന്നെ വായിക്കണോ? സമയം ഉണ്ടാവുമല്ലോ, നോക്കാം. ഓക്കെ, കാണിച്ചു. ഞാൻ പറഞ്ഞാൽ പോരെ. ഇബ്നു ആഷൂർ പറയുന്നു. തഫ്സീർ നിങ്ങളെ മുന്നിൽ എടുത്തു നോക്കോ. ഞാൻ പറയാം, മറ്റു പറഞ്ഞാൽ പോരാ. ഒറ്റ സെക്കൻഡ്. നമ്മുടെ ചോദ്യം, ഈ ഹഖീഖത്തും തഫ്സീറും വിശ്വസിച്ചാൽ കാഫിറും മുശ്രിക്കുമാകുമെന്ന് ഏത് ആയത്തിലുണ്ട്, ഏത് ഹദീസിലുണ്ട്? ആ ആയത്തിലും ഹദീസിലും ഏത് പണ്ഡിതനാണ് ആ വ്യാഖ്യാനം പറഞ്ഞത്? അത് നിങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. അത് നിങ്ങൾക്ക് നല്ല ആരെക്കൊണ്ടും കഴിയും. മർക്കസ് സാഹിബ് ഒന്നാകെ വന്നാലും ശരി, അത് കഴിയില്ല. നിങ്ങൾ മർക്കസ് സാഹിബിൻ്റെ വാദം അപകടമാണ്. അതിന് കൂടെ 3 കാര്യം ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങൾ ഇമാം ദഹബിയുടെ പേരിൽ പറഞ്ഞ ഒരു പ്രയോഗം അത് നിങ്ങൾ വായിക്കണം. ഇമാം തൊബിയുടെ പേരിൽ പറഞ്ഞൊരു ഭാഗം അത് വായിക്കണം. അതേപോലെ ഇബിൻ തൈമിയുടെ പേരിൽ നിങ്ങൾ ഓഫർ ചെയ്താൽ ഞാൻ വായിച്ചോളാന്ന്, അത് നിങ്ങൾ വായിക്കണം. നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല.
മർക്കസുദ്ദാബിലെ സാധാരണക്കാരുടെ മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് നന്നാവും, നമുക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും നന്നായി കൂടെയൊന്നുമില്ല. ആയിക്കോട്ടെ. ഒന്നാമത്തെ ചോദ്യം ബാക്കിയാണ്. ഇത് മുശ്രിക്കും കാഫിറുമാകുമെന്ന് ഏത് ആയത്തിൽ, ഏത് ഹദീസിൽ? അതിൽ ആ ആയത്തിനും ആ ഹദീസിനും ഏത് പണ്ഡിതൻ നിങ്ങൾ പറഞ്ഞ അർത്ഥം പറഞ്ഞു? അത് നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ, അത് പറയാൻ പോകാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം, ഈ പറയപ്പെട്ട സിഹിർ ശൈത്താനെ സഹായം സ്വീകരിച്ചുകൊണ്ട് ശൈത്താൻ്റെ സേവയിലൂടെ ശൈത്താൻ്റെ ഇടപെടലിലൂടെ ഒക്കെ നടക്കുന്ന സിഹിർ, അതാണല്ലോ സബീൽ മുബിഖാത്തിലെ സിഹിർ. ആ സിഹിറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ലോകത്ത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ മുഴുവനും ഏകോപിച്ചു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്വഹാബിമാർക്ക് മുഴുവൻ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ വായിച്ചു. അതിനുശേഷം ഇമാം ഷാഫിഈ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം അബുൽ ഹസൻ അശ്അരി, ഇമാം ഖത്താബി, ഇമാം മുഹല്ലബ്, ഇമാം ബഗവി, ഇമാം മാസിരി, ഇമാം ഖാലി ഇയാദ്, ഇമാം ഇബ്നു ഹുബൈറ, ഇബ്നു ഖുദാമ, ഇമാം ഖുർത്തുബി, ഇമാം നവവി, ഇബ്നു തൈമിയ്യ, ഇബ്നു കസീർ, ഇബ്നു ഖയ്യിം, ഇബ്നു അബ്ദുൽ അസീസ് നഫി, അതേപോലെ ഇസ്മായിൽ സുൻആനി മുതൽ ഇങ്ങോട്ട് ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അടക്കമുള്ള പണ്ഡിതന്മാർ, ഇവരൊക്കെ, ഇനി കെ എം മൗലവി, അമാനി മൗലവി അടക്കമുള്ളവർ, ഇവരൊക്കെ സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് പറയുന്നു, സിഹിറിന് ഹഖീഖത്തുണ്ട്, തഅ്സീറുണ്ട് എന്ന് പറയുന്നു. എങ്കിൽ നിങ്ങളുടെ വാദപ്രകാരം, ചോദ്യം ശ്രദ്ധിക്കണേ, നിങ്ങളുടെ വാദപ്രകാരം ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ, ഇവരൊക്കെ കുഫ്ർ പ്രചരിപ്പിച്ചവരാണോ? അത് വ്യക്തമായി പറയണം. വെറുതെ എന്തേ പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. ഇത് ചോദ്യോത്തരമാണ്, കുട്ടികളെ പിന്നെ പഠിപ്പിക്കാം. ഇപ്പോൾ ചോദ്യോത്തരമാണ്, അവിടെ അത് നിങ്ങൾ പറയണം. അതിനെ കൂടെ ഒന്നുകൂടെ ഈ രണ്ടാമത്തെ തവണ, നേരത്തെ 3 വായിക്കാമെന്ന് വായിച്ചിട്ടില്ല, 4 ഞാൻ വായിക്കാൻ പറഞ്ഞു. ഇപ്പം നിങ്ങൾ തൊട്ട് മുമ്പത്തിൽ പറഞ്ഞു ഇമാം സഅദി പറഞ്ഞ വിഷയം. ഇമാം സഅദി റഹിമഹുല്ലാഹ് സിഹിറിന്റെ ഹഖീഖത്തോട് വ്യക്തമായി പറഞ്ഞ ആളാണ്, ശൈത്താൻ ഇടപെടുന്നു പറഞ്ഞ ആളാണ്. അതുകൊണ്ട് സിഹിറുമായി ബന്ധപ്പെട്ട് സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞത് പൂർണ്ണമായും വായിക്കാൻ ധൈര്യം ഉണ്ടോന്നാ. 5 മിനിറ്റ് ഏറെ തരുന്നാലും വേണ്ടില്ല, 5 മിനിറ്റ് വേറൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അതിന് മാത്രം ഉപയോഗിക്കണം. അതേപോലെ എൻ്റെ കൂടെ ഷെയ്ഖ് ഫൗസാൻ്റെയും സ്വാലിഹ് ഫൗസാൻ്റെ ഫത്വ നേരത്തെ കട്ടു വായിച്ചിട്ടുണ്ട്. ഫൗസാൻ പിന്നെ നിസ്കരിക്കാൻ വിഷയം പറഞ്ഞല്ലോ, സിഹിറിന് ഹക്കാണ് എന്ന് പറയുന്ന ആളെ പിന്നെ നിസ്കരിക്കാൻ പാടില്ല എന്ന്. ആ ഫത്വയും പൂർണ്ണമായി വായിക്കാൻ ധൈര്യം ഉണ്ടോ? ധൈര്യം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്, ഒരു നിരക്കും ധൈര്യം ഉണ്ടാവില്ല. അത് നിങ്ങൾ വായിക്കുമെങ്കിൽ 5 മിനിറ്റ് എക്സ്ട്രാ തന്നാലും കുഴപ്പമില്ല. ആ 5 മിനിറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ഫൗസാൻ്റെ ആ ഫത്വ ഒന്ന് ഫുള്ള് വായിക്കുക, സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞ് ഫുള്ളായിട്ട് വായിക്കുക. നേരത്തെ പറഞ്ഞ 3 കിതാബ് വായിക്കാൻ ബാക്കിയുണ്ട്, അതും വേഗം വായിച്ചു, അല്ലെങ്കിൽ അടുത്ത വർഷം ഇങ്ങനെ എണ്ണം കൂടി വരും, പിന്നെ സമയം തികയില്ല. അതുകൊണ്ട് ഈ 5 കിതാബ് ഇപ്പം മുമ്പിലുണ്ട്, അത് വായിക്കണം. 2 ചോദ്യമുണ്ട്. കേട്ടോളൂ കേട്ടോ, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. അല്ലദീന യുഅ്മിനൂന, ഖുർആനാണത്, വിശ്വസിക്കുന്നവൻ, ബിൽ ജിബ്തി വത്താഊത്ത്, ഇതിൽ രണ്ടും വിശ്വസിക്കുന്നവൻ, അവൻ അള്ളാഹ് ശപിച്ചു എന്ന് പറയുന്ന ആയത്തിനാണ് അബൂ ജഅഫർ ത്വഹാവി കൊടുത്ത വിശദീകരണം. അതാണ് വായിച്ചത്. അൽ ഈമാനു ബിഹിമ, എടുത്തു നോക്കോ, അൽ ഈമാനു ബിഹിമ കുഫുറുൻ, അതിൽ വിശ്വസിക്കുന്നത് കുഫറാണ്. ആണോ? ആണോ? ആണ്. വത്തസ്ദീഖു ബിഹിമ, അതാണ് വാദം. വത്തസ്ദീഖു ബിഹിമ ശിർക്കുൻ, അത് പറയുന്നവൻ ആരാണ്? കാഫിറാണ്, മുശ്രിക്കാണ്. ക്ലിയർ ആണോ? നീ കേട്ടോളൂ, നോക്ക്, ഒറ്റൊന്നുകൂടെ കേട്ടോ. രണ്ടാമത്തെ കാര്യം, ഒരു സാഹിറിൻ്റെ അടുത്ത് വന്നു. സാഹിറിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ അവനോട് ചോദിക്കുക, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവൻ പറഞ്ഞു, ഞാൻ സേവ നടത്തും, പൂജ നടത്തും, എൻ്റെ അടുത്ത് ശൈത്താന്മാരെ ഹാജരാവും. ഓക്കെ. എന്നിട്ട് ആരെയാണോ ഉപദ്രവിക്കേണ്ടത് അവരൊക്കെ ഞാൻ പോയിട്ട് ഉപദ്രവിക്കും, അവരൊക്കെ ഞാൻ വെട്ടും, കുത്തും, നിരത്തും എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചാൽ, അൽ ഈമാനു, ഖുർആനാണ് ഈ പറയണത്. ഖുർആൻ നിങ്ങൾക്ക് തലയിൽ കയറൂല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളെ കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ച് ഇബാറത്ത് ഉണ്ടോ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ ഇബാറത്ത് പറയുന്നത്. എന്ത്? കാല അബൂ ജഅഫർ, ത്വഹാവി ആയിരിക്കും. കാല അബൂ ജഅഫർ ത്വഹാവി അൽ ഈമാനു ബിഹിമാ കുഫുറുൻ. ഞാൻ അവനോട് പറയാം, ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമൊക്കെ, ഈ ചെയ്യണതൊക്കെ ഹക്കീക്കത്തുള്ളതാണ്. എനിക്ക് ഞാൻ പണം തന്നാൽ ഈ സേവയും പൂജയും നടത്തി എൻ്റെ അടുത്ത് പിശാജ് ഒക്കെ വന്നിട്ട് അവർ പോയിട്ട് ഞാൻ പറയുന്ന ആളെ വകവരുത്തും. അതിനെ ഹക്കീക്ക, അത് ശരിയാണ്, ഞാനതിൽ വിശ്വസിക്കുന്നു. പക്ഷെ ചെയ്യാൻ പാടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ഒരാളെ മുസ്ലിയാരാണ്. അവിടെ നമ്മൾ മൗലവിൻ്റെയും ജാമ്യൻ്റെയും ഉസ്താദിൻ്റെ ഒക്കെ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് നമ്മൾ പോകരുത്. ഇതിനാണ് തെളിവ് വേണ്ടത്. അൽ ഈമാനു, ഖുർആന പറയണേ. വേണമെങ്കിൽ അബൂ ജഅഫർ ത്വഹാവി
അൽ ഈമാനു ബിഹിമാ. അടച്ചു പറയുന്നു അല്ലദീന യുഅ്മിനൂന. അബൂ ജഅഫർ ത്വഹാവി പറയുന്നു അൽ ഈമാനു ബിഹിമാ. തൊബിരി പറയുന്നു, ആരെ ഉദ്ധരിക്കുന്നു പറയല്ല, അബൂ ജഅഫർ പറയുന്നതായിട്ട് കാല അബൂ ജഅഫറു. നോക്ക് കിതാബ് നോക്ക്. കാല അബൂ ജഅഫറു അൽ ഈമാനു ബിഹിമാ അൽ ഈമാനു ബിഹിമാ കുഫുറുൻ വത്തസ്ദീഖു ബിഹിമാ. അപ്പൊ ഞാൻ അവനോട് പറയാം, ശരിയാണ് ഈ പറയണേ, സത്യസന്ധനാണ്. ആര്? അബൂബക്കർ അസ്ദിഖ് പറഞ്ഞില്ലേ നബി പറഞ്ഞപ്പോ? അദ്ദേഹം അത് പറഞ്ഞോ? പോയി ഇസ്രാ ഉണ്ടായി, മിഅ്റാജ് ഉണ്ടായി, അങ്ങോട്ട് പോയെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? അത് സത്യപ്പെടുത്തുന്നു. അതാണ് തസ്ദീഖ്, ഇതാണ് ഈമാൻ. ഇനി നോക്ക്, രണ്ടാമത്തെ ഇനം കേട്ടോളൂ സർ. രണ്ടാമത്തെ ഇനം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുമോ? ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. എൻ്റെ നാട്ടിൽ സാറേ ഒരാൾ വരികയാണ്, ഒരു പെണ്ണ് പറയാം, നിങ്ങളല്ലേ ഈ സിഹറൊക്കെ നിഷേധിച്ച് നടക്കുന്നത്? അപ്പുറത്തുള്ള താത്ത എന്ത് ചെയ്തിട്ടുണ്ട്? അവിടുത്തെ ഒരു വല്യമാനെ വകവരുത്താൻ വേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ വന്നാൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ്, വെല്ലുവിളിച്ചിട്ടുണ്ടെന്നാണ്. താത്താർ തമ്മിലുള്ള വിഷയമാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞാൽ ചെന്നിട്ട് എന്താ ചെയ്യാൻ നോക്ക്. അങ്ങനെ ഈ പെണ്ണിനെ അവർ സാഹറിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി, ഇതൊക്കെ ചെയ്യുന്ന പറഞ്ഞില്ലേ, അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരൊരു ഗുളിക കൊടുത്തു. ഈ വല്യമ്മ ഗുളിക കുടിക്കലുണ്ട് ചോദിച്ചു. എന്നാൽ ഒരു ഗുളികയും കൊണ്ട്, അതാ ഇന്ന സമയം തന്നെയാണ്, ഗുളികയും കൊണ്ട് വരുകൊണ്ട് പറഞ്ഞു. ഒരു കാപ്സൂൾ കൊണ്ടുപോയി കൊടുത്തു വല്യമ്മാൻ്റെ. ഈ വല്യമ്മാൻ്റെ ഗുളിക കൊണ്ടുപോയി കൊടുത്തിട്ട് അവരതിലെന്തോന്നും ഇങ്ങനെ മന്ത്രിച്ചൂതി ഇവരെടുത്ത് ഇങ്ങോട്ട് തന്നെ കൊടുത്തുവിട്ടു. ഇത് കൊടുത്താൽ മതിയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പോയതുള്ളതുകൊണ്ട് ഈ ഗുളിക എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാനതൊന്ന് തുറന്നു നോക്കിയപ്പോൾ ഇവർ കൊണ്ടുപോയപ്പോൾ ഉമ്മ കുടിക്കുന്ന ഗുളിക കൊണ്ടുപോയത്. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഇവരിങ്ങനെ ഊതിയിട്ടുള്ളൂ, മുന്നിൽ തന്നെ മാറ്റിയത് അറിഞ്ഞില്ല. തിരിച്ചു കൊണ്ടുവന്ന് ഞാനങ്ങനെ പൊളിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് മുടി വെട്ടിയാൽ കിട്ടുന്ന ചെറിയ കുറ്റിമുടികളുണ്ട്, നിറയെ മുടി കുറ്റിമുടി നിറച്ച് വെക്കുക. ഉറപ്പല്ല വല്യമ്മേൻ്റെ അകത്തത് ചെന്ന് കഴിഞ്ഞാൽ അത് എന്തായി പോവും. അങ്ങനെയുള്ള ഹിദ് ആ തഫ്സീറാണതേ. ബിൻ ആഷൂറിൻ്റെ തഫ്സീർ എടുത്ത് വായിക്കുകയും ഫലഖ് നാസ് പറയുന്നിടത്ത് നഫാസാത്ത് ഫിൽ ഉഖദിൽ തംബീഹാണെന്നാ. നിങ്ങളപ്പോൾ കണ്ടിട്ടില്ല ഇങ്ങനെ സാധനം? ഞാനായി പറയുന്നത് കേട്ടോ, തംബീഹാണ്. അതെന്താണ്? തഹീലാണ്, അത് നമീമത്താണ്. അതാണ് മുഫസ്സിറുകൾ പറഞ്ഞത്. അപ്പോൾ അല്ലാണ്ട് അവിടെ ശൈത്താൻ വന്നു, ശൈത്താൻ ഹാജരായി, ചോദ്യത്തിന് ഉത്തരം കിട്ടി എന്ന് പറഞ്ഞാൽ, ചോദ്യത്തിന് ഉത്തരം കിട്ടി എന്ന് പറഞ്ഞാൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണ്. അത് പറഞ്ഞ ഒരാളെ നിങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ എൻ്റെ മുന്നിൽ, വേറെ ഒരാളെയും കണ്ട, കുട്ടികൾ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പം അൽഹംദുലില്ലാ നമ്മൾ ചോദിച്ചതായാലും ആയത്തില്ല. പിന്നെ ആയത്തോതി മൂപ്പര് അങ്ങനെ 5 കഴിഞ്ഞിട്ടങ്ങ് കാത്തിക്കുക, അതല്ലല്ലോ വേണ്ടത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആയത്തിന് നിങ്ങൾ പറഞ്ഞ അർത്ഥം ആര് വെച്ചു? ഇത് വിശ്വസിച്ചാൽ കാഫിറും മുശ്രിക്കുമാകും എന്ന് ആര് പറഞ്ഞു? ഒരാളും പറഞ്ഞിട്ടില്ല. യുക്മിനു ബിൽ ജിബ്തി നിങ്ങൾ പറഞ്ഞ അർത്ഥമേ അല്ല. അതാ പറഞ്ഞ അവിടെ മുസദ്ദിഖാണ്. ആ മുസദ്ദിഖ് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു. ആ നേരത്തെ പറഞ്ഞത് ആ മുസദ്ദിഖ് എന്താ? ഇഖ്റാറ്, സിഹിറിനെ അംഗീകരിക്കുക. സിഹിർ ചെയ്യാൻ പറ്റില്ല പറയാ. ദഹ്ലവി നമ്മൾ വായിച്ചു, മുബാഹാണെന്ന് പറയുക, ജായിസാണെന്ന് പറയുക, അതാണ് ഇഖ്റാറ്, അതാണ് തസ്ദീഖ്. അത് പറഞ്ഞാൽ ഓന് ശപിക്കപ്പെട്ടവരാണ്, സംശയമൊന്നുമില്ല. അതാ മുസദ്ദിഖും ബി സിഹിർ. അതാ പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റുങ്ങൾ പറഞ്ഞാൽ സിഹിറിനെ ഹഖീഖത്തുകൊണ്ട് പറയാനുള്ള ഉദ്ദേശമെന്ന് ആര് പറഞ്ഞു? അത് ഞാൻ പറയാം. നിങ്ങൾ സമയവനസ്ഥത ഞങ്ങൾ വായിക്കാൻ കഴിയില്ല. അതേപോലെ നേരത്തെ ഞാൻ 5 വായിക്കാൻ പറയും കൊണ്ട്. ഒന്ന് ഇമാം ദഹബി ഇഷാമിനെ കുറിച്ച് പറഞ്ഞു, കെല്ലാബ് എന്ന പ്രയോഗം നിങ്ങൾ പറഞ്ഞു. അത് നിങ്ങൾ വായിച്ചേ പറ്റൂ. പക്ഷെ അത് പൂർണ്ണമായും വായിക്കണം. അതേപോലെ മറ്റൊന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഇവിടെ വായിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടതാണ്, അത് നിങ്ങൾ വായിക്കാതെ പോകാൻ പറ്റൂല. അതും വായിച്ചു. ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ സിഹിർ ചെയ്യുന്ന ആളെ നിസ്കരിക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ കൊടുത്ത ഫത്വ, ആ ഫത്വ നിങ്ങൾ കട്ടുവായിച്ചിരിക്കുന്നു. അവിടെ ആ ഫത്വ പൂർണ്ണമായും വായിക്കാമോ? വായിച്ചാൽ നിങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ ഉത്തരം എടുക്കാൻ പൊളിഞ്ഞാണ്ട് പോകും. അത് നിങ്ങൾ വായിക്കുക. ഷെയ്ഖ് ഇസ്ലാമിൻ്റെ കിതാബ് ഞങ്ങൾക്ക് പെടുത്ത നിങ്ങൾക്ക് അങ്ങനെ തിരിച്ചു തന്നു. അത് നിങ്ങൾ വായിക്കാതെ പോകാൻ പറ്റൂല. സഈദിയെ പറഞ്ഞു 4-മത്, അത് നിങ്ങൾ വായിക്കണം, അത് വായിക്കാതെ വെക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞേ പറ്റൂ. 5-മത് സിഹിറിന് ഹഖീഖത്തില്ല എന്ന് അബൂ ജഅഫർ തൊബരി പറഞ്ഞത് എവിടെ? അത് വായിക്കി. അതാ വായിക്കേണ്ടത്. നിങ്ങൾ അബൂ ജഅഫർ തൊബരിയാണോ അബൂ ജഅഫർ ത്വഹാബിയാണോ ഉറപ്പില്ല. അബൂ ജഅഫർ തഫ്സീർ പറഞ്ഞാൽ തൊബരിയാണ്, അഖീദിൽ അബൂ ജഅഫർ എന്ന് പറഞ്ഞാൽ അത് ത്വഹാബിയുമാണ്. ഇങ്ങനെ മനസ്സിലായിക്കോളി. അതുകൊണ്ട് ആ 2 ചോദ്യം ബാക്കി.
ഈ പറയപ്പെട്ട ലിസ്റ്റ് ഞാൻ വായിച്ചു. ഈ ഇമാമിങ്ങൾക്ക് കുഫ്റും ശിർക്കും പ്രചരിപ്പിച്ചു പറയുമോ? രണ്ടാമത്തെ ചോദ്യം അതായിരുന്നു, പറഞ്ഞിട്ടില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ 2 ചോദ്യം, 5 കിതാബ് വായിക്കാൻ. നിങ്ങൾ വായിക്കണം, ഇനി വായിക്കാതെ പോകരുത്. മൂന്നാമത്തെ ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്. ഇനി കേട്ടില്ലെന്നൊന്നും പറയണ്ട, വ്യക്തമായി ചോദിക്കുന്നു. ഹിഷാം ബിൻ ഉർവയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ, ഹിഷാം ബിൻ ഉർവ മുദല്ലിസാണ്, ഹിഷാം ബിൻ ഉർവ കല്ലാബാണ് എന്നൊക്കെ പറഞ്ഞു. ഹിഷാം ബിൻ ഉർവ ഹദീസിൽ സ്വീകാര്യനല്ല എന്ന് രേഖപ്പെടുത്തി വെച്ച ഹദീസ് വിഷയത്തിൽ ഹിഷാം ബിൻ ഉർവ സ്വീകാര്യനല്ല എന്നും ഹിഷാം ഉള്ളത് കൊണ്ട് ഒരു ഹദീസ് തള്ളേണ്ടതാണ്, സ്വീകരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ ഒരു ഹദീസ് നിദാനശാസ്ത്ര പണ്ഡിതനെ ഉദ്ധരിക്കാമോ? അതിൻ്റെ കൂടെ തന്നെ ഹിഷാമും ഉർവയും ഇല്ലാത്ത ഹദീസുകൾ സിഹർ വിഷയത്തിൽ തരാം, നിങ്ങൾ അംഗീകരിക്കുമോ? ഒന്ന്, ഹിഷാമിനെ കുറിച്ച് ഹിഷാം ഹദീസിൽ സ്വീകാര്യനല്ല എന്ന് പറഞ്ഞു. കാരണം എന്താണോ? ഇഹ്തജ ബിഹി ജമീഉൽ അയിമ്മ. അബ്ദുൽ ഹമീദ് മദീനി കട്ടുപോയ ഇബാറത്ത്. ഇഹ്തജ ബിഹി ജമീഉൽ അയിമ്മ, എല്ലാ ഇമാമികളും തെളിവാക്കി എന്ന് പറഞ്ഞ ഹിഷാം, ഫത്ഹുൽ ബാരിയ പറഞ്ഞത്. ആ ഹിഷാമിനെ കുറിച്ച് ഹദീസിൽ സ്വീകാര്യനല്ല എന്ന് പറഞ്ഞ ഒരാളെ കാണിക്കാൻ പറ്റും? അസ്കലാനിയാണ് മുദല്ലിസ് പറഞ്ഞത്. ആ അസ്കലാനിയാണ് ഇഹ്തജ ബിഹി ജമീഉൽ അയിമ്മ എന്ന് പറഞ്ഞത്. ആ അസ്കലാനി എവിടെ പറഞ്ഞു? പറയും തബക്കാത്തുൽ മുദല്ലിസീനിലെ 1ാമത്തെ തബക്കയിൽ ഹിഷാമിനെ കുറിച്ച് പറഞ്ഞ് വായിക്കാൻ പറ്റും നിങ്ങൾക്ക്? എന്നാൽ അതും നിങ്ങൾക്ക് വായിക്കാം. 6ാമത്തെ മണി അതൊന്നും തരാം, അത് മണി 6 ടെസ്റ്റ് തരാം, എന്നാലും വേണ്ടില്ല, അത് വായിക്കണം. അതുകൊണ്ട് ഹിഷാമിനെ കുറിച്ച് ഹദീസിൽ അദ്ദേഹം സ്വീകാര്യനല്ല എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ ഉദ്ധരണി വായിക്കുക. ഹിഷാം ഇല്ലാത്ത റിപ്പോർട്ട് തരാം സിഹറിന്റെ വിഷയത്തിൽ, അത് അംഗീകരിക്കുമോ എന്നും നിങ്ങൾ പറയുക. വേറെ വെറുമർത്തനം പറയരുത്, കുട്ടികളൊക്കെ പിന്നെ പഠിപ്പിച്ചോളാം. ഇപ്പം ഉത്തരം പറയും. മൗലവിയും അസ്സലാമു അലൈക്കും. എന്നാ എഴുതിക്കോളൂ, നോട്ട് ചെയ്താണ്. സിയറു അഅ്ലാമിൻ നുബല റഹബിൻ്റെതാണ്, 7ാമത്തെ വാളിയാണ്. സൊഫ 38 കേട്ടല്ലേ? കാലൽ ഖത്തീബു അംബഅന അൽ ബർഖാനി കാണുന്നുണ്ടോ? ഹദ്ദസനി മുഹമ്മദ് ബിൻ അഹ്മദ ഇബിനി മുഹമ്മദിൻ ഇബിനി അബ്ദുൽ മാലിക് അൽ ആദമി ഹദ്ദസന മുഹമ്മദ് ബിൻ അലി അൽ ഇയാദി ഹദ്ദസന സക്കരിയ ഷാജി ഹദ്ദസനി അഹ്മദ് ബിൻ മുഹമ്മദ് അൽ ബഗ്ദാദി ഹദ്ദസന ഇബ്രാഹിം ബിൻ മുൻസിർ ഹദ്ദസന മുഹമ്മദ് ബിൻ ഫുലൈഹിൻ. കാണുന്നുണ്ടല്ലോ അല്ലേ? കാല, അദ്ദേഹം പറഞ്ഞു. സനത് ഇങ്ങനെ പറഞ്ഞിട്ട് പറയണേ, കാല അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? മൂസ എഴുതണില്ല, നോട്ട് എഴുതണില്ല. ഹദ്ദസനി ഹിഷാം. എന്താ എന്നോട് ഹിഷാം പറഞ്ഞത്? കാലലി മാലിക് ഹിഷാം ബിൻ ഉർവ കദ്ദാബുൻ. കാല അഹമ്മദ്. ഈ അഹമ്മദ് ആണ് വഹുവ അൽ അസ്റം. ക്ലിയർ അല്ലേ? എന്താ പറഞ്ഞത്? ഹിഷാം ബിൻ ഉർവ കദ്ദാബ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ സായിക്ക് അറിയും, കുട്ടികളെ ഏതായാലും കേൾക്കില്ല. ഡ്രൈവറെ സായിക്ക് അറിയും. ഡ്രൈവർ ജോലി ചെയ്യുന്നവനെ സവ്വാക്ക് അറിയും. ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ വണ്ടി ഓടിച്ച് വന്നാൽ ഞാൻ സായിക്കാണ്, ഞാൻ ആ പണി എടുക്കുമ്പോൾ ഞാൻ സവ്വാക്കാണ്. അതൊക്കെ പറപ്പൂര് പറഞ്ഞു തന്നാ. ഓക്കെ. ഇന്ന പോലെ ഇവിടെ കാദിബ് കദബ കദബ അല്ലെ, കദബിൻ്റെ കാദിബല്ല കദാബ്. ഇതൊന്നും അങ്ങനെ പച്ചിൽ വിളിച്ച് പറയണ്ട, മനസ്സിലായില്ലേ? മനസ്സിലാക്കി വെച്ചോ. ഇനി ആയിഷ ബീവിനെ 6ാം വയസ്സിൽ കല്യാണം കഴിച്ചു എന്നും ഖുർആനിൽ തെറ്റ് ഒന്ന് സെർച്ച് ചെയ്തൊക്കെ കിട്ടും. എങ്ങനെയാണ് ചില തെറ്റുകളൊക്കെ സംഭവിച്ചത്, ഭാഷാപരമായ ഗ്രാമർ മിസ്റ്റേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി എനിക്ക് പറഞ്ഞു തന്നു. അത് വഹി എഴുതുന്ന ആളുകൾ അവർ എഴുതിയപ്പോൾ തെറ്റിയതാണെന്ന് ആയിഷ ബീവി പറഞ്ഞു എന്നാ. വിശ്വസിച്ചാൽ പിന്നെ ആരാ? അപ്പോൾ ഹിഷാം ബിൻ ഉർവ, ഇനി അദ്ദേഹം ഇത് പറഞ്ഞോ, അദ്ദേഹത്തിൻ്റെ പേരിൽ വെച്ച് കെട്ടിയോ എന്നൊന്നും നമുക്കറിയില്ല. നിങ്ങൾ ഹദീസ് ഹിഷാമിൻ്റെ അല്ലാത്ത തരാമെന്നാണോ? മൊത്തത്തിന് പറഞ്ഞോളാം എന്തൊക്കെ അതിലുള്ളത്. നബിക്ക് കണ്ണിൻ്റെ കാഴ്ച പോയി, നബിക്ക് തിന്നാൻ പറ്റിയില്ല, നബിക്ക് കുടിക്കാൻ പറ്റിയില്ല, നബിക്ക് ഭാര്യമാരോട് ബന്ധപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ 6 മാസം അലഞ്ഞു. അല്ല, ഒരു കൊല്ലാണെന്നാണോ മറ്റിലുള്ളത്? എന്നിട്ട് ഈ മറ്റേ ലബീദിനെ കൊന്നു എന്നാണോ, കൊന്നില്ല എന്നാണോ? അപ്പോൾ മത്തിന് വായിക്കണം എന്നാണ് എന്തായാലും ഇല്ലെന്ന് അറിയണ്ടേ, എന്നാലല്ലേ വിശ്വസിക്കുക. അത് നിങ്ങളാണ് പറഞ്ഞ മാതിരി ലബീദിന് വന്നു, ഇങ്ങോട്ട് ഹാജിറായി എന്നിട്ടാണ് ചെന്നു ആ ഷെയ്ത്താൻ, എന്നിട്ട് നബിനെ കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിക്കുക. അത് വിശ്വസിക്കണോ? നിങ്ങൾ പറപ്പൂൻ്റെ അടുത്ത് ഇരുന്ന് പഠിച്ചാൽ മതി. വമാ അൻസല നേരത്തെ വായിച്ചില്ലേ? അലാ മലക്കേനി ബി ബാബിലെ ഹാറൂത്ത മാറൂത്ത എന്നൊക്കെ അവിടെ ആ തഫ്സീർ. ആ ഗൾഫ് പോയി
അതിൻ്റെ അടിയിൽ ഫുട് നോട്ടൊക്കെ വരുന്നതിന് മുമ്പ് പർപ്പൂര് എഴുതി അർത്ഥം ഉണ്ടായില്ല. കുറച്ച് ഗൾഫിൽ നിന്ന് പ്രിൻറ്റ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ സിഹറൊക്കെ അതിൽ കൂടിയിട്ടുണ്ട്. ഓക്കെ, പഴയ കോപ്പിയിൽ മാ ഉൻസില എന്നുള്ളിടത്തെ അമ്മാനുവലി പറഞ്ഞല്ലോ, അവിടെ മാ നഫീന് കൊടുക്കുന്നതിനേക്കാൾ നല്ല എന്താണ് മൗസൂലാക്കലാണ്. പർപ്പൂർ എങ്ങനെ അർത്ഥം കൊടുത്ത്? മൗസൂലിൻ്റെ അർത്ഥം കൊടുത്തു. എങ്ങനെ മൗസൂലിൻ്റെ അർത്ഥം കൊടുത്ത്? മാ എന്ന് പറഞ്ഞാൽ അതാ എന്തിനാ കൊടുത്തതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് കൊടുത്തത്? ഒത്തബഉ അവർ പിൻപറ്റി മാ തത്തുലു ഷയാത്തീൻ അലാ മുൽക്കി സുലൈമാന, അവിടേക്കാണ് അത്തുഫ് കൊടുത്തു. ഒത്തബഉ അവർ പിൻപറ്റി. വമാ ഉൻസില ഇറക്കപ്പെട്ടു എന്ന് പിശാചുക്കൾ പറഞ്ഞു നടക്കുന്നത് ബാബിലോണിയയിലെ ഹാറൂത്തിനും മാറൂത്തിനും ഇറക്കപ്പെട്ടു എന്ന് അതിന് ബ്രാക്കറ്റിൽ കൊടുത്തു മൗസൂലാക്കിയിട്ട്. എന്ത്? പിശാചുക്കൾ പറഞ്ഞു നടക്കുന്നതിനെ പിൻപറ്റുകയും ചെയ്തു കൊടുത്തു. മാലിക് ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, ഞാൻ മാലിക് വിളിക്കാൻ എൻ്റെ സ്റ്റുഡൻറ്റ് നിലക്കാണ്. അങ്ങനെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ബ്രാക്കറ്റാണ് കൊടുത്തു. ചോദ്യത്തിന് ഉത്തരമാണ് ഈ പറഞ്ഞത്, വായിച്ചു തന്നു. ഇനി ചോദ്യത്തിനുള്ള ഉത്തരതാ കേട്ടോളൂ സർ, കേട്ടോളൂ കേട്ടോ. ഒരാൾ ഇത്രയൊക്കെ സനദിനെ കുറിച്ച് വിമർശിച്ചാൽ, ഞങ്ങളോട് നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു ഹീദൂനി പറഞ്ഞപ്പോൾ, നബിക്ക് സിഹർ വലിക്കൂലെന്ന്. വലിക്കാൻ നിങ്ങൾക്ക് എന്ത് കൈത്, സിഹർ മാത്രമല്ല എന്ത് കുതന്ത്രമാണെങ്കിലും ജിന്നിനെ ഷെയ്ത്താനി ചെയ്ത് നടത്തിക്കൊന്ന് നബി വെല്ലുവിളിച്ചു, ഖുറാനിലൂടെ വെല്ലുവിളിച്ചു. എന്നിട്ട് ഫൈസൽ ഉസ്താദ് പറയാം ഷെയ്ത്താൻ വന്നു ഹാളിറായി സിഹർ ചെയ്തു എന്ന് പറഞ്ഞാൽ പിശാചി പോയിട്ട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണോ? എന്ന പോലെ സനദിൽ ഇത്രയും കള്ളം പറയുന്ന വിഷയങ്ങൾ, കാര്യങ്ങൾ ചെറിയ മുട്ട ഞങ്ങളെ പഠിപ്പിച്ചു. അതിവിദൂരമായ സാധ്യതയാണ് അതിലുള്ള. നമ്മൾ അതിവിദൂരമായ സാധ്യത തേടിപ്പോയതാണ്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. മനസ്സിലായില്ലേ? അതിവിദൂരം തേടിയപ്പോൾ പ്രശ്നം പറ്റിയത് അവിടെ നിങ്ങൾ അതിനപ്പുറത്തേക്കാണ് പോയി, അതിനും അപ്പുറത്തേക്ക് പോയി. അതിന് പർപ്പൂരിനെ പറ്റി നിങ്ങൾ മതിപ്പുണ്ട്, പക്ഷെ പർപ്പൂരിന് നിങ്ങളെ പറ്റി യാതൊരു മതിപ്പില്ല. ഇവിടെ ഇന്നലെ കുറച്ച് കാര്യം പറഞ്ഞിട്ട് ഇവിടെ പറയാൻ പറ്റില്ല നിങ്ങളെ പറ്റിയൊക്കെ. അപ്പോൾ ഏതായാലും പർപ്പൂരത്ത് വന്ന് പഠിക്കണമെന്നല്ല, ഞങ്ങളൊക്കെ പർപ്പൂരിപ്പം കൂടിയപ്പോൾ അൽഹംദുലില്ലാഹ് നല്ലൊരു ചേരും കോലും ആയിക്കോട്ടെ. നമ്മൾ ജാമ്യത്തിൻ്റെ വക്കീലാണ്, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ആമീൻ. നമ്മുടെ പണ്ഡിത സഭൻ്റെ പ്രസിഡന്റുമാണ് അൽഹംദുലില്ലാഹ്. ഇനി ഏതെന്നാലും ഇപ്പം മൂപ്പര് വായിച്ചു അൽഹംദുലില്ലാഹ്. ഇമാം ദഹബി പറഞ്ഞിരിക്കുന്നു എന്ത്? ഹിഷാം ഇബ്നു ഉർവ കദ്ദാബുൻ എന്ന് സനദടക്കം വായിച്ചു. ഇനി മൂപ്പര് പറഞ്ഞെന്താ? മറ്റേ ഹദീസ് ചോദിച്ചു ഹിഷാമില്ലാത്തതിലാണിപ്പോൾ മത്തിന് നോക്കുന്ന സനദ് വായിക്കാൻ പറ്റും അറിയാത്ത കളഞ്ഞപ്പോൾ മത്തിന് നോക്കുന്നത്. സനദ് അങ്ങനെയല്ല വായിക്കൽ, അത് നിങ്ങൾ ഇനി വേറെ പഠിച്ചോളി. സനദ് വായിക്കാൻ ഒരു നിയമമൊക്കെ ഉണ്ട്, ആയിക്കോട്ടെ. എന്നിട്ട് എന്തെങ്കിലും അടുത്ത വാചകം നിങ്ങൾ വായിക്കാതിരുന്നത്? അതെന്തെങ്കിലും കട്ടത്? അതാ ഞങ്ങൾക്കിത് അറിയാം, അതുകൊണ്ട് ഞങ്ങൾ വായിപ്പിച്ചത്. എന്താണ്? ഹിഷാമിന് ഉർവ കദ്ദാബുൻ എന്ന് ഖാലലീ മാലിക്കുൻ, എന്നോട് മാലിക് പറഞ്ഞു എന്നൊരാൾ പറയാണ്. അത് ദഹബി ഉദ്ധരിക്കുകയാണ്. ഒരാൾ പറഞ്ഞു, ദഹബി ഉദ്ധരിക്കുന്നു. എന്നിട്ട് ഖാല അഹ്മദു വഹുവൽ അസ്റമു ഇൻഷാ അല്ലാഹ്, അഹ്മദുൽ അസ്റം പറഞ്ഞു ഇതിനെ പറ്റി. അത് കട്ടതാണ്. ഫസഅൽതു യഹ്യ ഇബ്ന മഈൻ, ഹദീസ് രംഗത്തെ അധികായകനായ യഹ്യ ഇബ്നു മഈനോട് ഞാൻ ചോദിച്ചു ഇതിനെക്കുറിച്ച്. ഫഖാല, അടുത്ത വാചക തൊട്ടടുത്ത വാക്ക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ത്? അസാ അറാദ ഫിൽ കലാം, ഒരു പക്ഷെ സംസാരത്തിൽ കളവ് പറയുമെന്ന് ഉദ്ദേശിച്ചതായിരിക്കാം. അമ്മാ ഫിൽ ഹദീസി, അമ്മാ ഫിൽ ഹദീസി എന്ന ഹദീസിലാവട്ടെ ഫസിഖത്തുൻ, അദ്ദേഹം വിശ്വസ്തനാണ്, സ്വീകാര്യനാണ്. എവിടെ? നിങ്ങൾ വായിച്ചിൻ്റെ തൊട്ടടുത്ത വാചകം. ഇതിനാണ് കക്ക എന്ന് പറയാം. മക്കസഭ കട്ടു, അതേപോലെ നമ്മളെ സംഘടന മൊത്തം കട്ടു, ഷബാബ് കട്ടു, ഇപ്പം ഇതാ കിതാബ് നിന്നും കട്ടു. ഇതാണ് കദ്ദാബ്. എന്നിട്ട് പറയാം ഓഹോ മിന റുവാത്തി അൻഹു. കണ്ടോ? എന്തുകൊണ്ട് ഇത് പറഞ്ഞതാരാ? കദ്ദാബ് പറഞ്ഞാരാ? മാലിക്കാണ്. ഓഹുവ, ആ ഇമാം മാലിക് മിന റുവാത്തി അൻഹു, ഈ ഷാമെന്ന് റിവായത്ത് ചെയ്ത ആളാണ്. പിന്നെ ഇങ്ങനെ പറയാന്ന്. കണ്ടോ? ഇങ്ങനെ കിതാബ് വായിക്കരുത്. കിതാബ് ഇങ്ങനെ കട്ട് വായിക്കതല്ല. ഇമാം മാലിക് ഈ ഹിഷാമെന്ന് ഉദ്ധരിച്ച ആളാണ്. പിന്നെ ആ മാലിക് എങ്ങനെ ഇത് പറയും? അതുകൊണ്ട് ഇമാം മാലിക് പറഞ്ഞെങ്കിൽ തന്നെ അത് ഇതായിരിക്കും. ഇനി പറഞ്ഞിട്ടുണ്ടോ? അടുത്ത വീണ്ടും പറയുന്നു. ആ പറഞ്ഞ എന്താണ്? ഖാദിൽ ഖത്തീബ്, താഴത്ത് നോക്കി. അമ്മാ കലാമു മാലിക്കിൻ, ഈ ഇമാം മാലിക്കിന്റെ ഈ സംസാരം ഫിബ്നി ഇസ്ഹാഖ് ഫമശ്ഹൂറൻ വഅമ്മാ ഹികായത്തു ഇബ്നു ഫുലൈഹിൻ അൻഹു ഫീ ഹിശാം ബിൻ ഉർവ, ഹിശാം ബിൻ ഉർവയെ കുറിച്ച് ഇമാം മാലിക് പറഞ്ഞു എന്ന് ഇബ്നു ഫുലൈഹി പറഞ്ഞല്ലോ, അത് ഫലൈസത്ത് ബിൽ മഹ്ഫൂള, അത് മഹ്ഫൂളായതല്ല, അതങ്ങനെ കൃത്യമായി സ്ഥാപിക്കപ്പെട്ടതല്ല. വറാവിഹി അൻ ഇബ്നു മുൻദിർ ലാ യുറഫു, ഐ റാവി ലാ യുറഫ്, അറിയപ്പെടാത്ത ആളുമാണ്. എന്നിട്ട് ഇതാണ് ഇപ്പം വലിയ തെളിവ്. ഇമാം ബുഖാരി പറഞ്ഞ ഹദീസ് തള്ളാൻ മഹറൂഫ് അല്ലാത്ത, എവിടുന്ന് കിട്ടിയെന്ന് അറിയാത്ത ഒരു മഹറൂഫായ ആൾ പറഞ്ഞ ഒരു വാക്ക്, അതും ഇമാം മാലിക്കിന്റെ പേര്. ആ ഇമാം മാലിക്കോ
തൻ്റെ മുഹത്തയിൽ 8ാമത്തെ ഹദീസായിട്ട് ഈ ഹിഷാമിൻ്റെ ഹദീസ് കൊണ്ടുവന്നു. 139 സ്ഥലത്ത് ഇമാം മാലിക് ഹിഷാമിന് ഹദീസ് ധരിച്ചു. എന്നിട്ട് നിങ്ങളൊരു വാചകം എടുത്തിട്ട് പറയാ കല്ലാബ് എന്നുണ്ട്, ഇതിനാണ് കല്ലാബ് എന്നറിയാം. ഞാൻ അതങ്ങോട്ട് വായിക്കാൻ പറഞ്ഞു, ഒന്ന് വായിച്ചു, ബാക്കി നിങ്ങൾ വായിക്കി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഫൗസാന് വായിക്കാൻ പറഞ്ഞു, വായിച്ചാൽ ഇതേപോലെ കിട്ടും. എന്നിട്ട് അതിന് പറഞ്ഞ അവസാനം ഇമാം ദഹബി വിധി പറയും. നേരത്തെ പറഞ്ഞ എന്താണ്? കല്ലാബാണ് ഇമാം ദഹബി പറഞ്ഞു എന്നാണ്. ഇതൊക്കെ ചർച്ചയ്ക്ക് കൊണ്ടുവന്ന ഇമാം ദഹബി അവസാനം അദ്ദേഹത്തിന് കുൽത്തു, ഞാൻ പറയുന്നു. ആര്? ഇമാം ദഹബി. കുൽത്ത് ഇമാം ദഹബി പറയുന്നു അതന്നെ ഫഹിയ നിങ്ങൾ ഈ കഥ ഉണക്കെ പറഞ്ഞിട്ട് ഇനി പൈമ കേൾക്കുക. ഫഹിയ മർദൂദത്തുൻ, ഈ റിവായത്ത് ഇത് വിളക്കും. കാരണം ഇമാമിങ്ങളെ പേര് നുണ പറയുമ്പോൾ അത് പ്രശ്നം തന്നെയാണ്. അതന്നെ അത് വർക്കതക്കില്ല, അതൊരു വികാരമാണ്. ഇമാമിങ്ങൾ കിതാബിൽ കട്ട് വായിക്കുക, ഇല്ലാത്ത പറയാം. ഇമാം ദഹബി പറയാം ഫഹിയ മർദൂദ്, ആ റിവായത്ത് മർദൂദാണ്. ഇമാം മാലിക് പറഞ്ഞു എന്ന റിവായത്ത് മർദൂദാ, സ്വീകരിക്കാൻ തള്ളപ്പെടേണ്ടതാണ്. അതാണ് നിങ്ങൾ വലിയ കാര്യമായിട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, അലി മദനി ഷബാബിൽ എഴുതിയ ലേഖനം. അലി മദനി ഷബാബിൽ എഴുതിയ ലേഖനം പ്രവാചകന് മരണം ബാധിച്ച് അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്ന റിപ്പോർട്ടുകളിൽ ഉള്ളത്. ഞങ്ങൾ പറയുന്നു ഇങ്ങനെ ഒരു റിപ്പോർട്ടിലുമില്ല. ഇത് നിങ്ങൾ ശുദ്ധമായ കളവെഴുതിയതാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ, ഹദീസുകളെ പേരിൽ, അത് ഉദ്ദേശിച്ച ഇമാമിങ്ങളെ പേരിൽ ശുദ്ധമായ കളവ്. ഈ ഇരിക്കുന്ന അലി മദനി അദ്ദേഹം ഷബാബിലൂടെ പച്ചക്കളവ് എഴുതി വിട്ടതാണ്. ഇല്ലെങ്കിൽ ബാധ്യതയുണ്ട്. ഇത് എവിടെയുള്ളത്? സിഹർ ബാധിച്ച് നബിതങ്ങൾക്ക് ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്ന് ഏത് റിപ്പോർട്ടിലാണ് ഉള്ളത്? അത് നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നേരത്തെ 6 കിതാബ് വായിക്കാൻ പറഞ്ഞു. 1 നിങ്ങൾ കട്ട് വായിച്ചു, ബാക്കി 5 കട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. അത് വായിക്കേണ്ടതാണ്. അപ്പോൾ അലിമദനിൻ്റെ പേരിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു 10 മിനിറ്റ് തന്നാൽ അദ്ദേഹം വായിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിച്ചു തെളിയിക്കും. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. എന്തൊക്കെയാണ് ഉള്ളത്, ഹദീസിൽ എന്തൊക്കെ ഉള്ളത് എന്നുള്ള കൃത്യമായിട്ട് ഞാൻ വായിച്ചു കേട്ടോ. മത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ. ഇനി എന്നോട് വായിക്കാൻ പറഞ്ഞ സമയം 5 മിനിറ്റ് തന്ന് ബെല്ലടിച്ച് നിർത്തിയാൽ കിതാബ് കംപ്ലീറ്റ് ചെയ്യാൻ വായിക്കുമോ? അതാ അല്ലേ, അതുകൊണ്ടാണ് വായിച്ചു വെച്ചത്. ഇമാം മാലിക് ആരെ കുറിച്ച് പറഞ്ഞു? ഹിഷാമിനെ കുറിച്ച് കദ്ദാബ് എന്ന് പറഞ്ഞു. സിയറ ആയാലും എഴുതിക്കോ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. മോനോട് എഴുതിയെടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. സിയറ ആയാലും നുബലായിൽ ദഹബി പറഞ്ഞു എന്ന്. മനസ്സിലായില്ലേ? പിന്നെ എന്നിട്ട് തിരിച്ചു കേട്ടോളൂ. ഹലോ, ഓക്കെ. എന്നിട്ട് ഈ ഹിഷാമിൻ്റെ ഒരു ഹദീസും കൂടെ ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഖുറാനിൽ വന്ന തെറ്റുകളെ കുറിച്ചും പറയുന്നുണ്ട്, ആയിഷ ബീവി പറഞ്ഞതായിട്ട്. അപ്പോൾ ഈ ഹദീസും ഒക്കെ ഹിഷാം ഇമാം മാലിക്കും ബുഖാരിയൊക്കെ അദ്ദേഹത്തിന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, ആ പേര് പറഞ്ഞിട്ട് ഇത് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളോട് അകലാടുന്ന കുട്ടികൾ ചോദിക്കുന്നു, നിങ്ങൾ 2 പേരും തന്നെ ഇരിക്കുമ്പോൾ 300 ബി ഹക്കി നബീന അല്ലേ? ഇപ്പം നിങ്ങൾ ഷിർക്കായിട്ട് വന്നിട്ടുണ്ടാവും, ഷിർക്കല്ലാതായി മാറിയിട്ടുണ്ടാവും. ആ വിഷയവുമായി ബന്ധപ്പെട്ട് അകലാടുന്ന AP സുനിയിലെ കുട്ടികൾ ഇങ്ങനെ 40 മാലിക്കിനെ നിങ്ങൾ തള്ളി, സുബിക്കിനെ തള്ളി, സുദിയെ തള്ളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. ആ ശൈലി വേണ്ട. മനസ്സിലായില്ലേ? ഞാൻ ആരെ തള്ളണ്ടേ ഞാൻ പറയും. ഇമാം മാലിക് അതാണ് ഞാൻ തള്ളുന്ന ഇന്നയാളെ ഞാൻ തള്ളിയിരിക്കുന്നു ഞാൻ പറയില്ല. എൻ്റെ പേരിൽ നിങ്ങൾ വെച്ച് കേട്ടണ്ട. ഓക്കെ, ഒന്നും ശൈലിയല്ല, വൈജ്ഞാനികം എന്ന് പറഞ്ഞാൽ വർക്കലല്ല, വൈജ്ഞാനികമാവണം. ദെൻ എന്താണ് പറഞ്ഞത്? ഇമാം മാലിക് കദ്ദാബ്. ഇമാം മാലിക് പറഞ്ഞു. ഇനി അടുത്തത്, ഇമാം മാലിക് ഇദ്ദേഹത്തിൻ്റെ ഹദീസ് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതും കുട്ടികളോട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിൽ പഠിപ്പിക്കരുത്. നബിക്ക് സിഹർ വലിച്ചു എന്നുള്ള ഹദീസ്, ഖുർആനിൽ തെറ്റുണ്ട് എന്നുള്ള ഹദീസ്, ആയിഷ ബീവി 6-ാം വയസ്സിൽ കല്യാണം കഴിച്ചുള്ള ഹദീസ്, ഇതൊക്കെ ഹിഷാമൊന്നും സ്വീകരിച്ചിട്ടുണ്ടോ? അതോ അത് ആദ്യകാലത്തുള്ളതാണോ? ഏതാണ് സ്വീകരിച്ചത്? അത് നിങ്ങൾ വ്യക്തമാക്കണം. എങ്ങനെ? അതെ, ഞാൻ ഉത്തരം പറയണം. അതുകൊണ്ട് ഞാൻ വായിച്ചുതരാം. നീ മലയാളത്തിൽ ചെറുതാക്കി വായിച്ചാലേ പുസ്തകം മുഴുവൻ വായിച്ചിട്ടാന്ന് പറയണത്. ഇതിൻ്റെ ഫോട്ടോ കോപ്പി തരാം. പൗതി വന്നുകൊണ്ട് പൗതി കട്ടു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ ഭാഗങ്ങൾ കേട്ടോളൂ. അലിമദനിയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യം സമയം തരികയാണെങ്കിൽ ആ ഹദീസിൽ വന്നൊക്കെ വായിച്ചു. ഈ ടൈം എന്നാൽ 10 മിനിറ്റ് തരണം. 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഇതൊക്കെ പടം വായിക്കാം. എന്നാൽ ഒന്ന് വായിക്കാം. അടുത്ത സമയം തന്നോ, ഞാൻ സമയം തന്നേ വായിക്കാം. ഇതേ വായിക്കാം. അതാ സിഹിറിലെ 2ാമത്തെ ഷിർക്കിന്റെ രൂപം. മനുഷ്യ ജിന്ന് പിശാചുക്കൾക്ക് ഗൈബ് അറിയുമെന്ന വാദം കൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പങ്കു ചേർക്കലും സിഹിറിൽ ഉൾപ്പെടുന്നു എന്നാണ്. ഉറപ്പല്ലേ? അഥവാ മനുഷ്യ ജിന്ന് പിശാചുക്കൾക്കും മറ്റും ഗൈബ് അദൃശ്യം അറിയാമെന്ന് വാദിച്ച് അത് വിശ്വസിച്ച് പ്രപഞ്ചത്തിലെ
ഗൈബ് അദൃശ്യജ്ഞാനം അറിയുക എന്ന അള്ളാഹുവിന് മാത്രമുള്ള കഴിവിൽ ശിർക്ക് പങ്കു ചേർക്കുന്ന വിശ്വാസമാകുന്നു സിഹർ. കണ്ടോ, ഇത് കുഫുർ, ഓക്കെ, ദുർമാർഗമാകുന്നു. ഇത് ഷേഖ് സ്വാലിഹ് അംഗീകരിക്കുക, അങ്ങനെ മൂളി അംഗീകരിച്ചെന്നാൽ മതി. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് കൂടി നിങ്ങൾ മനസ്സിലോട് വെച്ചാൽ മതി. ഞാൻ പറയുന്നു, ഫൈസൽ മുസ്ലിം പറഞ്ഞ കാര്യം ശരിയാണ്. ലബീദ് സേവ നടത്തി, പൂജ നടത്തി, പിശാജ് അവിടെ വന്നു എന്ന് ഞാൻ വിശ്വസിക്കണോ? പിശാജ് വന്നു എന്ന് ഞാൻ വിശ്വസിക്കണോ? വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. നിങ്ങൾ പറ. കുട്ടികളാകുമ്പോൾ അങ്ങോട്ട് പറയും വേണം. എന്നോട് ചോദിക്കുമ്പോൾ ഹാ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഉത്തരം പറയണം. ഈ പറയുന്ന ഫൈസൽ മുസ്ലിയാർ നിങ്ങൾ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഈ കാക്ക ചോദിക്കുന്ന, ഈ അഷഫ്ക ചോദിക്കുന്ന ചോദ്യത്തിന് എങ്ങനെ ലബീദ് സിഹ്ർ ചെയ്തു എന്ന്. അപ്പോൾ പറഞ്ഞതാണ്, ലബീദ് സേവ നടത്തി, പൂജ നടത്തി, ഷെയ്ത്താൻ ഹാളിറായി. അപ്പോൾ ഒരു മാരണക്കാരൻ്റെ ഭാഗത്ത് നിന്ന് ഇദ്ദേഹം സംസാരിച്ചു. ഫൗസാന്റെ ഫത്വയും പറഞ്ഞു. എന്താണ്? ഫുള്ള് വായിച്ചുതരാം. എന്നാ ഫുള്ള് നിങ്ങൾ വായിച്ചോ? അല്ല, കട്ടവാങ്ങൾ വായിച്ചോ? ആയിക്കോട്ടെ. അദ്ദേഹം പറഞ്ഞു, ഇത് വിശ്വസിക്കുന്നവനും മുസദ്ദിഖ്, അത് തസ്ദീഖ് ചെയ്യുന്നവനും കസാഹിരി, സാഹിറിനെ പോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല കുഫിറാണ്, മുഷിരിക്കാണ്, കാഫിറാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്, മൊത്തം നോക്കി പറയുന്നത് അതുകൊണ്ടാണ്. ഇത് പ്രചരിപ്പിക്കാതെക്കാനാ, കുട്ടികളെ അടുത്ത് ചെല്ലാതിരിക്കാനാ. അപ്പോൾ ഞാൻ ചോദിച്ചല്ലോ, നോക്കേ മോനോ, ഇതുകൊണ്ട് ഇതിനെ പറ്റി കോമാളിത്തം പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഈ പറഞ്ഞ ഫൈസൽ പറഞ്ഞ, നിങ്ങൾ ഉസ്താദ് പറഞ്ഞ, എൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞ ലബീദ് സേവ നടത്തി, പൂജ നടത്തി, അവിടെ ഹാളിറായി ഷെയ്ത്താൻ എന്ന് പൂജിക്കുകയാണ്, പൂജിച്ചിട്ടേ വിടുള്ളത്. ഇത് തീർത്തിട്ട്, കാരണം നിങ്ങൾ പറഞ്ഞത് ആളുകൾ കേട്ടതാണ്. 10 കൊല്ലമായി, തിരുത്തായിരുന്നു. സമ്മേളനം ഇനിയും വരുമല്ലോ, ഇത് ഇനിയും പറയാം, അവസാനം വരെ പറയാനുള്ളതല്ലേ. അത് ഞാൻ വിശ്വസിക്കണമല്ലേ? അതിൽ ഈമാൻ ബിഹി കുഫുറുൻ, ഞാനെ വിശ്വസിച്ച ഞാൻ കാഫിറായില്ലേ? അപ്പൊ പറഞ്ഞോ കാഫിറായില്ലേ? ഇല്ലേ? എന്താ പറയാത്ത, എന്താ മിണ്ടാത്ത? ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഉത്തരം പറയണ്ടേ? അതെ പറയും. അവിടെ നിന്ന് ചോദിച്ചു, മനസ്സിലാവുണ്ടോ? ഇപ്പൊ ലബീദ് പറഞ്ഞ കാര്യം, ലബീദിനെ കുറിച്ച് ഫൈസൽ പറഞ്ഞത്, ഫൈസലിന്റെ ഒരു മാരണക്കാരൻ്റെ ആളായിട്ട് ഞാൻ കാണുന്നു. ഓക്കെ, നമീമത്തിന്റെ ആളായിട്ട് കാണുന്നു. കാരണം പറപ്പൂര് എന്നെക്കുറിച്ച് എൻ്റെ മുഖത്ത് നോക്കി പറയാത്ത അദ്ദേഹത്തിനോട് പറയുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ട പറപ്പൂരുണ്ട്. ഞാൻ അവിടെ വരുമ്പോൾ എനിക്ക് 2 സങ്കടം ഉണ്ടായിരുന്നു. ഒന്ന്, കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ എൻ്റെ ഉമ്മാനോട് സലാം പറഞ്ഞിട്ടാ പോകുന്നത്. ഒരു വൈജ്ഞാനിക സദസ്സ് പോവുകയാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പം എൻ്റെ ഉമ്മല്ല. അതുപോലെ ഞാൻ കണ്ട എൻ്റെ ഉസ്താദ്, അദ്ദേഹത്തിനോടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വൈജ്ഞാനിക സദസ്സിന് പോകുമ്പോൾ അനുഗ്രഹം വാങ്ങേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഉസ്താദ്, കഴിഞ്ഞ കുറേ കൊല്ലം വരെ ഞാൻ കണ്ട ഉസ്താദ്, അദ്ദേഹം എന്നെക്കുറിച്ച് കുറേ കാര്യം നിങ്ങളോട് പറഞ്ഞാൽ ആരാ പറപ്പൂര്, എന്താ പറപ്പിനെ കുറിച്ച് എന്താ നിങ്ങൾ പറപ്പിനെ കുറിച്ച് മനസ്സിലാക്കി? അധ്യാപകൻ അന്ന് നെളിഞ്ഞിരിക്കാൻ പാടുണ്ടോ? പറപ്പൂര് എന്നെക്കുറിച്ച് ഈ ആളുകളെ മുന്നിൽ പറയാൻ പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറയാത്തത് നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോ? വിഷയം അതല്ല. മാലിക്കേ, എനിക്കിതറിയില്ലേ? ആ വഴി ഇത് വായിച്ചതിന്റെ വഴി ഇതാണ്. ബാക്കി 10 മിനിറ്റ് ഉണ്ട്, അടുത്ത് വായിച്ചിട്ട് എനിക്ക്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ വർത്താനം പറയരുത്. അതുകൊണ്ട് ഇതിനാണ് സിഹിർ എന്ന് പറയാം. കണ്ടോ കാദർ സാറേ, ഇതാണ് സിഹിർ. ഇപ്പൊ പറപ്പൂർ ഞാൻ ഇവിടെ വരുമ്പോ ഉണ്ടായിരുന്ന വിശ്വാസമല്ല. എനിക്ക് പറപ്പൂരിനെ കുറിച്ച് പോകുമ്പോ നല്ല സാഹിർ, നല്ല മാരണക്കാരൻ. ഇതുവരെ ഞാൻ കാഫിർ മുശ്രിക്കുന്ന പറഞ്ഞേ. ഫൈസൽ ഉസ്താദ് പറയുമ്പോൾ കാഫിർ മുശ്രിക്കുന്ന എൻ്റെ മനസ്സിൽ വന്നതും പറഞ്ഞതും അത് ഞാൻ മാറ്റിയല്ല, അതിന്റെ കൂടെ നന്നായിട്ട് സിഹിർ ചെയ്യാൻ അറിയാം. പക്ഷെ ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പഠിച്ചും വളർന്നതുകൊണ്ടും ആ മദ്രസ് പഠിച്ചു വന്നതുകൊണ്ടും സിഹിറിന്റെ ബാബു മദ്രസിന് പഠിച്ചു വന്നതുകൊണ്ടും ഒരു ശൈത്താന്റെ നമീമത്തിന്റെ തലയിൽ കയറൂല. പറപ്പൂര് നിങ്ങൾ കേൾക്കാൻ പറ്റാത്തൊരു കാര്യം ഇന്നലെ ഫൈസലിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതാണ് സാഹിർ. കൃത്യല്ല. ഏതാണ്ട് ഇപ്പൊ സീറൊക്കെ എനിക്ക് മനസ്സിലായി. ഹക്കീക്കത്തുണ്ടോ ഒക്കെ ഇപ്പൊ ബോധ്യപ്പെടുകയാണ്. ഇനി അതൊക്കെ വഴിയുള്ളൂ. യഥാർത്ഥത്തിൽ നിങ്ങൾ വഹാബിന്റെ പേരിൽ നോണ വായിച്ചു, അത് പിടിച്ചപ്പോഴുള്ള ബേജാറപ്പം ഇയാൾക്ക് വെച്ചാളി. ഇതൊക്കെ നാടന്മാരും കേൾക്കുന്നുണ്ടേ, നമ്മളെ മാത്രമൊന്നുമില്ലല്ലോ, ലോകം മുഴുവൻ കേൾക്കുന്നുണ്ട്. മക്കൾദാബി നാടന്മാർ വിചാരിക്കും പഠിച്ചവനെ ഇയാളെ ഇപ്പോൾ കൊണ്ടുവരുന്ന വിചാരിക്കും. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ 4 ചോദ്യം ചോദിച്ചു, 4നും ഉത്തരമില്ല. 6 കിതാബ് വായിക്കാൻ പറഞ്ഞു, 5 വായിച്ചില്ല, 1 വായിച്ചു, വായിച്ചതിനെ കട്ട് വായിച്ചു. ഇനി അടുത്ത ആ ചോദ്യം നിങ്ങൾ തുടരണം. എന്ത്?
അലി മദനി പറഞ്ഞ നേരത്തെ പറഞ്ഞിരുന്നു, പ്രവാചകന് മരണം ബാധിച്ച് അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്ന റിപ്പോർട്ടുകളിൽ ഉള്ളത്. നിങ്ങൾ എത്ര റിസർച്ച് ചെയ്താലും കാണൂല. ഒരു ഹദീസ് ഒറ്റ ഹദീസ് കാണിച്ചെങ്കിൽ ഇതിലിപ്പോൾ 8 മിനിറ്റ് എടുത്തു. ഒരു ഹദീസ് വായിക്കാൻ സമയമില്ല. ഒറ്റൊന്ന് വായിച്ചാൽ മതി. നിങ്ങൾ ഒരു സംഗതി വായിച്ചാൽ, ഒരു റിപ്പോർട്ട് വായിച്ചാൽ മതി. നബിയുടെ ബുദ്ധിക്ക് അങ്ങനെ പ്രശ്നം സംഭവിച്ചു എന്ന് ഒരു റിപ്പോർട്ട് വായിച്ചാൽ മതി. അതില്ല, നിങ്ങളുടെ നുണയാണ്, അതില്ല. ആവർത്തിച്ചു പറയുന്നു, അങ്ങനെ ഇല്ല. അതുകൊണ്ട് ആ 4 ചോദ്യം അവിടെ ബാക്കിയുണ്ട്, നിങ്ങളത് പറഞ്ഞേ പറ്റൂ. 5ാമത്തെ ചോദ്യം, സിഹിറിൻ്റെ ഹദീസ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഹിഷാമിന് ഉറവയുണ്ട്, മുദലിസാണെന്നൊക്കെ പറഞ്ഞു, ആയിക്കോട്ടെ. ഹിഷാമിന് ഉറവയുണ്ടെന്ന് പറഞ്ഞാൽ അല്ലാത്തോ എന്ത് ന്യായം പറഞ്ഞിട്ടോ സിഹിറിൻ്റെ ഹദീസ് സ്വഹീഹല്ല, അത് സ്വീകാര്യയോഗ്യമല്ല, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് വിധി എഴുതിയ ഒരു മുഹദ്ദിസിനെ നബിതങ്ങളുടെ കാലം മുതൽ ഇന്നേ വരെ 1400 കൊല്ലങ്ങൾക്കിടയിൽ ഈ ഹദീസ് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞ, ഇത് സ്വഹീഹല്ലെന്ന് പറഞ്ഞ, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരു മുഹദ്ദിസിനെ കാണിക്കാൻ കഴിയുമോ എന്ന് ഒറ്റ മുഴുവൻ വായിച്ചാൽ മതി. ഈ ഹദീസ് സ്വഹീഹ് അല്ലാന്ന് ഈ കാരണം കൊണ്ട് ഒന്ന് ഹിഷാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഖുർആനെതിരാവോ, ബുദ്ധിക്കെതോ എന്തോ ആവട്ടെ, എന്ത് ന്യായെങ്കിലും പറഞ്ഞിട്ട് ഇത് സ്വീകാര്യമല്ല, തള്ളേണ്ടതാണ് എന്ന് പറഞ്ഞ ഒരാൾ, മുർത്തസിയാക്കളെ പറ്റൂല, അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു പണ്ഡിതനെ കാണിക്കാൻ പറ്റുമോ? ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു ഷെയ്ഖ് സ്വാലിഹ് ഫൗസാന്റെ വിഷയം. അദ്ദേഹം പറയാം, അദ്ദേഹത്തെ ചോദ്യം, അത്തസ്ദീഖു ബിസ്സിഹ്ർ അല്ലദീ തഫദ്ദൽതും ബിഹി വഖുൽതും ഇന്നൽ മുസദ്ദിഖ ബിഹി കൽ ഫാഇൽ അത്തസ്ദീഖു ബിഹി മിൻ അയ്യി നാഹിയ. സിഹിറിനെ സത്യപ്പെടുത്തുന്നവൻ സിഹിർ ചെയ്യും പോലെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എന്താണ് ഈ സത്യപ്പെടുത്തൽ? ഹൽ ഹുവ മിൻ നാഹിയത്തി വുജൂദിഹി ഹഖീഖ ഔ മിൻ നാഹിയത്തി ഖുദ്റത്തി സാഹിരി അലാ ഫീൽ അഷ്യാ ലൈസത് ഫീ ഹുദൂദി ഖുദ്റത്തിൽ ഇൻസാൻ. ഇത് ഹഖീഖത്തുണ്ട് പറഞ്ഞാലാണ് തസ്ദീഖ്, അതല്ല സാഹിറിന് മനുഷ്യന്മാർക്കൊന്നും ചെയ്യാൻ കഴിയാത്തവരും ചെയ്യാൻ കഴിയുന്ന വിശ്വസിക്കലാണ് തസ്ദീഖ് എന്ന് ചോദ്യം. ഷെയ്ഖ് ഫൗസാന്റെ മറുപടി, അൽ മുറാദ് ബി തസ്ദീഖ് അല്ലദീ യുഅ്തബറു മംനൂഅൻ വയുഅ്തബറു ഹുക്മുഹു ഹുക്മു സാഹിരി തസ്ദീഖുഹു ബിഅന്നഹു ഹഖ്ഖുൻ. ഇത് ഹക്കാണ് എന്ന് സത്യപ്പെടുത്തലാണ്. അതാണ് നേരത്തെ വായിച്ചത്, ഹഖീഖത്താക്കി മാറ്റിയത്. ഈ കേട്ടോളി, അല്ലദീ യുസദ്ദിഖു അന്നഹു ഹഖ്ഖുൻ വഅന്നഹു മുബാഹുൻ. ഇത് ഹക്കാണ്, ഇത് അനുവദനീയമാണ്. ഔ അന്നഹു അമലുൻ ത്വയ്യിബുൻ, നല്ല കാര്യമാണ് സിഹിർ. അല്ലദീ യസ്തബിഹു സിഹ്റ, സിഹിർ ഹലാലാക്കുന്നവൻ. വയഅ്തഖിദു അന്നഹു ഹഖ്ഖുൻ, അത് ഹക്കാണ് വിശ്വസിക്കുന്നവൻ. വഅന്നഹു അമലുൻ ത്വയ്യിബുൻ, നല്ല പ്രവർത്തനമാണ് വിശ്വസിക്കുന്നവൻ. വഅന്നഹു സുൻഅത്തുൻ മുബാഹത്തുൻ, ഹലാലാണെന്ന് വിശ്വസിക്കുന്നവൻ. ഹാദാ ഹുവല്ലദീ നുരീദുഹു ഫീ കലാമിനാ, നമ്മുടെ സംസാരത്തിലൊക്കെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അമ്മ തസ്ദീഖ് ബിവുഖൂഇ സിഹ്രി, സിഹിർ സംഭവിക്കുമെന്ന് സത്യപ്പെടുത്തൽ, വഹഖീഖത്തിഹി, അതിന്റെ ഹഖീഖത്തിനെ സത്യപ്പെടുത്തൽ, ഫഹാദാ ലാ ബുദ്ദ മിൻഹു, അത് അത്യാവശ്യമാണ്, അത് അംഗീകരിച്ചേ പറ്റൂ. നിങ്ങൾ വായിച്ചതിന്റെ ബാക്കിയാണത്, നിങ്ങൾ കട്ട് വായിച്ചതിന് അടുത്ത വാക്യാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? ലിഅന്ന സിഹ്റ ലഹു ഹഖീഖ, കാരണം സിഹിറിന് ഹഖീഖത്തുണ്ട്. വഹുവ അംറുൻ വാഖിഉൻ, അത് സംഭവിക്കുന്ന കാര്യമാണ്. വഹുവ യഖ്തുലു വയുംജിദു, സിഹിർ കൊണ്ട് ആളെ കൊല്ലും, സിഹിർ കൊണ്ട് രോഗമുണ്ടാക്കും. വയുഫർരിഖു ബൈനൽ മർഇ വസൗജിഹി, ഒരാളുടെയും ഒരു ഇണക്കുമിടയിൽ വേർപിരിക്കും. ഫഹുവ ഹഖീഖത്തുൻ വാഖിഅ, അത് ഹഖീഖത്താണ്, സംഭവിക്കുന്നതാണ്. ലാ യസ്ഹു ഇൻകാറുഹു അബദ, അത് നിഷേധിക്കൽ ഒരിക്കലും ശരിയല്ല. വഹാദാ ലാ യദ്ഖുലു ഫിൽ മംനൂഇ, ഇതൊരിക്കലും വിലക്കപ്പെട്ട കാര്യമല്ല. ഇത് വിശ്വസിക്കൽ മുസദ്ദിഖുൻ ബിസ്സിഹ്ർ എന്നതിൽപ്പെട്ടതല്ല. ലഅന്ന അല്ലാഹു അഖ്ബറ അൻഹു, കാരണം ഈ ഫൗസാന്റെ വാക്കാന്ന് പറയണ്ട, ലഅന്ന അല്ലാഹു അഖ്ബറ അൻഹു, അല്ലാഹു അത് പറഞ്ഞിട്ടുണ്ട്. വ അഖ്ബറ അൻ ദററിഹി, ബുദ്ധിമുട്ടിനെ പറ്റി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഫമൻ ജഹദഹു, അതാരെയും നിഷേധിച്ചാൽ, വ അൻകറഹു, നിഷേധിച്ചാൽ, കാന മുകല്ലിബൻ ലില്ലാഹി അസ്സ വജല്ല, അവൻ അല്ലാഹുവിനെ കളവാക്കുന്നവനാണ്. ഇതൊക്കെ പറഞ്ഞാൽ ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ അത് മുഴുവൻ കട്ടിട്ട് വന്നഹു ഹഖ്ഖുൻ, കണ്ടു ഹഖീഖത്തുണ്ട് പറഞ്ഞാൽ പിന്നെ വന മുസ്ലിക്കായി എന്ന് ഫൗസാൻ പറഞ്ഞു. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? എത്ര ഷെയ്ഖന്മാരെ കുറിച്ച് നിങ്ങൾ ഇല്ലാത്ത പറഞ്ഞത്. വസിഹ്റു ലൈസ് അത് വയക്കൂൽ, ഇത് പറയുന്നത് മുകല്ലിബനില്ല, അല്ലാഹുവിനെ കളവാക്കാൻ. അല്ലദീ യജ്ഹദ്, നിഷേധിക്കുന്നു. വയക്കൂൽ, അവൻ പറയുന്നു. ലാ യുജ്ദു സിഹ്റുൻ, സിഹ്റില്ല. വസിഹ്റു ലൈസ ലഹു ഹഖീഖ, സിഹ്റിന് യാഥാർത്ഥ്യമില്ല. വമാ അശ്ബഹ ദാലിക, സമാനമായതും. ഹാദാ യകുനു മുകല്ലിബൻ ലിമാ ജാഅ ഫിൽ ഖുർആനി വസ്സുന്ന, ഖുർആനും സുന്നത്തിലും വന്നതിനെ കളവാക്കുന്നവനാണ് അവൻ. അതാണ് നിങ്ങൾ എന്നെ സാഹിർ വിളിച്ചാലും വേണ്ടില്ല, കാഹിനെ വിളിച്ചാലും വേണ്ടില്ല, മുസ്ലിക്ക് വിളിച്ചാലും വേണ്ടില്ല, കാഫിർ വിളിച്ചാലും വേണ്ടി, അൽഹംദുലില്ലാ അതിലൊക്കെ കൂലിട്ടും. ഉസ്താദു അസ്സലാമു അലൈക്കും. മൗലേ ഫൈസൽ മൗലേ, നമ്മൾ തുടങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, 2 ഇനം സിഹർ. ഇതിലേതാണ് ഇപ്പോൾ ഈ സ്വാലിഹ് ഫൗസാൻ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ പോലെ ഷെയ്ത്താനിയുടെ ഹാജറായി ലബീദിൻ്റെ മുമ്പിൽ ഷെയ്ത്താൻ വന്നു എന്ന് പറഞ്ഞ പോലെ മാരണക്കാരിരുന്ന് സേവയും പൂജ്യം ചെയ്യുമ്പോൾ
ഉത്തരം കിട്ടൂല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന അത് ഷിർക്കാണെന്ന് പറയുന്ന ആ ശൈത്താൻ വന്നിട്ടുള്ളതാണോ അല്ലേ? ഇത് പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ല, ഈ കിതാബുകൾ മുഴുവൻ എടുക്കുക. കൈസമിസിയ മാലിക്കോ മൂപ്പര വീട് ഇത് കേൾക്കട്ടെ. ഈ കിതാബുകൾ മുഴുവൻ എടുക്കുക, അതിലെ ഉദ്ധരണികൾ മുഴുവൻ വായിക്കുക. അതിലേതിലെങ്കിലും ഒന്നിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞില്ലേ? മറ്റേ സിഹിർ, നമീമത്താകുന്ന സിഹിർ, അതിൽ നമുക്ക് വിശ്വാസമില്ലായില്ല. കോത്തളകല്ലേ, നോക്ക ആൾക്കാരുണ്ട് ഇവിടെ, നോണ പറയല്ല. നോക്ക്, കേട്ടോ നിനക്ക് നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനത്തെ കുട്ടികളുണ്ടാവും. ഓലെ അടുക്കാനും നമ്മൾ പഠിക്കണം. ഉസ്താദ്മാരാകുമ്പോൾ നെഞ്ച് തിരിച്ചിരുന്നിട്ട് സമാധാനത്തിൽ പറയണം, ചാടരുത്. പറയണേക്ക് കേട്ടോ. ഇതോ നീ പറഞ്ഞാൽ മതി. ഇബ്നു തൈമിയാണെങ്കിലും ഇബ്നു ഖയ്യിമാണെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഈ കിതാബുകളിലുള്ള ഒരു കിതാബിലൊരു പണ്ഡിതൻ ശൈത്താൻ ഹാദിറായി എന്ന് പറഞ്ഞോ? നബിന്റെ അടുത്ത് ശൈത്താൻ ഹാദിറായി എന്ന ഹദീസിൽ ആരാ പറഞ്ഞേ? അലിയതിന്റെ മേലക്കാരനാ? ആരാ പറഞ്ഞേ? നീ അല്ലാത്ത ഒരാളെ പറ. കയ്യൂല. ഷിർക്ക്, കുഫ്ർ, കാഫിർ, മുശ്രിക്ക് എന്ന് പറഞ്ഞ അതിനാണ്. ഇനി രണ്ടാമത്തായിട്ട് നമീമത്ത്, നസ്തഈൻ. എല്ലാ സമയവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹിനോട് സഹായം തേടുന്നുണ്ട്. ഇത്തരം സാഹിര്യങ്ങളുടെ നഫാസാത്ത് ഫിൽ ഉഖദ്, ബന്ധങ്ങൾ മുറിക്കുന്നവരും സാഹിര്യങ്ങള്, അതിന്റെ ഇനമാണ് പറഞ്ഞത്. ഇബ്നു ആഷൂറിന്റെ തഫ്സീർ വായിച്ചിട്ട് പറഞ്ഞത് അത് നമീമത്താണ്. ഇപ്പൊ കണ്ട, ഇവിടെ വന്നപ്പോ ഹക്കീകത്ത് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായില്ലേ? ഇവിടെ വന്നപ്പോ എനിക്കുണ്ടായ പറപ്പിനോടുണ്ടായ മതിപ്പാണ് ഇപ്പൊ എനിക്കുള്ളത്. ആരാണ് ബന്ധം കെടുത്തിയത്? അതുകൊണ്ട് തന്നെ, ഞാനല്ല, അതുകൊണ്ട് തന്നെ അത്തരം മാരണക്കാരിൽ നിന്ന് നമ്മൾ ഊതി നെഞ്ഞത്ത് വെച്ച് തടഞ്ഞ് കടന്നുറങ്ങണം. പടച്ച റബ്ബേ, ഇത്തരം ശൈത്താനിയത്തും കൊണ്ട് നടക്കുന്ന, നമീമത്തും കൊണ്ട് നടക്കുന്ന, ദുർബോധനം നാട്ടി നടക്കുന്ന, ആളുകളെ തമ്മിൽ തെറ്റിക്കുന്ന സവാഹിറുകള്, സാഹിറാത്തുകള്, നഫാസാത്ത് എന്ന് എനിക്ക് അർത്ഥറിയില്ല. അന്നുഫൂസ്, നഫ്സുകളാണ്. നഫാസാത്ത് എന്ന് മുഅന്നസാക്കിയത്. ആണും പെണ്ണും പെടും അതില്. പർപ്പൂരിനെ കുറിച്ച് ഇല്ലാത്തത് എൻ്റെ പേരിൽ അല്ലെ ഞങ്ങളെ ബന്ധം മുറിക്കാൻ വേണ്ടി ഇവിടെ വന്ന് സൂചിപ്പിച്ചാൽ, പറഞ്ഞാൽ, അങ്ങനത്തെ നഫ്സിൽ പെണ്ണുങ്ങൾ മാത്രമല്ല, സാഹിറാത്ത് പെണ്ണല്ല, അന്നുഫൂസ്, നഫ്സുകളാണത്. എങ്ങനെയുള്ള നഫ്സുകള്? അന്നഫാസാത്ത്, ഖബീസത്തായ നഫാസാത്ത് ഫിൽ ഉഖദി. തഫ്സീർ എടുത്ത് നോക്കിയാൽ കാണാം, നമീമത്ത് എന്ന് അവിടെ എഴുതി വെച്ചത്. ഓക്കെ, അതാണ് ഈ പറഞ്ഞതൊക്കെ. അതിനെ മാറ്റി കൊണ്ടുപോയിട്ട് ശൈത്താനെ ഹാളിറാവൂല. ഓക്കെ, അടുത്ത് ഇനി ഞാൻ വായിച്ചിറങ്ങിക്കും. ഹദീസിൽ എന്തൊക്കെ വന്നേ? വാഹിദ് മിന സ്വഹാബ, ഒരു സഹാബിയിൽ നിന്നല്ല, ആയിഷയിൽ നിന്ന് നബിക്ക് സിർ വലിച്ചു വന്നിട്ടുണ്ട്. വൈബിൻ അബ്ബാസിൻ, വസൈദ് ഇബ്നു അർഖമ, ഒക്കെ ഉണ്ട് ഹദീസുകൾ. ഇനി എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? വഫി ഹദീസ് ഇബ്നു അബ്ബാസ്, കേട്ടോളൂ, മത്തിന് കേട്ടോളൂ. ഇൻദ ഇബ്നു സഈദിൻ മരിളൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വഉഖിദാനിൻ നിസാഇ വത്ത്വആമി വശറാബി ഫഹബത അലൈഹി മലക്കാനി. ഞാൻ വായിക്കുന്നത് ഇന്നാണ്, ഫത്ഹുൽ ബാരി മാത്രം. അതിൽ അദ്ദേഹം എടുത്തു കൊടുത്താണ്. ഇത് ശരിയാണോ തെറ്റാണോ? ശരിയാ. എന്തൊക്കെ ശരി? മരിളൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഉഖിദാനിൻ നിസാ, ഭാര്യമാര് 5 ഭാര്യമാര് ഒന്നിച്ചുണ്ട്, ഒരാളെടുത്തും പോകാൻ പറ്റിയില്ല. അതിനെ ഇതൊക്കെ പാടെ പറയുന്ന അലിമദനി അതിനെ വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ട് മനുഷ്യന്മാർക്ക് വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഹദീസിന്റെ ഉദ്ധരണികളിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അലിമദനി പറഞ്ഞാൽ ചെറുക്കുമ്പോൾ ഇത് നോക്കണം, ചിരിക്കുമ്പോൾ ഇത് നോക്ക്. ഈ പറഞ്ഞതാണോ അലിമദനി എഴുതിയതാണോ പാകം? നോക്ക്, ഇവിടെ നോക്ക്. ഭാര്യമാരെ ചെല്ലാൻ പറ്റിയില്ല, തിന്നാൻ പറ്റിയില്ല, ഷറാബ കുടിക്കാൻ പറ്റിയില്ല, ഫഹബത്ത് അലൈഹി മലക്കാനി. ആ സന്ദർഭത്തിൽ 2 മലക്കൾ ഇറങ്ങിയതാണോ അലിമദനി എഴുതേണ്ടത്? ഇവിടെ പേടിച്ചിട്ടാണ്. ഞാൻ കണ്ടില്ല ഈ കണ്ട സാധനം നിങ്ങൾ ഇങ്ങോട്ട് ഇറക്കാൻ ചെയ്യിക്കുന്ന ഷിർക്ക്, ഇതൊക്കെ എ പി സുനിയാളെ കൈ കിട്ടിയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഡയലൂട്ട് ചെയ്ത് കുറച്ച് പാകാക്കിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഷിർക്കും വരുത്തി തീർക്കുന്ന വിനകളും. മനസ്സിലായോ? ഇതിലേതാണ് അലിമദനി എഴുതേണ്ടത്? പറ, ഇതിലേത് എഴുതണം? ശരിയാണെന്നായി പറഞ്ഞ് ഒരാൾ ഈ ഹദീസ് ശരിയാന്ന് പറഞ്ഞാൽ ഇത് തെളിയിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും? അങ്ങനെ തെളിയിക്കാൻ പറ്റുമോ? വായിച്ചോ.
ഇനി വേണമെങ്കിൽ അടുത്തും കൂടി ഞാൻ ചിരിച്ച മോനെ ഞാൻ പറഞ്ഞുതരാം. നബി എന്താണ് ഉഹിദാനി നിസാ എന്നതിന് വിശദീകരണം പറയുന്നുണ്ട്. നബിക്ക് ഇങ്ങനെ ഭാര്യമാരോടുള്ള കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞവർക്ക് അറിയാം. ഓക്കെ. അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കാണുമ്പോൾ ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വികാരം ഉണ്ടല്ലോ. അത് എന്ത് ചെയ്യും? ഭാര്യനോടൊന്ന് ബന്ധപ്പെടാൻ തോന്നും. എന്നിട്ട് അടുത്തെത്തുമ്പോൾ കഴിഞ്ഞ് അങ്ങനെ വരെ ഇവിടെ എഴുതിച്ചു. ആ കലിമതി ഷബാബിലെടുത്ത് എഴുതണല്ലേ, അത് ഡയലൂട്ട് ചെയ്ത് പറയാവുന്ന രൂപത്തിൽ ഇന്ന വിഷയങ്ങളൊക്കെ അതിലുണ്ട് എന്ന് പറയണല്ലേ. നിങ്ങളെപ്പോലത്തെ കുട്ടികൾ നാട്ടിൽ നടന്ന് പ്രവാചകനെതിരെ ഇല്ലാത്ത പറഞ്ഞ് ഈ രൂപത്തിൽ ഹദീസിനും ബുഖാരിക്കും മുസ്ലിമിനും മഹത്തുണ്ടാക്കി ഞങ്ങളെ മുത്തു നബിനെ അവഹേളിച്ച് നിന്ദിച്ച് നടക്കുക. എന്നിട്ട് ആ പറയുന്ന സാധനമൊക്കെ എടുത്തിട്ട് അത് എഴുതിയില്ല എന്നില്ല ഞങ്ങളെ കംപ്ലൈന്റ് ഇല്ലേ? ഓക്കെ. വായിപ്പിക്കരുത്, വായിച്ച എങ്ങനത്തെ സാധനം വരിക. ഇപ്പൊ നിങ്ങൾ എല്ലാ ചേകന്യൂസും പുറത്ത് ചാടുന്നുണ്ട്. ഇപ്പൊ കണ്ടെങ്കിൽ ബുഖാരി പറഞ്ഞ കല്ലിങ്ങനെ എടുക്കണ്ടേ. ഇതാണ് അവസാന ദുരന്തത്തെ. നിങ്ങൾ ബുഖാരിനെ പൂർണ്ണമായും തള്ളും, എഴുതിച്ചോടി പൂർണ്ണമായും തള്ളും. നിങ്ങൾ കണ്ണൂർ 10 മുമ്പത്തെ സംവാദങ്ങൾ പറഞ്ഞ സനദിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിന്. ഇപ്പൊ സനദിൽ കുഴപ്പമുണ്ടായി. ഇനി ബുഖാരി മൊത്തം തള്ളും, മുസ്ലിം തള്ളും, ഹദീസ് പൂർണ്ണമായും തള്ളും. അവസാനം ഖുർആാനും വേണ്ടാറിയും. അവസാനം എൻ്റെ 50 നഷ്ടമായി മറ്റോ പറഞ്ഞ പോലെ പറയേണ്ടി വരും. അതുണ്ടാവും. നോക്കിക്കോളി നിങ്ങളതൊന്നും വായിക്കണം. അലിമാൻ എഴുതിയത് ഹദീസിൽ ഇല്ലാത്തതാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ സമ്മതിച്ചല്ലോ. അത് മൂപ്പരൊക്കെ പെറ്റിക്കുട്ടി ഉണ്ടാക്കിയിട്ട് മൂപ്പരങ്ങാണ്ട് വായിക്കാൻ പറ്റിയ കോലത്തിലാക്കി എഴുതിയതാണ്. അവിടെ പ്രശ്നം. ഹദീസിങ്ങളൊക്കെ എഴുതി വെച്ചു, അതൊന്നും വായിക്കാൻ പറ്റില്ല. ഫത്തുൽ ബാരി വന്നു, അത് വായിക്കാൻ പറ്റില്ല. എന്നിട്ട് മൂപ്പരതെങ്ങനെ ചെലുങ്കോലാക്കിയിട്ട് പറ്റിയ കോലത്തിലാക്കി. അതാണ് നിങ്ങൾക്കുള്ള പ്രശ്നം. അപ്പം അലി മദനി നിങ്ങൾ കളവ് പറഞ്ഞിരിക്കുന്നു. അള്ളാഹു റസൂലിന്റെ മഹത്വം ഇല്ലാതാക്കാൻ ശബാബാണ് കാരണക്കാരൻ. നബിയുടെ ബുദ്ധിക്ക് സൈർ വായിച്ചു എന്ന് ഒരൊറ്റ മുഹദീസും പറഞ്ഞിട്ടില്ല, ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഫത്തുൽ ബാരി വായിച്ചാലോ, അവിടെ അടക്കം പറഞ്ഞു. ഫത്തുൽ ബാരി പറഞ്ഞു ബുദ്ധിയെ ബാധിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് ഞങ്ങൾ ബുദ്ധിയെ ബാധിച്ചു എന്ന് എഴുതിച്ചത്. അപ്പോൾ ആ നബിയെ മോശമാക്കി നിങ്ങളാണ് ആ പണി അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് ഒരൊറ്റ നോക്കി 10 കൊല്ലം കൂടി നിങ്ങൾ കാത്തിക്ക് എല്ലാ ഹദീസും തള്ളുന്നിടത്ത് ഈ അലിമദിനുണ്ടാകും, ഈ മജിദ് മദിനുണ്ടാവും. എഴുതിച്ചോളി. ഞാൻ അങ്ങനെ പോയവരൊക്കെ അവിടേക്ക് എത്തിയിട്ടുള്ളൂ. എന്തിനാണ് ഈ കുഫറിലേക്ക് പോണത്? മാത്രമല്ല നമ്മൾ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. 5 ചോദ്യം വായിക്കുന്നു, 6 കിതാബ് വായിക്കാൻ പറഞ്ഞു, ഒന്നിനും ഉത്തരമില്ല. ഇനി ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഒരു വാചകം വായിച്ചാൽ നിങ്ങൾ ഏതായാലും വായിക്കും, ഞാൻ വായിച്ചുതരാം. അദ്ദേഹം പറയാ സിഹിർ എന്ന് പറഞ്ഞ വഹുവ അമലുൻ ശൈത്വാനിയുൻ, വഹുവ അമലുൻ ശൈത്വാനിയുൻ, അത് ശൈത്വാനിയായ അമലാണ്. എന്നിട്ട് എങ്ങനെ ഉണ്ടാവാന്നൊക്കെ അദ്ദേഹം പറയുന്നു. മാത്രമല്ല അടുത്ത ചോദ്യങ്ങൾ ചോദിച്ചു ഉത്തരം പറയില്ല, എന്നാലും മിടില്ല, ചോദിച്ചു പോകാലോ. അടുത്ത ചോദ്യം ചോദിക്കുന്നു, കേട്ടോളി, മാണി കേട്ടോളി, ഉത്തരം പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ റഹിമഹുല്ല കിതാബു തൗഹീദ് എന്തിനാണ്? തൗഹീദ് പഠിപ്പിക്കാനാണ്, ശിർക്ക് പഠിപ്പിക്കാനല്ലോ. ആ കിതാബു തൗഹീദിൽ അദ്ദേഹം ബാബ് കൊടുത്തു, സിഹറുമായി ബന്ധപ്പെട്ട 7 ബാബ്. അതിൽ ഒരു ബാബ് മാ ജാഫിൻ നുഷ്റ, നുഷ്റത്തിനെ കുറിച്ചുള്ള അധ്യായം, അഥവാ സിഹിറിനെ സിഹിർ കൊണ്ട് ബാത്തിലാക്കുന്നതിനെ പറ്റി പറയുന്ന അധ്യായം. അതിലൊരു ഹദീസ് കൊടുത്തു. നബിയോട് ചോദിച്ചു നുഷ്റത്തിനെ പറ്റി. നബി പറഞ്ഞു ഹിയ മിൻ അമലി ശൈത്വാൻ, അത് ശൈത്വാന്റെ അമലാണ്, ഇത് നബിതങ്ങൾ പറഞ്ഞു എന്നാണ് ഹദീസ്. ഇമാം അഹ്മദ് ഉദ്ധരിച്ചു, അബൂദാവൂദ് ഉദ്ധരിച്ചു ഒക്കെ പറയുന്നു. എന്നിട്ട് മുഹമ്മദ് അബ്ദുൽ റഹിം എന്ന് പറയാണ് അതിനുശേഷം ഇവിടെ എന്താണ് നുസ്രത്ത്? വഹുവല്ലദീ മിൻ അമലി ശൈത്വാൻ, ഇത് ശൈത്താന്റെ അമലാണ്. വഅലൈഹി യുഹ്മലു ഖൗലുൽ ഹസൻ, ഹസൻ പറഞ്ഞ അഭിപ്രായത്തെ ആ നിലക്കാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഫയതഖറബു നാസിറു വൽ മുൻതശിറു ഇല ശൈത്വാനി ബിമാ യുഹിബ്ബു. നാസിറും മുൻതശിറും, സിഹ്ർ ചെയ്യുന്ന ആളും പൊളിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളും രണ്ടുപേരും ശൈത്താനിലേക്ക് അടുക്കുന്നു. ബിമാ യുഹിബ്ബു, ശൈത്താൻ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തുകൊണ്ട്. ഫയുബ്തിലു അമലഹു, അപ്പോൾ അവൻ്റെ അമലിനെ ബാത്തിലാക്കുന്നു. അനിൽ മസ്ഹൂർ, മസ്ഹൂറിനെ തൊട്ട്. ഇത് രേഖപ്പെടുത്തിയ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല കുഫ്റും ഷിർക്കും പ്രചരിപ്പിച്ചോ എന്ന ചോദ്യം, വേറൊന്നുമില്ല. ഇത് എഴുതിയ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല കുഫ്റും ഷിർക്കും പ്രചരിപ്പിച്ചു. കിതാബ് തൗഹീദിലാണ്. അപ്പോൾ ഇത് കിതാബ് ഷിർക്കാണോ? ഇത് കിതാബ് തൗഹീദ് പറയാൻ പറ്റൂലേ? ഈ കിതാബുകൾ ഇനി അംഗീകരിക്കുന്നുണ്ടോ, അതും തള്ളിയോ? നേരത്തെ പറഞ്ഞ 5 ചോദ്യം നിങ്ങൾ പറയേണ്ടതുണ്ട്, 6 കിതാബ് വായിക്കേണ്ടതുണ്ട്, 7-ാമത്തേതും കൂടി പറയേണ്ടതുണ്ട്. ഇത് സ്വീകരിക്കുന്നുണ്ടോ എന്ന് പറയട്ടോ. അബ്ദുർ റസാഖ് യഹ്യ ബിൻ യഅ്മർ സുഹറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ, ആയിഷ എന്ന് ഉദ്ധരിക്കുകയാണ്. ഹത്ത അൻകറ ബസ്റഹു, നബിൻ്റെ കണ്ണിൻ്റെ കാഴ്ച ശക്തി പോയി. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, അറിയില്ലെങ്കിൽ ഇല്ല എന്ന് പറയും. യെസ് പറഞ്ഞോ? അത് ശരിയാ?
അല്ല, അതൊന്ന് കട്ട് ചെയ്തേ, പുറത്ത് പോണ്ട. ഇത്രയും ഇത്രയും മുർസലായ ഹദീസാണത്. ഫത്തുൽ മാലിക്ക മുർസലാണത്. കണ്ടോ? ഇത് കേക്ക്, ഇത് മനുഷ്യന്മാർ കേൾക്കണ്ട. ഞങ്ങൾക്ക് പ്രയാസം തന്നെയാണ്. വേണ്ട അലിമദനി അല്ല ആരാണെങ്കിലും അവിടെ നിന്ന് ഞങ്ങളെ ലേഖനത്തിന് വരുമ്പോഴൊക്കെ വളരെ അത് ചെറിയ മുണ്ടം പഠിപ്പിച്ചതാണ്. വളരെ വിദൂരമായ സാധ്യത ഹദീസിലുള്ളൂ. അതെന്ത് ചെയ്യാണ്? നമുക്ക് എടുത്തിട്ട് ആ വിദൂരമായ സാധ്യത ആരാണ്, ഇന്നാള് കറാബാണെന്ന് വായിക്കേണ്ട ഗതി നമുക്ക് വന്നതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഉണ്ടാക്കിയതാ, നിങ്ങളെ കുട്ടികൾ ഉണ്ടാക്കിയതാ. അതുകൊണ്ട് തുറക്കും ഏത് വായിക്കുമ്പോൾ ഫൈസലും. ഇതിനാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അസ്സിഹ്റു അക്ബറുൽ കബാഇരി ബഅദ ശിർക്ക്. ഞാൻ ആദ്യം വായിച്ചെന്ന് കേട്ടില്ല, സ്വാലി ഫൗസാനാണ്. അസ്സിഹ്റു അക്ബറുൽ കബാഇരി ബഅദ ശിർക്കി വഹുവ കുഫ്റുൻ ബില്ലാഹ്. സംശയമില്ലല്ലോ. വഹുവ ഖരീനി ശിർക്കി. സംശയമില്ലല്ലോ. ഫസ്സാഹിറു വല്ലദി യുസദ്ദിഖു ബിസ്സിഹ്രി. അതിലും വിഷയമില്ലല്ലോ. അയ്യ മോനോട് ചോദിച്ചിനെ, ഈ ഉസ്താദ് പറയുന്ന ഷെയ്ത്താൻ ഹാദിറായി എന്ന് പറയുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ? സാബിയും പൂജയും നടത്തിയപ്പോൾ അപ്പുറത്തിരിക്കുന്ന കുട്ടി വിശ്വസിക്കുന്നുണ്ടോ? ക്ലാസ് എടുക്കലിങ്ങനെ അങ്ങനെ ചോദിക്കാം. നെക്സ്റ്റ് ആരെങ്കിലും ഈ കൂട്ടത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നിന്നെ താങ്ങിക്കൊണ്ട് നടക്കുന്ന, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കേരളക്കരയിൽ ഈ ഫൈസൽ ഉസ്താദിനെ താങ്ങുന്ന, നേരത്തെ ചോദിച്ചില്ല നിങ്ങൾക്ക് മുഖാമുഖം നടത്താൻ ധൈര്യം ഉണ്ടോയെന്ന്. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുകയാണ്, അവിടെ പണിയുണ്ട്, മുഖാമുഖം നടത്തി നടക്കല്ല. ഇതേമാതിരി അത്യാവശ്യ ഘട്ടത്തിൽ ഇറങ്ങുകയാണ്. മനസ്സിലായില്ലേ? ഇതേമാതിരി പരിസരം മലിനമാക്കി ഇദ്ദേഹം പറഞ്ഞ ഞങ്ങളെ അതാ പറഞ്ഞത്, പഠിപ്പിക്കേണ്ട ശൈലിയാണ് ഈ പഠിപ്പിക്കണതുകൊണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് കേട്ടോ. എന്നാ 2 ഐറ്റം സിഹർ, ഇതിലേത് സിഹറിനെ കുറിച്ച് അവിടെ പറഞ്ഞത് പറയാം. നീ പറഞ്ഞതുപോലെ ഷെയ്ത്താൻ ഹാലിറായി എന്നാണോ, അതോ നീ മുമ്പ് ഇപ്പം ചെയ്തതുപോലെ ഇവിടുന്ന് ഈ സംവാദത്തിൽ ഇന്ന് രാവിലെ ചെയ്തതുപോലെ ഇനിയും പറപ്പൂരുസ്താദിനെ തെറ്റിച്ചതാണോ? ഇതിലേതാണ് ഇനം? അത് വ്യക്തമാക്ക്. അല്ലാണ്ട് വായിച്ചതാരാണ്? ഇതാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ഉദ്ധരണിയാണ് എന്ന് പറഞ്ഞ കിതാബ് നിരത്തിയിട്ട് എന്ത് കാര്യം? മസലിൽ ഞാൻ ഓതൂല, കാരണം കുട്ടികളുണ്ട്, മക്കളുണ്ട്, ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് ക്ലാസ് എടുക്കണ്ട, അധ്യാപകർക്ക് മാതൃകയാവണ്ട ആളാണ് ഞാനും മാലിക്കൊക്കെ. ചോദിച്ചൊക്കെ മാലിക്കിനോട് ഞങ്ങൾ പഠിപ്പിച്ചിൻ്റെ കാലം. അവരുടെ കൂടെ ഫുട്ബോൾ കളിച്ച് നടന്ന്, അവിടെ ചെസ്സ് കളിച്ച് നടന്ന്, അങ്ങനെയാണ് പഠിപ്പിക്കണ്ടേ. ഇത്തരം നുണയും ഷിർക്കും കുഫുറും പ്രചരിപ്പിക്കുക എന്ന് മാത്രമല്ല, എന്നിട്ടത് ബാക്കിയുള്ള കുട്ടികളെ മേലെ വെച്ച് കിട്ടുക എന്ന് മാത്രമല്ല, എന്നിട്ട് പച്ചയിൽ മനുഷ്യന്മാരെ തെറ്റിക്കുക. ഈ ഒരു കുട്ടി ഇവിടെ നിന്നിട്ട് ഹാലിർ ഇതാ ലബീദ് വിളിച്ച സമയത്ത് സേവ നടത്തിയപ്പോൾ, പൂജ നടത്തിയപ്പോൾ അവിടെ ഷെയ്ത്താൻ ഹാലിറായി എന്ന ഫൈസൽ ഉസ്താദിൻ്റെ വ്യാഖ്യാനം, സേവയും പൂജയും നടത്തിയാൽ അവിടെ പിശാച് വരും. അഷ്റഫ്ക ചോദിച്ച പോലെ മനസ്സിലുള്ള ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കും, എന്താണോ ചെയ്യേണ്ടത് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരു കുട്ടി നിങ്ങളെ കൂടെ വന്ന പേരിനെങ്കിലും ഒന്ന് കയ്യൊന്നിക്കട്ടെ. ഒരാൾ, അതാണ് നീ ഒറ്റപ്പെടുന്നത്. ഇതൊരു ദുരന്തമാണ്, മനസ്സിലാക്കിക്കോ. ആരാ സലാം സുലമി അറിയാം? എനിക്ക് അറിയോ? പടച്ച റബ്ബ് നമ്മളിങ്ങനെ കാത്തിരിക്കുക, ആലോചിച്ചിരിക്കുകയാണ് എന്ത് ദുരന്താണ് വരാൻ പോണവനൊക്കെയാണ്. മൈക്കും കെട്ടി ഇതിലെ നടന്നു പോകുമ്പോൾ എങ്ങനെയാണ് നിന്ദിക്കപ്പെടുന്നത്. ഒരു മനുഷ്യനെ കുറിച്ച് പച്ചയിൽ തിന്നുമ്പോൾ പല ദുരന്തവും നമ്മൾ കണ്ടതാണ്. മനുഷ്യന്മാരെ തെറ്റിച്ചു, ദീൻ പറഞ്ഞു. ഇനി ആളെ പേര് പറഞ്ഞുതരാം, പറഞ്ഞതും പറഞ്ഞുതരാം. ഫൈസലോ, ആളെ പേര് പറഞ്ഞത്, നിന്റെ കൂടെ പഠിച്ചത് നിറക്ക് നിറയാൻ പറയണോ? അവൻ എൻ്റെ മുന്നിൽ വന്ന് പറയും, ഹാജരാക്കി പറയിപ്പിക്കണോ? വേണോ? ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതിന് പറഞ്ഞോ ഈ ഏത് ഐറ്റം ഷിർക്കാണെന്നത്. അതിനാണ് ആദ്യം അതാണ്ട് ഓതി വെച്ച് 2 ഇനം. ആ ഇനത്തിലേത് ഷെയ്ത്താൻ ഹാലിറാകുന്നതാണോ? ഹാലിറാവുന്നതിലും കാണിച്ചോണ്ടോ? ഇപ്പം നിങ്ങളാണ് ചോദിക്കുന്ന ആളല്ല, ഞങ്ങൾ ഉത്തരം പറഞ്ഞ ആളാണ്. നിങ്ങൾക്ക് 10 തവണ അപ്പോഴൊന്നും ചോദിക്കാൻ കിട്ടില്ല. അപ്പം നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു പോയി, ഇപ്പം ഇങ്ങോട്ട് ചോദിക്കാൻ നിൽക്കുക. അവിടെ കാര്യമില്ലല്ലോ.
ഏതായിരുന്നാലും ഹത്ത അങ്കറ ബസറഹു എന്നുള്ളത് ബസറിന് ബുദ്ധി എന്നാണ് അർത്ഥം. ബസർ നമ്മൾ ചോദിച്ചെന്താണ്, ബുദ്ധിക്ക് ബാധിച്ചു എന്ന് ഇയാൾ നുണ എഴുതീൻ, അത് എവിടേക്കുന്നത്? അത് പറയാൻ കഴിയൂല നിങ്ങൾക്ക്, അത് പറയാൻ കഴിയില്ല, നിങ്ങൾ പറയാൻ കഴിയില്ല, ഒരു ഹദീസിലുമില്ല, അത് നിങ്ങൾ വായിക്കൂല, എവിടെയും വായിക്കൂല. നബിതങ്ങളുടെ ബുദ്ധിയെ ആ സിഹിർ ബാധിച്ചു എന്ന ഹദീസിൽ വന്നിട്ടേ ഇല്ല. ഇല്ലാത്ത ശബാബിലെഴുതി നബിതങ്ങളെ പറ്റി മോശാഭിപ്രായം സമൂഹത്തിലുണ്ടാക്കിയത് നിങ്ങളാണ്. അതിന് ഇപ്പൊ സ്റ്റെഡിമ അടിച്ചിട്ടും ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ. കാര്യങ്ങൾ മര്യാദയ്ക്ക് വായിച്ചാൽ പോരെ, വായിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യം. ഏതായിരുന്നാലും ശരി, ചോദ്യങ്ങൾ ബാക്കിയാണ്. അലി മദനി പറഞ്ഞത് ഇല്ല, നുണയാണ്. അതേപോലെ അതിന് മുമ്പ് ചോദിച്ച എല്ലാ ചോദ്യവും നിലനിൽക്കുന്നു, അതൊന്നും ഉത്തരം പറഞ്ഞിട്ടില്ല. 6 കിതാബ് വായിക്കാൻ പറഞ്ഞു, 1 വായിച്ചു കട്ടിട്ട്, ബാക്കി അതുമില്ല. അത് നിങ്ങൾ വായിക്കണം. വായിക്കാൻ കഴിയുന്നെങ്കിൽ പറഞ്ഞോളി, ഞാൻ വായിച്ചോളാം. നിങ്ങൾ 5 ഇരിക്കുന്ന ആളി, ഞാൻ വായിച്ചോളാം, ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു 5 എക്സ്ട്രാ തരാമെന്നല്ലോ, എന്തെങ്കിലും സ്വീകരിക്കാത്തത്? 5 എക്സ്ട്രാ നിൽക്കുന്നവർ ഞാൻ വായിച്ചോളാം. ഇനി അടുത്ത ചോദ്യം കേട്ടോളി, കേട്ടില്ല പറയണ്ട. ഇത് അൽമനാർ. നിങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം തെളിയിക്കാൻ വേണ്ടിയാണ്. അഹ്ലുസുന്ന ഏതായാലും ഇല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യവുമില്ല. അൽമനാർ മാസികയിൽ വന്ന ലേഖനം സ്വഹീഹ് ബുഖാരിയെ കുറിച്ച് പറയാണ്. മേലെഴുതിയ 6 ഗ്രന്ഥങ്ങളിൽ ബുഖാരിയും മുസ്ലിമും ഒഴിച്ചു ഉള്ളവയിൽ സ്വഹീഹ് അല്ലാത്ത ഹദീസുകളും ഉണ്ട്. അധികവും സ്വഹീഹായത് കൊണ്ട് മാത്രമാകുന്നു അസ്സിഹാഹ് എന്ന് പേര് പറയുകയാണ് കാരണം. സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും സനദോടുകൂടി കൊണ്ടുവന്ന ഹദീസുകളെല്ലാം മഖ്ബൂൽ, സ്വീകരിക്കപ്പെടുന്നതാകുന്നു. തെളിവിന് പറ്റാത്ത യാതൊരു ഹദീസും അവ രണ്ടിലും സനദോടുകൂടി കൊണ്ടുവന്നിട്ടില്ല. സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും സനദോടുകൂടി വന്ന ഒരൊറ്റ ഹദീസും തെളിവിന് പറ്റാത്തതില്ല, സ്വീകരിക്കാൻ പറ്റാത്തതില്ല എന്ന് അൽമനാറിൽ 1958-59 വന്നു. അത് പിന്നെയും പുനഃപ്രസിദ്ധീകരിച്ചു. വീണ്ടും ഒന്നുകൂടി വായിക്കാം. പിന്നെ അൽമനാറിൽ തന്നെ വന്നത് ഇസ്മായിൽ ബുഖാരി എന്ന ഇമാം ബുഖാരി പരിചയപ്പെടുത്താണ്. ഇദ്ദേഹം ഹദീസിൽ ഏറ്റവും അധികം പ്രാവീണ്യം നേടിയ മാന്യനും വിശ്വസ്തന്മാരും സൂക്ഷ്മതയുള്ളവരുമായ നിവേദകന്മാരെ തിരിച്ചറിയുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ചരിത്രകാരനുമായിരുന്നു. മുസ്ലിം ലോകത്ത് മുഴുവനും ശ്രുതിപ്പെട്ടിരിക്കുന്ന സ്വഹീഹ് ബുഖാരി ഇദ്ദേഹം രചിച്ചത്രേ. ഈ കിതാബിൽ സനദോടുകൂടി നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകൾ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ഇതാണ് പഴയ മുജാഹിദ് പ്രസ്ഥാനം. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഈ നിലപാട് ഇപ്പോഴും അംഗീകരിക്കുന്നു. ചോദ്യം ഇതാണ്, ഇനി വേറെ ഉത്തരം പറയുന്നത്, ഈ ലേഖനം നിങ്ങളിപ്പോൾ അംഗീകരിക്കുന്നുണ്ടോ? അൽമനാറിൽ അന്ന് എഴുതിയ ഈ സംഗതി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അന്നും ബുഖാരി ഹദീസൊക്കെ ഉണ്ടല്ലോ, അതിന് സിഹന്റെ ഹദീസും ഉണ്ട്, നിങ്ങൾ പറഞ്ഞ ഇഷാമുണ്ട്, ഉറവയുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ ലേഖനം നിങ്ങളിപ്പോൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഹദീസ് നിങ്ങൾ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അഹ്ലുസുന്ന മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിനും പാരമ്പര്യം ഇല്ല എന്ന് അതോടെ ബോധ്യപ്പെടുകയും ചെയ്യും. വൈസുൽ മൗലവി കേട്ടോളൂ, ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞു അൽമനാർ, ഷബാബ്, ഏത് കിതാബാണെങ്കിലും ഏത് പുസ്തകമാണെങ്കിലും അത് എന്താണ്, പ്രമാണങ്ങളെ ബേസിൽ ഓരോരുത്തർ എഴുതുന്ന ലേഖനങ്ങളാണ്. നമുക്കതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. ആ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ എഴുതണം, പറയണം. കാരണം അന്ന് ഫൈസൽ മുസ്ലിയാറില്ല, ഹദീസ് അവിടെ ഉണ്ട്. ബുഖാരിയിലാ പറയുന്ന ഹദീസുകളൊക്കെ അന്നുണ്ട്. ഇത്തരം കുട്ടികളെ വിളിച്ചിരുത്തി കിട്ടുന്ന ഫണ്ടും, അതിൻ്റെ കണക്കിലേക്ക് ഞാൻ പോകുന്നില്ല, കിട്ടുന്ന ഫണ്ടും കിട്ടുന്ന ഏജൻസികളിൽ നിന്ന് വാങ്ങി തിന്നാൻ കൊടുത്ത് വളർത്തി ഇത്തരം ഫിത്ന ഉണ്ടാക്കുന്ന ആളുകൾ അന്നില്ല. അന്ന് എഴുതിയ ലേഖനമല്ല ഇന്ന് എഴുതുക. ബുഖാരിയിലുള്ള ഹദീസാണോ കംപ്ലീറ്റ് സ്വീകരിക്കണം എന്ന് പറഞ്ഞൊരു പണ്ഡിതനെ കാണിച്ചോണ്ടാ. അതിൽ മുസ്നദായി വന്ന സനദില്ലാത്തതോ അല്ല, ഇത് സ്വീകരിക്കുകയെ. അതാണ് തദറുജിയായിട്ടുള്ള പഠനം. ലാ തഖ്റബു സലാത്ത് വഅൻതും സുകാറ എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് എങ്ങനെ സ്വീകരിച്ചേ? തദറുജിയായിട്ട് അവരെ പഠിപ്പിച്ചു. ഇതൊക്കെ മെത്തഡോളജി പഠിപ്പിക്കണം, രീതിശാസ്ത്രം. നിങ്ങൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒഴിവുണ്ടെങ്കിൽ അധ്യാപകരുണ്ട് വരുമുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? മാലിക്കേ ഓന്ന് ഈ അങ്ങനെ പറയാം, ഫൈസൽ പറഞ്ഞാലോ ഒക്കെ ഈ കുറേ മെത്തഡോളജി തേടി വന്നതല്ലേ, നമ്മളടുത്ത് വന്നതല്ലേ, പിന്നെന്താ അപ്പം ഈ ഔ എന്ന് പറയാൻ? ഈ കുട്ടികളെ പോലെ അല്ലേ? ഫൈസൽ അത് പറഞ്ഞാൽ ഓക്കെ, ഓൻ്റെ അടുത്ത് വരേണ്ട ആവശ്യം ഉണ്ടാവില്ല, വന്നിട്ടുണ്ടാവില്ല. ഈ അങ്ങനെ പറഞ്ഞാലോ പ്ലീസ്. ഓക്കെ, ദെൻ നോക്ക് എന്താ പറയണത്? സ്വഹാബത്തിനെ ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടുവന്ന, പ്രവാചകൻ പഠിപ്പിച്ചു കൊണ്ട സ്റ്റൈലുണ്ട്. അത് ഈ കേമൗലിൻ്റെ ഫത്വ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? കേമൗലിനോട് ഫത്വ വയ്ക്കുന്നുണ്ട്.
നമ്മുടെ ആലപ്പുഴ സംവാദത്തിൽ നോക്കേ, ആലപ്പുഴ സംവാദത്തിൽ ബിഹക്കി മൊഹീദ്ദീൻ എന്ന് പറഞ്ഞാൽ ഷിർക്കാണോ എന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. SKSF കുട്ടികൾ അവിടെ ഈ നേരത്തെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവിടുത്തെ സമസ്തനി സുന്നിനും ഒക്കെ എൻ്റെ വിശ്വാസക്കാരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഒരു ചെയ്യുന്ന പിശാചാണ്, സേവയാണ്. ഓലെ കൂട്ടത്തിൽ ആരെങ്കിലും സമസ്തക്കാരെങ്കിലും ഇങ്ങനെ ഷെയ്ത്താൻ ഹാജറായി നീ പറഞ്ഞിട്ടുണ്ടോ? അവരെയും വെറുതെ വിട്, അവരവരെ പണിയിരിക്കട്ടെ. നിന്നെപ്പോലെ അവരാരും പറഞ്ഞിട്ടില്ല, പറയൂല. നമ്മളവരുടെ കൂടെ കൂടി ജീവിക്കുന്ന ആളുകളാണ്, കാണുന്ന ആളുകളാണ്. നമുക്ക് നമ്മുടെ ആദർശം, അവർക്ക് അവരുടെ ആദർശം, ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നീ പറയുന്ന പോലത്തെ ഒരു ഷിർക്ക് കുഫ്ർ അവർ പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ തെളിയിച്ചോ? അതുകൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടെന്നാണ്, സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊണ്ടെന്നാണ് ഖുർആൻ. അതേപോലെ അൽമനാറിലും ഷബാബിലൊക്കെ ലേഖനങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. ചെറിയ മുണ്ട ആണ് ആ ശൈലിയൊക്കെ പഠിപ്പിക്കുന്നത്. ബുദ്ധി ഉണ്ടായിരുന്ന ആളുകൾ, ആവറേജ് ബുദ്ധി ഉണ്ടായിരുന്നവരാണ് കാനന്മാർ. അതുകൊണ്ട് അങ്ങനെയുള്ള ലേഖനങ്ങൾ എഴുതിയത്. ഇങ്ങനത്തെ കുട്ടികൾ ഇറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് ബുഖാരിയിലുള്ള ഹദീസ് മുഴുവൻ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അല്ലാത്തവനൊക്കെ ഹദീസ് നിഷേധിയാണെന്ന് പറഞ്ഞാൽ എന്തിനാണ് ആ പറഞ്ഞതെന്ന് ആദ്യം നോക്കും. പറഞ്ഞ ആവശ്യം എന്തായിരുന്നു? ജൂത ഫണ്ട് വാങ്ങിയിട്ട്, വിസ്ഡം പേരുള്ള വേറെ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, ഇൻ്റർനാഷണൽ സംഘടനകളുണ്ടല്ലോ, സിയോണിസ്റ്റുകളുണ്ടല്ലോ, ഓക്കെ, ഫണ്ടും വാങ്ങി പറ്റിയിട്ട് അവർ പറയുന്ന ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത് പഠിപ്പിക്കാൻ ബുഖാരിയിലെ കംപ്ലീറ്റ് ഹദീസുകൾ സ്വീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഇബ്നു ബാസിൻ്റെ ഒക്കെ ഇട്ടുകൊടുത്തു. ഇബ്നു ബാസിനെ പോലെയുള്ള പണ്ഡിതന്മാർ അല്ലെങ്കിൽ വേറെ ചില പണ്ഡിതന്മാരൊക്കെ അതിനെ നിരൂപിച്ചതും സനദോടുകൂടി വന്ന ഹദീസുകളൊക്കെ നിരൂപിച്ചൊക്കെ ഇട്ടുകൊടുത്തു. നമ്മൾ മാറിന്ന് ഓക്കെ. ഗതി മുട്ടിയ സമയത്ത് ചില സമയത്ത് ബുഖാരിയിലെ ചില ഹദീസുകൾ വായിച്ച് കേൾപ്പിച്ചു. വമാ ഖലഖ ദക്കറ വൽ ഉൻസ എന്നുള്ള ആയത്തിൽ വദക്കരി വൽ ഉൻസ എന്നുള്ള ഖലഖാന്ന് ഖുർആനിലില്ല. നബി അങ്ങനെ ഓതിയിട്ടേ എന്നല്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൻ്റെ പേരിൽ പറയാം, ബുഖാരിയിൽ സനദോട് കൂടിയിട്ട് സ്വീകരിക്കുക. ഇഹ്റാമിൽ പ്രവേശിച്ച നബി, മുഹ്രിമായ നബി വിവാഹം കഴിച്ചു എന്ന് ബുഖാരിയിൽ ബാബുണ്ട്. ഈ ബാബു പറഞ്ഞിരുന്നല്ലോ നേരത്തെ. മുഹ്രിം മായ നബി എന്ത് ചെയ്തു? കല്യാണം കഴിച്ചു, നിക്കാഹ് കഴിച്ചു എന്നുണ്ട്. ഇതൊരിക്കൽ ചോദിച്ചപ്പോൾ ഞാൻ ബഹുമാനിക്കണം, നിങ്ങളെ കൂട്ടത്തിലും കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ, പറപ്പൂൻ്റെ പറഞ്ഞ പോലെ തന്നെ, നീ തെറ്റിക്കാൻ നടക്കരുത്. അൻവർ സ്വലാഹി കാവനൂർക്കാരൻ, ഞങ്ങളൊരിക്കൽ ഇതിങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇഹ്റാമിൽ നിക്കാഹ് കഴിക്കാൻ പാടുണ്ട്, അങ്ങനെ ചെയ്യോ നബി? അങ്ങനെ ചെയ്യോ? ബുഖാരിയിൽ അങ്ങനെ ഹെഡിങ് തന്നെ ഉണ്ടല്ലോ, എനിക്ക് ഹെഡിങ് ആണല്ലോ വിഷയം, ഒരു ഹെഡിങ് തന്നെ ഉണ്ടല്ലോ, എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞേ, അത് ഇഹ്റാമിൽ പ്രവേശിച്ചു എന്നതിന് അർത്ഥം പറയണ്ടല്ലോ, മുഹ്രി എന്ന് പറഞ്ഞാൽ ഹറമിൻ്റെ പരിസരത്ത്, അങ്ങനെ അർത്ഥം പറഞ്ഞാൽ പോരെ, നമ്മൾ ഹദീസിനെ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയ പോരെന്ന് ചോദിച്ചു. വളരെ നന്നായി തോന്നി എനിക്ക്. പക്ഷെ ഞാൻ എവിടെയും തിരഞ്ഞിട്ട് ആരെങ്കിലും പറയണല്ലോ ഇങ്ങനെ ഒരു അർത്ഥം. മുഹ്രിം എന്ന് പറഞ്ഞാൽ ഹറമിൻ്റെ പരിസരത്തുള്ള ആളാന്ന് അർത്ഥം കിട്ടണ്ടേ? ഞാൻ തേടി, പലയിടത്തും തേടി. ഓക്കെ, എന്നാൽ അങ്ങനെ അർത്ഥം കിട്ടിക്കണമെങ്കിൽ അവിടെ നിർത്താന്നുള്ള ആൾക്ക് അവിടെ നിന്ന്. പക്ഷെ അവിടെ അല്ല പ്രശ്നം. ഞാൻ ഈ സാധനം ഞാൻ ബഹുമാനിക്കുന്ന എന്നെ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ ക്ലാസ്സിലിരുന്നില്ല. പറപ്പൂനെ പോലെ എനിക്ക് ക്ലാസ്സിലിരിക്കാനൊന്നും ഭാഗ്യം കിട്ടിയിട്ടില്ല. പച്ചയിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്ന സലാം സുലൈമിനോട് ചോദിച്ചു. ഇഹ്റാം മുഹരിമായ നബി വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞത് ആ ഹദീസിൽ അവിടെ മുഹരിം എന്ന് പറഞ്ഞാൽ ഹറമിൻ്റെ പരിസരം 5-8 കിലോമീറ്റർ ഉണ്ടല്ലോ, ആ പരിസരത്തായിരുന്നു എന്ന അർത്ഥം പറയാൻ പറ്റുമോ? ഒരു ഉദാഹരണത്തിന് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു, ഫൈസൽ ഇത് കേട്ടോ, എന്താണ് പണ്ഡിതൻ, ആരാണ് പണ്ഡിതൻ, എന്താണ് പാണ്ഡിത്യം എന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുട്ടി ആ ബാബ് എന്താണ്? ബാബു നിക്കാഹിൽ മുഹ്രിം. മക്കത്തിൻ്റെ പരിസരത്തുള്ള അല്ലെങ്കിൽ ഹറമിൻ്റെ പരിസരത്തുള്ള കല്യാണം കഴിക്കുന്നതെന്ന് ബാബുണ്ടാകുമോ? ഈ ഹെറാമിലായിരിക്കും നബി കല്യാണം കഴിച്ചു. ആകെ ടെൻഷനായി. കാരണം അങ്ങനെ എന്തിനോ ബുഖാരിൽ വന്ന് മുസ്ലിമിൽ തപ്പി. നബിയെ എവിടെ നിന്നാണ് ആ കല്യാണം കഴിഞ്ഞത് എന്ന് കൃത്യമായിട്ടുണ്ട്, സ്ഥലമുണ്ട്, ബാലിൻ്റെ പേരുണ്ട്. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ആ ബുഖാരിയിൽ ഉണ്ടോ വിശ്വസിച്ചോ? അങ്ങനെ എന്ത് സിയോണിസോ അല്ലെങ്കിൽ അത് പറത്താൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ വിചാരിച്ച ജൂതായുസം അങ്ങോട്ട് കടത്താൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്, എഴുതേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതന്നെയാണ് ഞങ്ങൾ അസുല്. നിങ്ങൾ ഈ ഉപദ്രവം ഉണ്ടാക്കുന്നിടത്തോളം കാലം കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വരും. അപ്പോൾ ബുഖാരിയിലെ മുഴുവൻ ഹദീസും സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് സിയോണിസമാണ്. ഇതാണ് സാക്ഷാൽ ചേകന്നൂരിസം.
ഇതാണ് സാക്ഷാൽ ചരിത്രം. രക്ഷപ്പെടുന്നവന് ഇപ്പോൾ രക്ഷപ്പെട്ടോളി. നിങ്ങളോടല്ല, മർക്കസ് ദഅവയിൽ ഒരുപാട് സാധാരണക്കാർ ഇപ്പോൾ കേൾക്കുന്നുണ്ടാവുമല്ലോ. അവരോട് പറയാ, നിങ്ങളെ കുറച്ച് ആൾക്കാർ എന്തോ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളെ പഴയ പോയി കേട്ടിട്ടുണ്ട് CD-യിൽ. ഓരോടും പറയാണ്, ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞാൽ രക്ഷപ്പെടാം. കാരണം ബുഖാരിയെ മുഴുവൻ ഹദീസും സ്വീകരിക്കാമെന്ന് അൽമനാർ എന്നാണ് എഴുതിയത്. ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്നാ ചോദ്യം. അംഗീകരിക്കുന്നുണ്ട് എന്ന് അംഗീകരിക്കുന്നില്ല, ഉണ്ടില്ല എന്ന് പറഞ്ഞാൽ മറുപടി. അപ്പം ഇത് അംഗീകരിച്ച സിയോണിസമാണ് ഇപ്പോൾ പറയുകയും ചെയ്തു. ആ സിയോണിസമാണ് ചേകന്നൂർ ഇവിടെ ആദ്യം പറഞ്ഞത്, ആരോപിച്ചത്. അതാണ് നിങ്ങളുടെയും ഗതി എന്ന് ആവർത്തിക്കുകയാണ്. ഏതായിരുന്നാലും നമ്മൾ പറഞ്ഞതിനൊന്നും ചോദിച്ചൊന്നും പേര് ഇനിയിപ്പോൾ എന്താ നിക്കാഹുൽ മുഹരിം അവിടെ ഉണ്ടോ? നിങ്ങൾ അങ്ങനെ ഒന്നും തേടിപ്പോണ്ട ആവശ്യമില്ല. നിങ്ങളെ ഫത്തുൽ ബാരി വായിച്ചു നോക്കിയാൽ മതി. അങ്ങനെ ഒന്നും നിങ്ങൾ കുറേ കിലോമീറ്റർ തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. ഫത്തുൽ ബാരിയും സഹീഹ് മുസ്ലിം നന്നായിട്ട് വായിച്ചാൽ തന്നെ ആ ഹദീസിന് ഒരു കുഴപ്പമില്ലാന്നും ശരിയായ വ്യാഖ്യാനം എന്താണെന്ന് കൃത്യം കിട്ടും. അതൊക്കെ പോട്ടെ, നബിതങ്ങൾ ഇഹ്റാം വിവാഹം കഴിച്ചു എന്നൊരു ഹദീസ് സ്ഥിരപ്പെട്ട് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നബിക്കല്ല ഹലാലാക്കി കൊടുത്തു പറഞ്ഞ പോലെ നബിക്കല്ല ഹലാലാക്കി കൊടുത്തു. 4 വിവാഹം കഴിക്കാൻ പാടില്ല നബി നമ്മോട് പറഞ്ഞത്. നിങ്ങൾ പറയുമോ നബി ആകെ 3 കെട്ടിയോളൂ കേട്ടോ, വത്തി പറഞ്ഞാൽ പ്രശ്നമാണ് എന്ന് പറയേണ്ടിരിങ്ങനെ പോയാൽ അത് നബിക്കല്ല അനുവദിച്ചു കൊടുത്തു എന്നതേ ഉള്ളൂ. അപ്പം നബി ഇഹ്റാം വിവാഹം കഴിച്ചെന്ന് വന്നാൽ പോലും നബിതങ്ങൾക്കത് ഹലാലായിരുന്നു. ആ സമയത്ത് അള്ളാഹ് അനുവദിച്ചു കൊടുത്തു. അതാ മൈമൂന ബീവി ഞാൻ കിട്ടിയത്. മൈമൂന ബീവി പറയുന്നു, തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഹലാലുൻ, നബി എന്നെ വിവാഹം കഴിച്ചത് ഹലാലായ അവസ്ഥയിലാണ്, ഹറാമ് ചെയ്തിട്ടില്ല. അപ്പം നബി ഹറാമ് ചെയ്യുന്ന നമ്മളാരും വിചാരിക്കില്ല, നിങ്ങൾക്ക് തോന്നുള്ളൂ അങ്ങനെ. അപ്പം ഹദീസ് തള്ളാൻ പോകണ്ട, ഹദീസ് ഒക്കെ ശരിയാണ്. ഞങ്ങളുടെ വിശ്വാസപ്രകാരം അഹ്ലുസുന്നയുടെ നിലപാട്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പഴയ നിലപാട്, ബുഖാരി മുസ്ലിമിൽ വന്നത് മുഴുവൻ സ്വഹീഹാണ്. സനദോടുകൂടി വന്നത്, സനദോടുകൂടി വന്ന എല്ലാം സ്വഹീഹാണ്. അത് ഒമാ ഖലഖൽ ആയിക്കോട്ടെ, ഈ നിക്കാഹുൽ മുഹരിം ആയിക്കോട്ടെ, അത് ഇനി ഏതെടുത്തോളി, അതൊക്കെ സനദോടുകൂടി ബുഖാരി മുസ്ലിം വന്ന മുഴുവൻ ഹദീസും സ്വഹീഹാണ്. അത് അഹ്ലുസുന്ന അംഗീകരിച്ചു പോകുന്നതാണ്, ഇത്തിഫാഖുള്ള കാര്യമാണ്. മുജാഹിദ് പ്രസ്ഥാനവും നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ വരുന്നവരെ തർക്കമില്ലാത്ത കാര്യമാണ്. ചേകന്നൂരാണ് അതിൽ ആദ്യം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. പിന്നെ ആ വഴിയിൽ നിങ്ങൾ ഈ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വന്നു. ഈ പെങ്ങളൊക്കെ ഏറ്റെടുത്തു. അതാണ് പ്രശ്നം. ആവട്ടെ, ഇനി ഇത് തദർജിയായിട്ട് പഠിപ്പിക്കല്ല, ഇത് തദർജിയായിട്ട് നിഷേധിക്കുക ഇപ്പോൾ ചെയ്യണത്. ഘട്ടം ഘട്ടമായി ഇങ്ങനെ ഓരോ നിശ്ചയിച്ച് ഇങ്ങനെ അവസാനപ്പം കണ്ടോ അത് സിയോണിസാണ്, ബുഖാരി മുസ്ലിം ഫുൾ എടുക്കണം എന്ന് പറഞ്ഞാൽ എന്നൊക്കെ എത്തിയല്ലോ. അത് പുറത്ത് വന്നിപ്പോൾ അടുത്ത ചോദ്യം, എത്ര ചോദ്യം ഇപ്പം നമ്മളൊന്നും പറഞ്ഞില്ല, ഏതായാലും ഉത്തരമില്ലല്ലോ. അടുത്ത ചോദ്യം, നിങ്ങൾ പറഞ്ഞ അബ്ദുസ്സലാം സുല്ലമി അദ്ദേഹത്തിൻ്റെ ബുക്കാണല്ലോ ഇത്, തൗഹീദ് നവയാഥാസ്ഥികളുടെ വ്യതിയാനവും. ഇതിന് 11ാമത്തെ പേജിൽ അദ്ദേഹം എഴുതി വെച്ചു, മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവൻ്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫ്റും സംഭവിക്കുന്നു. മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവൻ്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫ്റും സംഭവിക്കുന്നു. ഇത് അങ്ങനെ തന്നെയാണോ നിങ്ങളുടെയും വിശ്വാസം? അങ്ങനെയാണെങ്കിൽ ശൈത്താൻ വസ്വാസ് ഉണ്ടാക്കുന്ന വിശ്വസിക്കാൻ പറ്റുമോ? തഹീർ ഉണ്ടാക്കുന്ന വിശ്വസിക്കാൻ പറ്റുമോ? ഹഖീഖത്തോടെ കേട്ടെ, തഹീർ വിശ്വസിക്കാൻ പറ്റുമോ? ശൈത്താനെ എന്തെങ്കിലും ഇടപെടൽ വിശ്വസിക്കാൻ പറ്റുമോ? കാരണം എന്താ, സഹായിക്കുമെന്നോ ഉപദ്രവിക്കാൻ കഴിയുമെന്നോ വിശ്വസിച്ചാൽ തന്നെ ശിർക്കായിനാണ്. സിഹർ ചെയ്യും വേണ്ട, ചെയ്യിക്കും വേണ്ട, ഒന്നും വേണ്ട, ആ വിശ്വാസം തന്നെ ശിർക്കാണെന്നാണ്. ഇതാണ് അബ്ദുസ്സലാം സ്വലമിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഇത് മുജാഹിദ് പ്രസ്ഥാനം പഴയ കാലത്ത് പറഞ്ഞതല്ല. ഈ ഒരു വാചകം അബ്ദുസ്സലാം സുല്ലമിക്ക് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരാളും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അബ്ദുസ്സലാം സുല്ലമിക്ക് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരാളും ഈ ആശയം എഴുതിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അത് ശരി, അത് നിങ്ങൾ വ്യക്തമാക്കണം. ഇനി നേരത്തെ പറഞ്ഞല്ലോ നബിയുടെ കണ്ണിനെ ബാധിച്ചു എന്ന് ഫത്തുഹുൽ ബാരി ഇമാം കഴിഞ്ഞ് പറയാണ്, നബി ഞങ്ങൾക്ക് വായിച്ച സിഹൈകാന സിഹ്റു അളറഹു ഫീ ബദനിഹി ലാ ഫീ അഖ്ലിഹി വഫഹ്മിഹി. ഈ സിഹർ നബിയുടെ ശരീരത്തിൽ മാത്രമാണ് പ്രയാസമുണ്ടാക്കിയത്. അത് നേരത്തെ വായിച്ച കണ്ണ് ശരീരത്തിലാണ്, ബുദ്ധി ഇതല്ല. ലാ ഫീ അഖ്ലിഹി, നബിയുടെ ബുദ്ധി അത് ബാധിച്ചിട്ടില്ല. വഫഹ്മിഹി, നബിയുടെ ഫഹിമിനെ, ഗ്രാഹ്യതയെ അത് ബാധിച്ചിട്ടില്ല. ബിഹൈസ് അന്നഹു തവജ്ജഹ ഇലല്ലാഹി വദഅ അലൽ വൽഹി സ്വഹീഹി വൽ ഖാനൂനിൽ മുസ്തഖീം. ശരിയായ നിലയ്ക്ക് നബി തങ്ങൾ ദുആ ചെയ്തു, അള്ളാഹുവിലേക്ക് അഭയം തേടി, അള്ളാഹ് അതിന് പരിഹാരം നൽകുകയും ചെയ്തു. അപ്പോൾ അസ്കലാനി ഇമാം പറയാണ് നബിയുടെ ബുദ്ധിയെ ബാധിച്ചിട്ടില്ല. അലീം അതിന് പറയാൻ നബിയുടെ ബുദ്ധിയെ ബാധിച്ചു, അതില്ല. അത് ഒറ്റ റിപ്പോർട്ടുമില്ല. ആ റിപ്പോർട്ട് നിങ്ങൾ വായിക്കേണ്ടതാണ്. ഇനിയും അത് വായിച്ചില്ലെങ്കിൽ അത് അലിമതി പറഞ്ഞ കളവാണെന്ന് ഞങ്ങളെപ്പോലെ ബാക്കിയുള്ളവരും വിശ്വസിക്കും എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ലേഖനം ഇതാണ് ഇപ്പോഴത്തെ ചോദ്യം, മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചില കാര്യങ്ങളൊക്കെ വളരെ റൊമാൻറ്റിക് ആയി പോകുമല്ലോ. ഈ ഒരു കൂടലും ഒത്തുചേരലും വൈജ്ഞാനിക ചർച്ചയും പല മേഖലയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റണം. ഓക്കെ, എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത് അറിയാം. ചേകനൂർ വലിയ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നത്
വെള്ളം എടുത്ത് കൊടുക്കാൻ, വെള്ളം എന്നല്ല, എന്താ ഉപ്പാൻ്റെ കൂടെ കൈ പിടിച്ച് ചേകനൂർ മൗലവിനെ ഗണ്ണിക്കാൻ പോയതാ. സ്വന്തം വാപ്പാൻ്റെ പിന്നാലെ ചേകനൂർ മൗലവിയായിട്ട് ഇരുന്ന് സംസാരിക്കാം, നേർക്ക് നേരെ ഇരുന്നിട്ട് ഡാന്ന് വിളിച്ചിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. എൻ്റെ ഉപ്പ ഓർമ്മിപ്പിക്കണം. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ശൈത്താൻ സഹായിക്കുമോ, പിശാചി സഹായിക്കുമോ, മലക്ക് സഹായിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ PhD ചെയ്ത് നടന്ന നമ്മളൊക്കെ ബഹുമാനപ്പെട്ട, നമ്മളെക്കാൾ ബഹുമാനിച്ചിരുന്ന നമ്മളെ ഡോക്ടർ KK സക്കരിയ സാഹിബിനൊക്കെ ഓർമ്മ വരികയാണ്. അദ്ദേഹത്തോട് ഞങ്ങൾ ഒരിക്കൽ സംസാരിച്ചിരുന്നു കേട്ടോ. ഇതെല്ലാം ഉത്തരം കൂടിയാണ്. ഒരു ഹദീസ്, ആ സിഹറിൻ്റെ ബുക്ക് ചെയ്തില്ല KK സക്കരിയ സാഹിബ്. അപ്പോൾ അദ്ദേഹത്തിനോട് നമ്മൾ വ്യക്തിപരമായിട്ട് ചെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആദ്യം നസീഹത്താണ് വേണ്ടത്. അപ്പോൾ ഈ ഇരിക്കുന്ന അബ്ദുൽ മാലിക് ഒരു ബുക്ക് ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പോയി പറഞ്ഞിരുന്നു, നേർക്ക് നേരെ കണ്ട് മാലിക്കെ, അതിൽ നീ കൊടുത്ത മടവൂരികളും കുബൂരികളും ഒന്നിച്ചിരുന്ന് വായിക്കണം, അങ്ങനല്ലേ സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ട് ലൈഫായ ഹദീസ് മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേര് കൊടുത്തപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു, തിരുത്ത്, ശരിയല്ല, ഞങ്ങളെ പറ്റി എന്തും പറഞ്ഞു, ഇങ്ങനത്തെ ഹദീസൊന്നും കൊടുത്ത് ആ ചെക്കന്മാരടുത്ത് വിടല്ല. സലഫീസ് എന്നൊക്കെ പറഞ്ഞ ബുക്ക്, ആ നസീഹത്ത് എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ KK സക്കരിയ സാഹിബ് ഞങ്ങൾ ഒന്നിച്ച് PhD ചെയ്തുകൊണ്ട് ആ ബന്ധം വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ഇബ്നു തൈമിയ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, യജ്രി മജ്റത്തം, ശൈത്താൻ രക്തം ഓടുന്നതിലൊക്കെ ഓടും. ഞങ്ങൾക്ക് 3 തെളിവാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് ഇതാണ്, യജ്രി മജ്റത്തം, ഇബ്നു തൈമിയ ഉദ്ധരിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് കേട്ടോളൂ, അദ്ദേഹത്തോട് വളരെ സൗഹൃദത്തിൽ പറഞ്ഞു, ഇതൊരു ഹദീസിൻ്റെ പീസാണ്. നേരത്തെ പറഞ്ഞ പോലെ, മോൻ എനിക്ക് മനസ്സിലാകാൻ പെട്ടെന്ന്, നിങ്ങൾ ഒരു പെണ്ണൊരു സ്ഥലത്ത് ഒറ്റക്കാണെന്ന് അറിഞ്ഞാൽ, മുഗൈബാത്ത്, ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെ ആ വീട്ടിൽ അവൾ ഒറ്റക്കുള്ളൂ എന്ന് തോന്നി ഞങ്ങൾ അവിടെ ചെല്ലരുത് എന്ന ഹദീസിലുണ്ട്, ബുഖാരിയാണ്. കാരണം യജ്രി മജ്റദം, ശൈത്താൻ രക്തം ഓടുന്നതിലൊക്കെ ഓടുന്നതാണ്. മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 സ്വഹാബിമാരോട് പറഞ്ഞിടത്താണ്. അതിന് ബാക്കിയുണ്ട്, വയുൽഖീഫി സുദൂരിക്കും ഷെയ്അ, അവ കക്കുന്നത് ആരാണ്, വെട്ടുന്നത് ആരാണ്, മുറിക്കുന്നത് ആരാണ്, അങ്ങനെ പഠിപ്പിക്കുന്ന ആരാന്നൊക്കെ മനസ്സിലായില്ലേ. അങ്ങനെ ഇബ്നു തൈമിയ ചെയ്യൂല. ഇവിടെ അഹ്മദ് ബിൻ ഹംബലിന്റെ പേരിൽ പറഞ്ഞതുപോലെ മദ്സൂസ, ആരോ ചേർത്ത് പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് ഈ 2 ഹദീസുകൾ അമാനി മൗലയുടെ തഫ്സീറിന് ഈ ഹദീസുകൾ എടുത്തു കൊടുത്തപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഹദീസ് ഉണ്ട്. അത് KK സക്കരിയ സാഹിബ് ആ ബുക്കിൽ കൊടുത്തില്ല. ആ ഹദീസാണ് ഞങ്ങൾക്ക് മറുപടി ചെയ്യുന്നപ്പോൾ. ലുമ്മത്ത്, ഷെയ്ത്താനി മലക്കിനെ പറ്റി പറഞ്ഞ ആ വിശ്വാസം പഠിച്ചോ. സ്വഹിയായ ഹദീസ് അമാനുവലി എടുത്തു കൊടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്, പിശാചിന് മനുഷ്യരിലൊരു പ്രവേശനമുണ്ട്. എന്താണ് അവൻ ചെയ്യാന്നവിടെ കൃത്യമായിട്ട് പറയാണ്. സിന്മയിലേക്ക് വസ്വാസ് ഉണ്ടാക്കും. ഖുർആൻ്റെ ആയത്ത് കേട്ട് ഓതിക്കളോണ്ടി, മാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, സൂറ ബക്കറ അല്ല, സൂറ ഇബ്രാഹിം അല്ല സർ, 22ാമത്തെ വചനം. വസ്വാസ് ഉണ്ടാക്കാനല്ലാതെ എനിക്കൊന്നിനും കഴിയില്ല. മാ കാന ലി അലൈക്കും മിൻ സുൽത്താനി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ നിങ്ങളെ വിളിച്ചു, ഞാൻ നിങ്ങളെ ദുർബോധനം നടത്തി, ഫസ്തജബ്തും, നിങ്ങൾ എൻ്റെ പിന്നാലെ പോന്നു എന്നല്ലാതെ ഒരു കഴിവില്ല. അത് ഖുർആൻ പഠിപ്പിക്കണ നസ്വാ, മനസ്സിലാണ്ടോ? ഇവിടെ അമാനുവലി തഫ്സീറിലെ ഹദീസ് എടുത്തു കൊടുത്തിട്ട് പഠിപ്പിക്കുക, പിശാചിന് മനുഷ്യനൊരു പ്രവേശനം ഉണ്ട്. എന്താണത്? തിന്മയിലേക്കുള്ള ദുർബോധനമാണ്. അത് കണ്ടാൽ നിങ്ങൾ അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടണം. മലക്കുകൾക്ക് അവരെന്താ ചെയ്യുക? നിങ്ങളെ നന്മയിലേക്ക്, ഹൈറ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഹദീസ് എടുത്ത് വായിച്ചരാം, നന്മയിലേക്ക് ഹൈറിലേക്ക് നിങ്ങൾക്ക് തോന്നിപ്പിക്കലും കാര്യങ്ങളും ഉണ്ടാക്കും. അതിനെന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണം. അല്ലാതെ ഞാൻ വെള്ളത്തിലാണ് വീഴാൻ പോവുകയാണ്, മുങ്ങിച്ചാവുകയാണ്, ജിന്നുകളെ വന്നോളൂ എന്ന് പറഞ്ഞാൽ വണ്ടി വരുന്നോ, അല്ലെങ്കിൽ സുബൈക്ക് ഇങ്ങനെ വിളിച്ചുണർത്തുന്നോ, അല്ലെങ്കിൽ ഷംസുദ്ദീൻ പാലത്ത് പറഞ്ഞില്ലേ, നമ്മൾ റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്, ഒരു വാഹനം ഇടിക്കാൻ വന്നു, മെല്ലെ ഇങ്ങനെ തട്ടിയിട്ട് നമ്മളെ മാറ്റിത്തരുന്നൊക്കെ പറഞ്ഞാൽ അത്തരം വിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകരുത്. അങ്ങനെ കൃത്യവും വ്യക്തവുമായി പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് സലാസുല്ലമി അലിമദനി ഞങ്ങളെ പണ്ഡിതന്മാർ എഴുതിയതും പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് വായിക്കാതെ തലയും പോലൊക്കെ വായിച്ച് നാട്ടുകാർക്ക് കുട്ടികൾക്ക് അതിൻ്റെ ക്ലിപ്പും കൊടുത്ത്, ഒരു ക്ലിപ്പും കൊണ്ട് എൻ്റെ അടുത്ത് കുട്ടികൾ ഞാൻ ആലോചിക്കല്, ഈ പോയിട്ട് ആ പുസ്തകം എടുത്ത് വായിച്ചു തന്നാൽ എനിക്ക് 2 മാർക്ക് തരാം, C മാർക്ക് 2 തരാം. ആ പുസ്തകം കംപ്ലീറ്റ് വായിച്ചു തന്നാൽ എനിക്കത് 5 മാർക്ക് തരാം. അല്ലെങ്കിൽ ചായ വാങ്ങി കൊടുക്കും. എന്തെങ്കിലും ഒരു ഉദാഹരണം കൊണ്ട് വാട്സപ്പിൽ ഇങ്ങനെ ഇത് കണ്ടോ എന്ന് വെച്ച് വരുമ്പോൾ അവനെ തോള് പിടിച്ച് കൊണ്ടുപോകും, അല്ലെങ്കിൽ ചായ വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് അവനോട് പറയും ഇതിൻ്റെ ബാക്കി കൊണ്ടുപോവാ, എന്നാൽ എനിക്ക് 2 പൊറാട്ടയും 1 ബീഫും. ഓക്കെ, ഇതാണ് വാഗ്ദാനം. അപ്പോൾ കുട്ടികളെ ഇങ്ങനത്തെ തോന്നിയാസം പഠിപ്പിക്കല്ലേ. എന്താണ് മലക്കിൻ്റെ ലുമ്മ?
എന്താണ് ഷെയ്ത്താൻ്റെ ലുമ്മ? അതൊക്കെ കെ കെ സക്കറിയ സാഹിബ് അന്ന് മുറിച്ച് കളഞ്ഞ് ഹദീസ് എടുത്തപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ബുക്കിൽ എഴുതി. മാലിക്കിന് തെറ്റിയതാണോ അല്ലെങ്കിൽ അറിയാഞ്ഞിട്ടായിരിക്കാം, സ്റ്റുഡൻ്റ് ആകുന്ന സമയത്ത് ആ സമയത്ത് ആവേശത്തിൽ എഴുതുന്നല്ലേ, ഓക്കെ നമുക്ക് സമ്മതിക്കാം. അപ്പോൾ പക്വതയുള്ള പണ്ഡിതന്മാർ നോക്ക്, അൽമനാറിൽ എഴുതിയത് ആരാ? സിഹ്ന ഹക്കീക്കത്തില്ലാത്ത തഫ്സീർ മൂസ വാണിമേൽ. ഫളിലല്ല, ഫളിലിൻ്റെ വാപ്പ അബ്ദുൽ ഹക്കാണ് എഴുതുന്നത്. മനസ്സിലാണ്ടോ? നൂറ്റാണ്ട് മുക്കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് നീ വരുന്നത്. എന്നിട്ടാണ് ഷെയ്ത്താനിയുടെ ഹാലിറായി എന്ന് പറയുന്നത്. അതെന്തൊരു ഹാലിറ? പറക്കുനിഞ്ഞും തെറ്റിക്കല്ലേ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. ഏതായാലും രസ ചർച്ചയാണ്. ഒരു വൈജ്ഞാനികമായ ചർച്ചയാണ്, രസ ചർച്ച. അൽഹംദുലില്ലാഹ്. ഏതായാലും ഇപ്പം നമ്മളെ കുട്ടികളൊക്കെ വലിയ പ്രയാസങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലായി. സംഗതി 10 കൊല്ലം ആയിട്ടുള്ളൂ, 2 ബാച്ച് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഈ കൊല്ലത്തിൽ ഇറങ്ങാറായാൽ ഒരു 5-6 ബാച്ച് ഇറങ്ങുമ്പോഴേക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക്. അല്ലെന്തല്ല ജാമ്യ ലക്ഷ്യം നേടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അലി മദനി എഴുതിയതായാലും ഇല്ല, ഇനിയിപ്പോൾ നിങ്ങൾ ഇല്ല നിങ്ങൾ പറയില്ല, ആയിക്കോട്ടെ സമ്മതിച്ചു. പിന്നെ ഇനിയിപ്പോൾ ഉള്ളതെന്താ? മലക്കിൻ്റെ ലുമ്മത്ത്, ശൈത്താൻ്റെ വസ്വാസ്, അതൊക്കെ എന്താന്നൊക്കെ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കാം, ആ ലുമ്മത്ത് എങ്ങനെ ഉണ്ടാവുന്നതാണ്? ഇതാണ് വിശ്വാസമെങ്കിൽ ഇതെന്തെങ്കിലും ഉണ്ടാത്തത്? എൻ്റെ ചോദ്യം അതായിരുന്നല്ലോ. അബ്ദുസ്സലാം സ്വല്ലം എഴുതിയെന്താ? മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവൻ്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫ്റും സംഭവിക്കുന്നു. ആ ലുമ്മത്തിന് ഹദീസ് നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ ഇത് പ്രകാരം നിങ്ങൾ മുസ്ലിക്കാണ്, നിങ്ങളെഴുതിയ പ്രകാരം നിങ്ങൾ ശിർക്കിലാണ്. അപ്പം എങ്ങനെ ലുമ്മത്ത് പറയാം? എങ്ങനെ വസ്വാസ് പറയാം? നിങ്ങൾ മനുഷ്യന് ഒരു പ്രവേശനമുണ്ട് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകാൻ പറ്റില്ലല്ലോ. കാരണം അങ്ങനെ പറ്റുന്ന വിശ്വസിച്ചാൽ ശിർക്കായി എന്നാണ്. ഈ അസ്ൽ സ്വീകരിച്ചത് കൊണ്ടാണ് ഈ കണ്ട ഹദീസ് മുഴുവൻ തള്ളേണ്ടി വന്നത്. ജിന്നും മലക്കും അഭൗതിക എന്ന് പറഞ്ഞു വെച്ചപ്പോൾ പിന്നെ അഭൗതികമായി അള്ളാഹ് മാത്രമേ സഹായിക്കുള്ളൂ, നമ്മൾ പണ്ടേ പറഞ്ഞാണ്. അപ്പം പിന്നെ ജിന്ന് സഹായിക്കും വിശ്വസിച്ചാൽ ശിർക്ക്, മലക്ക് സഹായിക്കും വിശ്വസിച്ചാൽ ശിർക്ക്. അപ്പം ചോദ്യം, അപ്പം സിഹ്ർ ശൈത്താൻ സഹായിക്കുന്നില്ലേ? ഇല്ല, ഹദീസിലുണ്ടല്ലോ. ഹദീസ് സ്വീകാര്യമല്ല. അപ്പം അവിടെ ബദൽ മലക്ക് ഇറങ്ങിയെന്നുണ്ടല്ലോ. അത് അംഗീകരിക്കാൻ പറ്റൂല. അതാ ഇതിലെഴുതിച്ചു, നിഷേധിച്ചു. ബദൽ മലക്ക് ഖുർആൻ പറഞ്ഞ വിഷയം, പക്ഷെ അതിനെ നിഷേധിച്ചു, വ്യാഖ്യാനം ചൊപ്പിച്ചു. കാരണം എന്താ? അത് ബദൽ മലക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അഭൗതികമായി സഹായിക്കിട്ടില്ലായി പോവും ഇത് പ്രകാരം. അപ്പം ജിന്നും മലക്ക് അഭൗതികമാണ് എന്ന സമസ്തക്കാരുടെ വാദത്തിൽ ഇപ്പോൾ ഉള്ളത്. സമസ്തയും മുജാഹിദ് പ്രസ്ഥാനം പണ്ട് ഏറ്റുമുട്ടി. ഇവിടെ മുജാഹിദീങ്ങൾ പറഞ്ഞു അഭൗതികം കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സൃഷ്ടിക്കുമില്ല. കുഞ്ഞീദ് മൗലവിൻ്റെ തൗഹീദ് ഇസ്ലാമിൻ്റെ അടിത്തറ 18-ാമത്തെ പേജ് എടുത്ത് നോക്കി. തൗഹീദ് ഇസ്ലാമിൻ്റെ ജീവൻ 12-ാമത്തെ പേജ് എടുത്ത് നോക്കി. ഒരു സൃഷ്ടിക്കും ആ കഴിവില്ല, അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. സമസ്തക്കാർ എന്ന് പറഞ്ഞാൽ അല്ല, അമ്പിയാക്കന്മാർക്ക് മുഴുവത്ത് കലാമത്ത് അള്ളാഹ് കൊടുത്ത കഴിവാണ്, അത് അഭൗതിക കഴിവാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞു ജിന്നും മലക്കും അഭൗതിക കഴിവാണ്. അപ്പം അവർ പറഞ്ഞത് എത്തി. പണ്ട് നെല്ലിക്കുത്ത് മുസ്ലിയാർ ആയത്തോതി പറഞ്ഞു ഒരു മലായികത്ത് ബൈദാലിക്കൽ വഹീർ എന്ന ആയത്ത് മലക്കിനെ സഹായം അഭൗതികമാണ്. അപ്പോൾ അവിടെ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് നിങ്ങൾ ഈ ഖുറാഫാത്തിലേക്ക് ആളെ കൊണ്ടുപോകുന്നു, മറുഭാഗത്ത് ചേകന്യൂസത്തിലേക്ക് ആളെ കൊണ്ടുപോകുന്നു. അതപ്പം സംഭവിക്കുന്നത്. എല്ലാ ഹദീസും പ്രശ്നം. ബുഖാരി മൊത്തം സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് സിയോണിസമാണ് എന്ന് വരെ ഇപ്പം തുറന്ന് പറഞ്ഞല്ലോ. ആവട്ടെ, അടുത്ത ചോദ്യം, 9-ാമത്തെ ചാൻസാണ്. അടുത്ത ചോദ്യം, നിങ്ങൾ സാധാരണ നാട് നീളെ നിങ്ങളൊക്കെ പറയാറുണ്ട് വഖാലല്ലാലിമുന ഇൻ തത്തബിഉന ഇല്ലാ റജുലൻ മസ്ഹൂറ എന്ന ആയത്ത് ഓതിക്കൊണ്ട് അലി മദനി സ്ഥിരമായും, താങ്കൾ പിന്നെ ഏതായാലും യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ട് പ്രസംഗിക്കാൻ പോകില്ല എന്ന് പറഞ്ഞിക്കോട്ടെ, നിങ്ങൾ സ്ഥിരമായി ഈ ആയത്ത് ഓതിക്കൊണ്ട് പറയുന്നു ഈ ആയത്തിനെതിരാണ് ഈ ഹദീസ്, അതുകൊണ്ട് ഈ ഹദീസ് സ്വീകാര്യമല്ല. നേരത്തെ നമ്മൾ ചോദിച്ചു ഹിഷാമില്ലാത്ത ഉറവില്ലാത്ത റിപ്പോർട്ട് സ്വീകരിക്കോ? അപ്പോഴും നിങ്ങൾ പറഞ്ഞു മത്തിന് നോക്കണം. ശരി, എങ്കിൽ ഇൻ തത്തബിഉന ഇല്ലാ റജുലൻ മസ്ഹൂറ എന്ന ആയത്തും ഈ ഹദീസും പരസ്പരം വൈരുദ്ധ്യമാണ്, അതുകൊണ്ട് ഹദീസ് സ്വീകരിക്കാതെ ആയത്തെടുക്കാം എന്ന് പറഞ്ഞ ഒരു മുഫസ്സിറിനെയോ ഒരു മുഹദ്ദിസിനെയോ ഇത് ഹദീസുമായിട്ടും വിശദീകരിച്ച ഏതെങ്കിലും പണ്ഡിതനെയോ കാണിക്കാൻ പറ്റുമോ? അഹ്ലുസുന്നയിൽപ്പെട്ട, മുഅ്തസിലല്ല, അഹ്ലുസുന്നയിൽപ്പെട്ട ഒരൊറ്റ പണ്ഡിതൻ ഈ ആയത്തും ഈ ഹദീസും വൈരുദ്ധ്യമാകുന്നു, അതുകൊണ്ട് ഖുർആനും ഹദീസും എതിരായി വന്നാൽ ഖുർആൻ എടുക്കുക, ഹദീസ് തൽക്കാലം മാറ്റിവെക്കുക എന്ന നിങ്ങൾ പറയുന്ന ചേകന്നൂരിയൻ അസ്ലു പ്രകാരം, ഇപ്പം ചേകന്നൂർ അതുമില്ല, അവിടെ നിന്ന് വിട്ടു, ചേകന്നൂരിൻ്റെ അസ്ലു പ്രകാരം നിങ്ങളിപ്പോൾ പറയുന്ന ഈ നിലപാട് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഏത് മുഫസ്സിർ പറഞ്ഞു? ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ ഏത് പണ്ഡിതൻ പറഞ്ഞു? ഒരാളും പറഞ്ഞിട്ടില്ല. അത് വായിക്കണമെന്നാണ് അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും. ഓക്കെ, ഫൈസൽ സാറേ, നമ്മൾ രണ്ടുപേരാകുമ്പോൾ നമുക്ക് തന്നെ സംസാരിക്കാമല്ലോ നന്നായിട്ട്. മുൻ പരിചയം ഉണ്ടായതൊക്കെ ഇതിന് നന്നായി.
അതാണ് നമ്മൾ വൈജ്ഞാനിക സദസ്സിൽ വന്നത്. ഞങ്ങളോട് ചോദിച്ചു, കൃത്യമായിട്ട് കേട്ടോളൂ, ഭൗതികോ അഭൗതികോ എന്താണ് ഈ പറഞ്ഞ് പാടി നടക്കുന്ന കാര്യം? 10 കൊല്ലം മുമ്പ് ഈ ചർച്ച നടന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചത് കാര്യം ഞാൻ ഒന്നും ഇവിടുന്ന് ആവർത്തിച്ചില്ലേ. വീടിൻ്റെ മുറ്റത്ത് കുട്ടി കളിക്കുന്നു, ജ്യേഷ്ഠൻ അവിടെ കാണുന്നു, കേക്ക് ഈ സൈക്കേ, പിന്നെ വന്നാൽ പിന്നെ ഇതൊക്കെ കേൾക്കണ്ടേ. ഓക്കെ, മറുപടിയാണ് പറയണത്. ഓക്കെ, ഒരു സഹിഷ്ണുത ഉണ്ടാവും, ഉസ്താദിനെ പോലെ അല്ലേ. ദെൻ എന്ത് ചെയ്യുന്നു? കുട്ടി കിണറ്റിൻ്റെ ആൾമാരല്ലാത്ത കിണറ്റിലേക്ക് നടന്നു പോവുകയാണ്, വീഴാൻ പോവുകയാണ്. അപകടമാണ്, പ്രതിസന്ധി ഘട്ടമാണ്. മനസ്സിലായോ? അവിടെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട സഹിഷ്ണുതയുള്ളൊരു കുട്ടി, നല്ലോൻ, എന്ത് ചെയ്യാണ്? യാ ജിന്നുകളെ മലക്കുകളെ എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ് അല്ലെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഞാൻ ഫുള്ളായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തന്നീനു. അത് അക്കദിയാണ്, വിശ്വാസപരമാണ്. വഹയ്യിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ആരറിയുന്നത്? മലക്ക്, ജിന്ന്, ഇവരെ നമ്മൾ മനസ്സിലാക്കുന്നത് ആനൻ്റെ കഴിവോ പട്ടിയുടെ കഴിവോ ബാക്കി പറവകളുടെ കഴിവോ നമ്മൾ മനസ്സിലാക്കിയ പോലെ നമ്മൾ പഠിച്ചുണ്ടാക്കിയതല്ല, വഹയ്യിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ വഹയ്യിൽ നിൽക്കണം. അത് അമ്മാനുവലി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഹിജിറിൻ്റെ ഒറ്റ മിനിറ്റ് ഇത്ര വായിച്ചാൽ മതി, ഹിജിറിൻ്റെ വ്യാഖ്യാനക്കുറിപ്പ് നിർത്തി വായിച്ചാൽ മതി. മലക്കിനെ കുറിച്ചോ ജിന്നുകളെ കുറിച്ചോ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് വഹയ്യ് വേണം കൃത്യമായിട്ട്. അതുകൊണ്ട് ഇവിടെ ജിന്നിനെ വിളിക്കാൻ പറ്റും എന്ന് പറയാൻ വഹയ്യ് നിങ്ങളെ കൊണ്ടുണ്ടേ. അത് ഭൗതികമാണോ അഭൗതിക എന്നല്ല പറയേണ്ടത്, ആ ഹക്കതിയാണോ വിശ്വാസപരമാണോ വഹയ്യിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? കെ സക്കരിയ സാഹിബ് പറഞ്ഞ പോലെ വെള്ളത്തിലാണ് വീണാൽ വിളിച്ചാൽ എന്താ അവസ്ഥ? ഷിർക്ക്, പച്ച ഷിർക്ക്, കുഫ്ർ. കാരണം വഹയ്യിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയണത്. ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ വഹയ്യ് അല്ലാതൊന്നും പറയരുത്. അപ്പോൾ മലയാളത്തിൽ പതെടുത്തിട്ട് ഭൗതികം അഭൗതികം, ചിലപ്പോൾ അങ്ങോട്ട് ചാടാൻ പറ്റും ഇങ്ങോട്ട് ചാടാൻ പറ്റും, എന്തെങ്കിലും പറയാൻ പറ്റും, ദുർവ്യാഖ്യാനിക്കാൻ പറ്റും, വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നോക്കിക്കോ, ദീന് പഠിപ്പിക്കുമ്പോൾ, മതം പറയുമ്പോൾ, വിശ്വാസം പഠിപ്പിക്കുമ്പോൾ, അഖീദ പറയുമ്പോൾ അഖദിയായിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ വഹയ്യിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയാം. അമാനലി എണ്ണുന്നുണ്ട് 8 ഉരുളീങ്ങൾ, സ്വർഗം, നരകം, ഇങ്ങനെ 5-8 കാര്യങ്ങൾ എണ്ണീട്ട് മലക്ക്, ജിന്ന്, ഇതിലൊന്നും ഈ കുട്ടികളെ കയറി അയച്ച് വിട്ടുകൊണ്ട് എന്തെങ്കിലും പറയാൻ വിടരുത്. അവിടെയൊക്കെ എന്ത് ചെയ്യണം? വഹി ഇല്ലാത്തൊന്നും പറയരുത് എന്ന്. മനസ്സിലായോ? ഓക്കെ. അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ട് ഭൗതികമാണോ അഭൗതികമാണോ, അയാളെന്താ പറഞ്ഞത് ചോദിച്ചിട്ട് പരിസരം മലിനമാക്കരുത്. മനസ്സിലായില്ലേ? തദ്റഹ്മാൻ സലഫിനെ ഇട്ടുകാണ്ട് ഇങ്ങനെ ഇടങ്ങേറാക്കിയതിനുള്ള ബാക്കിയെന്ന് വിചാരിച്ചാൽ മതി. ഒരു മനുഷ്യൻ തൗഹീദിന് വേണ്ടി കുറേ കാലം നടന്നൊരു മനുഷ്യൻ, അയാൾ ഇടക്കിട്ടിട്ട് ഇങ്ങനെ അങ്ങനത്തെ പണിയൊന്നും ചെയ്യരുത്. ഓക്കെ, നമ്മളെ സ്ഥാനം പോവും, മാനം പോവും. ജാമിഅ അൽ ഹിന്ദ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ധാരണ ഉണ്ടാവും. ഇവിടെ വന്ന അറബി, നിങ്ങളോട് സംസാരിച്ച അറബി എൻ്റെ അടുത്ത് വന്നു, എന്തൊക്കെ നിങ്ങളെ കുറിച്ച് പറഞ്ഞറിയോ? ജാമിഅ കാണാൻ വന്ന ഞാൻ ഈ പറപ്പൂനെ പറ്റി പറഞ്ഞത് ഞാൻ പറയില്ലല്ലോ. ഞാൻ അവിടുത്തെ കുറച്ച് സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്, അവരെ പറ്റി കുറച്ച് ഫതിലൊക്കെ പറഞ്ഞ്, മറ്റേ ഫതിലല്ല, കുറച്ച് ഫതിലൊക്കെ ഹക്കായ ഫതിലുകളൊക്കെ പറഞ്ഞ് അറബിനെ പരിചയപ്പെടുത്തി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുക, ഓലെ തന്നെ വിട്ടുകൊടുത്ത്. അതാണ് മാന്യത അറിയുന്നത്. മനസ്സിലാകുന്നുണ്ടാവും കാര്യം അല്ലേ? അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? നീ പറഞ്ഞ ഹാലിർ, ഷെയ്ത്താൻ വരവ്, സേവാ പൂജ, അതിന് ഉത്തരം കിട്ടുക, അങ്ങനെ സിഹറിൽ വിശ്വസിച്ചവൻ കാഫിറാണ്, മുശ്രിക്കാണ്. ഇതാണ് നമ്മളെ വാദം. ആ വിശ്വാസം മാത്രമല്ല, പറയുന്നവൻ കാഫിറാണ്, മുശ്രിക്കാണ്. ഈ അല്ലാത്ത ആരെങ്കിലും ഒരാളെ ഈ കാണിച്ചു തന്നോ? അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, അവസാനത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, എന്നാലും ഒന്നും കൂടെ ചോദിക്കണമല്ലോ. ഏതായാലും ജാമിഅ അൽ ഹിന്ദിനെ കുറിച്ച് ആര് ചോദിച്ചാലും ഹക്കായത് മദഹുകൾ പറയാനുണ്ടെന്ന് നിങ്ങൾക്കും ബോധ്യമുണ്ട്. അള്ളാഹു അത് കൂടുതൽ വർദ്ധിപ്പിച്ച് തരട്ടെ. പിന്നെ അബ്ദുറഹ്മാൻ സലഫി ഞാൻ വല്ലാതെ ഇടങ്ങാറാക്കിയതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ. അപ്പം ഇപ്പോൾ ഇടങ്ങാറായി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി, മൂപ്പരോട് ഇടങ്ങാറായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളും സമ്മതിക്കുന്നു. ആയിക്കോട്ടെ, ശരി. അപ്പോൾ ഏതായിരുന്നാലും കഴിഞ്ഞ ചോദ്യങ്ങൾ ഏതായാലും കേട്ടിട്ടില്ല, ഇത് ചോദിച്ചോ അതും കേട്ടിട്ടില്ല. പിന്നെ ഈ ചോദ്യങ്ങൾ മിണ്ടിയത് പോലും ഇല്ല. ഇൻ തത്തബിനില്ലാ റജുലൻ മസ്ഹൂറ എന്ന ആയത്തും പ്രവാചകനെ സിഹർ ചെയ്ത ഹദീസും, ഇത് രണ്ടും വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് ഈ ഹദീസ് സ്വീകാര്യമല്ല, ഈ ആയത്താണ് സ്വീകരിക്കേണ്ടത് എന്ന് ലോകത്ത് ആര് പറഞ്ഞു? മുഅ്തസിലിയാക്കളല്ലാതെ, ഖദരിയാക്കളല്ലാതെ ലോകത്ത് ആര് പറഞ്ഞു? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അഹ്ലുസുന്നയിൽ ഒരാളും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. തീർത്തു പറയുന്നു, ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കാൻ കഴിയില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. അബ്ദുസ്സലാം സ്വലമി എഴുതി, ഞാൻ ചോദിച്ചു, മദിനമാക്കിയത് എഴുതി മദിനാക്കുക ചെയ്തത് മുജാഹിദുകളെ മൊത്തം ഖുറാഫാത്ത് കൊണ്ടുപോയി ചെയ്തത് ഈ അസലൂടെ ചെയ്തത്. അതുകൊണ്ട് എൻ്റെ അവസാനത്തെ ചോദ്യം, 10ാമത്തെ റൗണ്ടിലെ
അവസാനത്തെ ചോദ്യം ഒന്ന് യുക്മിനു ബിൽ ജിബ്തി വത്താഗൂത്ത് തുടക്കം മുതൽ ഇവിടെ ഓതി. ഞങ്ങളിവിടെ ഒരുപാട് കിതാബ് വായിച്ചു. യുക്മിനു ബിൽ ജിബ്തി വത്താഗൂത്ത് എന്ന ആയത്ത് ഓതിയിട്ടാണ് അലി മദനിയും താങ്കളും ഇനി അതിനപ്പുറമുള്ള എല്ലാവരും നിങ്ങളുടെ കൂട്ടത്തിൽ സാധാരണ പറയാനുള്ളത് സിഹ്റിന് ഹഖീഖത്തുണ്ട്, വിശ്വസിച്ചാൽ അവർ ശപിക്കപ്പെട്ടവരാണ്, സ്വർഗം ഹറാമാണ് എന്നൊക്കെ ആയത്തും മുസദ്ദിഖും ബിസിർ ഹദീസും വെക്കും. ഈ ഹദീസും ഈ ആയത്തും അടിസ്ഥാനമാക്കി സിഹ്റിന് ഹഖീഖത്തുണ്ട് എന്ന് വിശ്വസിക്കലാണ് ഈ പറഞ്ഞ അൽ ഈമാനു ബിൽ ജിബ്തി എന്ന് ലോകത്ത് ഒരു മുഫസ്സിർ എഴുതി കാണിക്കാൻ പറ്റുമോ എന്നാണ്. അഹ്ലുസുന്നയുടെ ഏതെങ്കിലും ഒരു മുഫസ്സിർ, ഹദീസ് വിശദീകരിച്ച ഏതെങ്കിലും ഒരു പണ്ഡിതൻ യുക്മിനു ബിൽ ജിബ്തി എന്ന് പറഞ്ഞ ജിബ്ത്തിന് സിഹ്ർ അർത്ഥം കൊടുത്തു, ശരിയാ. പക്ഷേ ഇവിടെ സിഹ്റിന് ഹഖീഖത്തുണ്ട് എന്ന് വിശ്വസിക്കലാകുന്നു അൽ ഈമാനു ബിൽ ജിബ്തി എന്ന് പറഞ്ഞാൽ എന്ന് ലോകത്ത് ആരാണ് എഴുതിയത്? അതുകൊണ്ട് അത് കാണിക്കാൻ കഴിയില്ല, നിങ്ങളത് വായിക്കേണ്ടതുണ്ട്. അവസാനമായി അതിലേക്ക് ഒരു ചെറിയൊരു ഉപചോദ്യം കൂടി അതിൽ കൂടെ ചോദിക്കാനുള്ളത്. അപ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഇത്രയും വിഷയങ്ങൾ ഇവിടെ പറഞ്ഞു. വസ്വാസം എങ്ങനെ ഉണ്ടാക്കും നമ്മൾ പറഞ്ഞു, അതും നിങ്ങൾക്ക് ഉത്തരമില്ല. ഈ പറഞ്ഞ അസുഖപ്രകാരം ഒരു വസ്വാസം ഉണ്ടാക്കാൻ പറ്റില്ല. അവസാനത്തെ ചോദ്യം, ഇവിടെ സമസ്തക്കാർ പറയുന്നു അള്ളാഹുവിന് മാത്രമല്ല അഭൗതിക കഴിവുള്ളത്, അമ്പിയാക്കളും മൗലിയാക്കളും എല്ലാം അള്ളാഹ് കൊടുത്ത അഭൗതികമായ കഴിവുണ്ട്, അത് മുഅ്ജിസത്ത് കറാമത്താണ്. മുജാഹിദ് പ്രസ്ഥാനം പണ്ടേ പഠിപ്പിച്ചു പോന്നു അഭൗതികമായ കഴിവ് അള്ളാഹു തആലക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ പറയുന്നു ജിന്നും മലക്ക് അഭൗതികമാണ്, അതാണ് നിങ്ങളുടെ വിശ്വാസം, ജിന്നും മലക്ക് അഭൗതികമാണ് എങ്കിൽ സമസ്തക്കാർ പറഞ്ഞ ഔലിയാക്കന്മാർ അഭൗതികവും നിങ്ങൾ പറഞ്ഞ ജിന്നു മലക്കിൻ്റെ അഭൗതികവും തമ്മിൽ എന്താണ് വ്യത്യാസം? അന്ന് നെല്ലിക്കുത്ത് മുസ്ലിയാർ ആയത്തോതി പറഞ്ഞു വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ. ആ ആയത്തുമായി ഇന്നൊരു ഖുറാഫി വന്നാൽ നിങ്ങൾ എങ്ങനെ പറയും മലക്കിന്റെ സഹായം ഭൗതികമല്ല അഭൗതികമാണ് എന്നാണ് നെല്ലിക്കുത്ത് മുസ്ലിയാർ ആയത്തോതി ദുർവ്യാഖ്യാനിച്ചത്. ആ ആയത്തുമായി ഇന്നൊരാൾ വന്നാൽ നിങ്ങൾക്കെന്തു പറയാൻ കഴിയും? അത് പറയാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? ഈ ഇല്ലാത്ത അസ്ലുണ്ടാക്കിയപ്പോഴാണ്. അതുകൊണ്ട് കുഞ്ഞീത് മദൻ എഴുതിയൊക്കെ കൃത്യമായി നമുക്കറിയാം. അള്ളാഹ് വിളിക്കുന്ന സ്ഥാനത്ത് നീ ജിന്നേന്നല്ല ശൈത്താനെന്നല്ല മലക്കെന്നല്ല ഏത് പടപ്പിനെ വിളിച്ചാലും അത് ശിർക്കാണെന്ന് ഒരു സംശയം നമുക്കാർക്കില്ല. പിന്നെ നിങ്ങളിങ്ങനെ പറഞ്ഞ വൈകാരികം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പൈസ അങ്ങനെ പറഞ്ഞു പൈസ ഒറ്റപ്പെട്ടായി കൂടെ എല്ലാം എന്തെല്ലാം ഒരു പ്രശ്നമില്ല, നമുക്കതൊന്നും വിഷയമുള്ള കാര്യമേ അല്ല. ഇനി കിണറ്റിക്ക് പോകാൻ പോകുമ്പോൾ മാത്രമേ ശിർക്കാവുള്ളൂ, അങ്ങനെ ധാരണ ഉണ്ടാവും. കിണറ്റിക്ക് പോകാൻ പോകുമ്പോൾ വിളിച്ചാൽ ശിർക്ക്, ഔത്തിരിക്കുമ്പോൾ വിളിച്ചാലോ ശിർക്കല്ലേ? അപ്പം നിങ്ങളുടെ ധാരണ പ്രകാരം കുട്ടി കിണറ്റിക്ക് വീഴാൻ പോവുക, ഒരാൾ മുജീബേൻ്റെ കുട്ടീന്ന് പറയാം, മറ്റോ ബദരീങ്ങളുടെ കുട്ടീന്ന് പറയാം, മറ്റോ അള്ളാൻ്റെ കുട്ടീന്ന് പറയാം. ഇതൊന്നുമില്ല, കുട്ടി വീഴാൻ പോകണില്ല, ഒന്നുമില്ല. ചോറും വെച്ച് സോഫയിൽ ചാടി ഇരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അപ്പം ശിർക്കാവൂലേ? ശിർക്ക് എവിടെയും ശിർക്ക് തന്നെയാണ്. ഇനി ആ മുജീബിനെ അവതരിപ്പിച്ചാലോ അതും ശിർക്കാണ്. മുജീബേൻ്റെ കുട്ടീന്ന് പറയുമ്പോൾ മുജീബിന് അഭൗതിക കഴിവുണ്ട് വിശ്വസിച്ചാലോ അതും ആ വിശ്വാസം തന്നെ ശിർക്കാണ്, ആ തേട്ടവും ശിർക്കാണ്. ആ വിശ്വാസം ജിന്നിനോടുണ്ടോ ശിർക്കാണ്, ആ വിശ്വാസം ഇൻസിനോടാണോ ശിർക്കാണ്. ഏത് പഠിപ്പിനായിക്കോട്ടെ അഭൗതികമായി സഹായിക്കാൻ കഴിയുമെന്ന് എപ്പോൾ വിശ്വസിച്ചോ ആ വിശ്വാസം ശിർക്ക് വന്നു, അത് കുഫറായി. അതുപ്രകാരം തേടിയോ ആ തേട്ടം പ്രാർത്ഥനയായി. ഇതല്ലാത്തൊരു അസ്ൽ മുജാഹിദ് പ്രസ്ഥാനം എവിടെ പഠിപ്പിച്ചത്? നിങ്ങൾ പുതിയ അസ്ൽ ഉണ്ടാക്കി കൊണ്ടുവരിക, എന്നിട്ട് ഖുറാഫാത്തുക്കും ആളെ കൊണ്ടുപോവുക, ഇത്തിസാലിലേക്കും ആളെ കൊണ്ടുപോകുക, ചേകനുസ്തുക്ക് ആളെ കൊണ്ടുപോവുക. ഒരു ഭാഗത്ത് സമസ്തക്കാർ പറഞ്ഞു അമ്പിയാലക്കമ്മക്ക് അബൗദിക കഴിവ്, നിങ്ങൾ പറഞ്ഞു ജിന്ന് മലക്കിന് അബൗദിക കഴിവ്. അപ്പോഴത്തെ ചേകനൂര് പറഞ്ഞു ബുഖാരി മുഴുവൻ സ്വീകരിക്കാൻ പറ്റൂല, ഇപ്പം നിങ്ങൾ പറഞ്ഞു ബുഖാരി മൊത്തം സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ സിയോണിസമാണ്. ഇനി എന്ത് മനസ്സിലാക്കണം? അഹ്ലുസുന്നയുടെ പിൻബലമില്ല, മുജാഹിദ് പ്രസ്ഥാനത്തെ പിൻബലം ഏതായിരുന്നാലും ഇല്ല. മുഅ്തസിയാക്കൾ പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ല. മുഅ്തസിയാക്കൾ പിൻബലം പറയാൻ പറ്റില്ല. മുഅ്തസിയാക്കൾ പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ല. അവർ ഹഖീഖത്തുണ്ടോ ഇല്ലേ, ഹഖീഖത്തുണ്ടായാൽ മുഅ്ജിസത്തും ഇതും ഇപ്പോഴത്തെ പിന്നെ ഏറ്റവും വ്യത്യാസം ഉണ്ടാവോ ഇൽത്തിബാസാവോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ പറഞ്ഞ അസ്ലും മുഅ്തസിയാക്കൾക്കും പരിചയമില്ല, ഖദരികൾക്കും പരിചയമില്ല. നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയ അസ്ലാണ്, ഇത് ശരിയല്ല എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സീനുണ്ടാക്കിയതല്ല, മനസ്സിലായില്ലല്ലേ? ഭൗതികമാണോ അഭൗതികമാണോ ഈ ചോദ്യം? കുട്ടി കിണറ്റിൽ പോകുമ്പോൾ ഷെയ്ത്താനോട് അല്ലെ ജിന്നിനോട് കാക്കണേന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു പരിപാടി. എനിക്കൊരു കുട്ടീനെ സ്വാലിയായ കുട്ടീനെ തരണം എന്നല്ല പറയണത്, അപ്പുറത്തെ മുജീബിനെ വിളിച്ച് അതേ വിളിയാണ് വിളിക്കുന്നത്. ഏത് ഭൗതികം ഏത് അഭൗതികം അത് മനസ്സിലാവാതെ തിരിഞ്ഞ് കളിക്കുക. ഓക്കെ, ആയത്തും ഹദീസും വെച്ചിട്ട് ഇതിന് വൈരുദ്ധ്യമാണെന്ന് പറഞ്ഞ പണ്ഡിതൻ ആരാന്ന്? അതിനാണ് ആദ്യമേ ഞങ്ങൾക്ക് മൻഹജ് പറഞ്ഞു തന്നത്. ഒമാ ഹലക്ക ദക്കറ വല്ലുൻസാന്നുള്ളടത്ത് വദ്ദക്കരി വല്ലുൻസാന്നുള്ളൂ. ഹലക്കാന്ന് ഹദീസിലില്ല, ഖുറാനിലില്ല എന്ന് ഹദീസ് കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? ഇത് ഞാനാ വൈരുദ്ധ്യം പറഞ്ഞ് നോക്കി നടക്കണോ? ഹദീസ് എടുക്കണോ ആയത്ത് എടുക്കണോ? ഇതെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുക, ഇത്രയെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുക. ഖുറാനിൽ കുറേ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. ആരാ പറഞ്ഞേ? ആയിഷ ബീവിനോട്.
എന്തുകൊണ്ടാണ് ഉണ്ടാവാൻ കാരണം? ഇങ്ങനെ വഹീൻ്റെ എഴുത്തുകാർ എഴുതി വെച്ചപ്പോൾ വന്നതാണ്. എന്നെ ഹിഷാമിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് 100 ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ടോ? ഇമാം മാലിക് ഉദ്ധരിച്ചിട്ടുണ്ട്, ബുഖാരിയിലുണ്ട്, മറ്റോർക്കുണ്ട്. ആളാരാണെന്നോ ഇങ്ങനെ ബുഖാരിക്ക് മഹത്തുണ്ടാക്കി, മുസ്ലിമിന് മഹത്തുണ്ടാക്കി, ഹിഷാമിന് മഹത്തുണ്ടാക്കി, വിശുദ്ധ ഖുർആനും ഹദീസും അത് നേർക്കുനേരെ പറഞ്ഞ പണ്ഡിതന്മാരെയും അതിനു വേണ്ടി ജീവൻ കളഞ്ഞ് വിയർത്തൊലിച്ച് നടക്കുന്ന അധ്വാനിക്കുന്ന ആൾക്കാരെയും കരിവാരി തേച്ച് ഇങ്ങനെ നടക്കുക. സലഫി പറഞ്ഞ വാക്ക് തന്നെയാണ് എപ്പോഴും ഓർമ്മ വരിക. ഇങ്ങനെ വട്ടം കറങ്ങി പരിസരം മലിനമാക്കിയിട്ട് നടക്കുക. അത് നിർത്ത്. നീ സമസ്ത നീ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ടോ? എന്താ ഈ പറയണേ? ലബീദ് എന്താണ് സിഹർ ചെയ്തത്? ലബീദ് എങ്ങനെ സിഹർ ചെയ്തത്? നബിക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ ഇതാ സേവ നടത്തി പൂജ നടത്തി നാവുകൊണ്ട് പറയാം. അവിടെ ഷെയ്ത്താൻ അപ്പം ഹാജറായി, അതിന് ജവാബ് കിട്ടി. ഇത് ശിർക്കും കുഫറും അല്ലെങ്കിൽ ഇങ്ങനെ സമസ്ത പറഞ്ഞ കേട്ടിട്ടുണ്ടോ? സമസ്ത ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾ കൃത്യമായിട്ട് അറിയാം. അത് പഠിച്ചോ? ഈ രണ്ടാൾക്കാർ, ഈ ചിരിച്ചിരിക്കുന്ന രണ്ടാളുകളും അകലാടെ ഒരു സംവാദം ഉണ്ട്. നിങ്ങളതിൻ്റെ CD പുറത്തുവിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ? ഓക്കെ, യൂട്യൂബിലുണ്ടാവും. ഞാനതൊരു 10 വട്ടമല്ല കണ്ടത്. 10 വട്ടമല്ല കണ്ടത്. പ്രവാചകനെ കൊണ്ട് വസീല ചെയ്യാൻ പറ്റുമോ, തേടാൻ പറ്റില്ല എന്നുള്ളത് എണ്ണാക്ക് വെച്ചൊന്നുമില്ല. AP കാരൻ പണ്ഡിതന്മാരെങ്ങനെയാണ്? ഇതാ മാലിക് ഇമാം അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഈ സമസ്തനെയും കൊണ്ടുപോയി മാലിക് ഇമാം അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഖലീഫ ഞാൻ ഇങ്ങോട്ട് ഈ ഖബറിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ടാണോ ചോദിക്കേണ്ടത്, അതോ അങ്ങോട്ട് കഅബാലയത്തേക്കാണോ? എന്താ ഇമാം മാലിക് പറഞ്ഞത്? ഇതെൻ്റെ വസീലത്താണ്, വസീലത്ത് അബീഖ്, ആദമിൻ്റെ വരെ വസീലയാണ്, ഇങ്ങോട്ട് തിരിഞ്ഞോ എന്ന് പറഞ്ഞു. ഇമാം മാലിക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും? ഇമാം മാലിക്കിന് എവിടെ വസീല എന്നറിയില്ലേ? ഇതാ ഈ സലഫിയാൽ ഉണ്ടാക്കിയ കുത്തൈബ വായിച്ചിട്ടല്ലല്ലോ ഇമാം മാലിക് വളർന്നത്. അത്തരം തവസ്സുലുകൾ ഷിർക്കല്ല, ഒക്കെ ബിദ്അത്തിൻ്റെ കൂട്ടത്തിൽ പെട്ടാൽ മതി എന്നുള്ള പുതിയ നിങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പോകുന്ന പുതിയ സാധനങ്ങളുണ്ടല്ലോ, അതൊന്നും സമസ്തക്കാർ ചെയ്യൂല. അവർക്ക് ഒരു മൻഹജും മെത്തഡോളജി ഉണ്ട്, അവരവിടെ നിൽക്കും. അതുകൊണ്ടാണ് എന്നോട് ആദ്യം പറഞ്ഞത്, ഫോണിൽ വിളിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞു, സലാം സുല്ലമീനെ ചീത്ത പറഞ്ഞു, ഈ അവഹേളിച്ചോ. തൗഹീദ് കുറേ കാലം പറഞ്ഞന്ന് ഗണ്ണനമൊക്കെ നടന്ന അബ്ദുറഹ്മാൻ സലഫിയെ പോലത്തെ ഒരു ജബൽ, ഒരു അബക്കരി, അദ്ദേഹത്തൊക്കെ പച്ചയിലിങ്ങനെ നിന്നിട്ട്, ഞാൻ എൻ്റെ എത്രയോ പ്രായം കുറവാണ്, എൻ്റെ മുന്നിൽ നിന്ന് പഠിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത്ര പോകുന്ന ഒരുത്തനെ, അത്ര പോകുന്നൊരു പണ്ഡിതനെ ഒക്കെ ഇങ്ങനെ റബ്ബാക്കിയിട്ട് കൊണ്ട് നടന്ന് ഇതേമാതിരി അധ്വാനിച്ച് നടക്കുന്ന പണ്ഡിതന്മാരെ ഒരു സമ്മേളനം നടക്കാൻ നിൽക്കുക. അതെന്നോട് പറഞ്ഞെന്താ അറിയോ? സമ്മേളനത്തിന് ആൾക്കാർ പിടികൊള്ളും, ഏറ്റെടുക്കുക. സംഘടനാപരമായിട്ട് വേണമെങ്കിൽ അവരോട് എഴുതാൻ പറയാം, പേര് വെച്ച് എഴുതി വരാൻ പറയാം. മജീദെ പറഞ്ഞോ, ഇപ്പം ഈ ധൈര്യമായിട്ട് ചെല്ല്, ഒറ്റയ്ക്ക് ചെല്ല്, ആരും ഇല്ലാതെ ചെല്ല്, ഓനെ പിടിക്ക്, കെട്ട്, ഇത്തരം ഷിർക്കും കുഫ്രൂടെ പ്രചരിപ്പിക്കാൻ സമ്മതിക്കല്ലേ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ച മനുഷ്യൻ ഇന്നലെയും എൻ്റെ അടുത്ത് ഓടി വരിക, മിഞ്ഞാന്ന് ഉച്ചയ്ക്ക് വരികയാണ്, ഇന്ന് രാവിലെ തന്നെ സുബയ്ക്ക് പിന്നെയും വിളിക്കുകയാണ്, വണ്ടി എടുത്തൂടെ കൊണ്ടുവരികയാണ്. മനസ്സിലാണ്ടോ? അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് സമസ്ത ഈ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ടോ? തെളിയിക്ക്. ഖുറാനിൽ തെറ്റുണ്ട്, മുസ്തശ്രിക്കങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖുറാനിൽ തെറ്റുണ്ട് എന്നൊക്കെ. അതും ഈ സിഹിർ വരുന്ന വിഷയത്തിൽ തന്നെ, സിഹിറിൻ്റെ വിഷയത്തിൽ എന്താണ്? ഫൗജസ ഫി നഫ്സിഹി ഖീഫത്തൻ മൂസ, ഫൗജസ ഫി നഫ്സിഹി, ഇല്ല ലമീർ കുട്ടികളോട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? പറപ്പനൊക്കെ നന്നായിട്ട് അറിയും. നഫ്സിഹി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, പിന്നെയാണ് മൂസ വരുന്നത്. ലമീർ ആദ്യം വന്നു, മൂസ പിന്നെ വരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് തെറ്റ് വരൂലേ എന്നൊക്കെ മുസ്തശ്രിക്കങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഫണ്ടും സാധനവും തന്ന് നിങ്ങളെ കറക്കി വിട്ടതിന് വേണ്ട ബുക്ക്ലെറ്റ് തരുന്ന ടീം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അവർ 2 പണിയാണ് ചെയ്തത്. 2 പണിയാണ് അവർ ചെയ്തത്. ഒന്ന്, ഫലസ്തീനിലും ഗസയിലൊക്കെ ഉള്ള നമ്മളെ പിഞ്ച് കുട്ടികളെ ബോംബിട്ട് തകർക്കുക, കൊല്ലുക. അവർ ഷഹീദായി സ്വർഗത്തുക്കാണ്. പക്ഷെ നിങ്ങളെ കയ്യിൽ പണം നൽകിയിട്ട് ഈ പറയുന്ന ടീമിനെ നരകത്തുക്കാണ് കൊണ്ടുപോകണേ. 2ഉം തടുക്കണം. അതിനുള്ള ഹമാസ് നമുക്കുണ്ടാവണം. മനസ്സിലാണ്ടോ? ഇൻഷാ അല്ലാഹ്. അതാണ് ക്ലാസ്സിൽ എന്ത് ചെയ്യണം, നമ്മളറിയാതെ. അങ്ങനെയാണ് ഉസ്താദ് പറഞ്ഞാൽ, ഒരു ക്ലാസ് ഇങ്ങനെ പറയുന്ന കാര്യം നമ്മളിങ്ങനെ പറഞ്ഞു വന്നാൽ അറിയാതെ നമ്മളൊപ്പമുള്ളവൻ എന്ത് ചെയ്യണം, ഇൻഷാ അല്ലാഹ് ഒക്കെ പറയണം. അപ്പോൾ സമസ്തക്കാരെ മേലെ കയറിയോ, സലാം സുല്ലമിൻ്റെ മേലെ കയറിയിട്ടൊന്ന് നീ പറഞ്ഞ കുഫ്ർ,
ആ ഷിർക്ക് അത് എനിക്ക് മാത്രമുള്ളതാണ്. മനസ്സിലായില്ലേ? അവസാനം ഒന്നുകൂടി ഞാൻ അവസാനത്തെ ചോദ്യം ഉത്തരം പറയുമ്പോൾ നമ്മൾ തുടങ്ങിയെടുത്ത് ഒന്നും കൂടെ കേട്ടോ. ഷിർക്ക് രണ്ടിനം, സിഹ്ർ രണ്ടിനം. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ട്. സിഹ്ർ രണ്ടിനം. ആരാ പറയണത്? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വാദം എഴുതണ്ടോനും പറയണ്ടോനാണ്. ഇവിടെ ഇരുന്നിട്ട് എഴുതി ഉണ്ടാക്കുന്ന അല്ല അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വാദം. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതനാ പറയണത് രണ്ടിനം. ആ രണ്ടിനത്തിൽ ശൈത്താൻ ഉപയോഗപ്പെടുത്തുന്ന ഇനം ആ വിചാരം, അത് വിശ്വസിക്കുന്നവൻ, മനസ്സിലായോ? അതിനെ സത്യപ്പെടുത്തുന്നവൻ. ഫൈസൽ പറഞ്ഞ മതി, ശൈത്താൻ സേവ കേട്ടിട്ട് വരുമ്പോൾ ഹാലിറാവും എന്ന് പറയുമ്പോൾ ശരി ഹാലിറാവടാ എന്ന് പറയുന്നവൻ അവൻ സാഹിർ. അവൻ സാഹിറിനെ പോലെ തന്നെയാണ് ഹുക്കുമ്. കാഫിറാണ്, മുശ്രിക്കാണ്. ഈ കിതാബ് എഴുതിയൊരു പണ്ഡിതനും അത്ര ഒരു വാദം പറഞ്ഞിട്ടില്ല, പറയൂല. അത് എനിക്ക് സ്വന്തമാണ് അതിനുള്ള പദങ്ങൾ. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.